ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇന്റർസ്റ്റെല്ലാർ ആസ് എ ഹോൾ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മൂവിയാണ് സയന്റിഫിക്കലി. അതായത് ഈ ബ്ലാക്ക് ഹോളിന്റെ പിക്ചർ എടുക്കുന്ന വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവർ ആ ഇമേജ് ജനറേറ്റ് ചെയ്ത് ബ്ലാക്ക് ഹോൾ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്യൂർലി ഇക്വേഷൻസ് വെച്ചിട്ട് അത് ക്രിസ്റ്റഫർ നോളന്റെ ബ്രില്യൻസ് ആണ് അവിടെ കാണിക്കുന്നത്. അത് ക്രിസ്റ്റഫർ നോളനും ഉണ്ട്, അതുപോലെ തന്നെ കിപ്തോൺ ഈ അടുത്ത് 2015 നോബൽ പ്രൈസ് കിട്ടിയുള്ള ഒരു ഫിസിസിസ്റ്റ് ആണ്. അതായത് നമുക്ക് ടൈം ട്രാവൽ എന്ന് പറയുമ്പോൾ തിയററ്റിക്കലി ടൈം ട്രാവൽ ഉണ്ട് എന്നുള്ള രീതിക്ക് പലരും പല ഇത് വെച്ചാൽ മാത്തമാറ്റിക്കലി ഇങ്ങനെ വർക്ക് ആവുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് പല തിയറീസ് ഉണ്ട്. ഏലിയൻ ലൈഫ് ഉണ്ട് പോസിബിലിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഏലിയൻ ലൈഫ് നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഏലിയൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഭൂമിയിലെ ഏലിയൻസ് ആയിട്ട് നമ്മൾ കോൺടാക്ട് ഉണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒബ്സർവേഷനിലൂടെ എന്തെങ്കിലും വേറെ ഗാലക്സീസിൽ കാണാൻ പറ്റിയതായിട്ടുള്ള അങ്ങനത്തെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു എക്സോ പ്ലാനറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ പ്ലാനറ്റ് ആണെന്നാണ് എൻ്റെ ഊഹം. ആ പ്ലാനറ്റിനെ പറ്റി ആൾക്കാർ ആ പ്ലാനറ്റ് ഭയങ്കര ഫേമസ് ന്യൂസ് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബയോ ഓർഗാനിസംസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസാണ് അവിടെ നിന്ന് ഈ JWST ഈ ടെലിസ്കോപ്പിന് ഡിറ്റക്ട് ചെയ്തത്. ഇപ്പോൾ ബ്രോ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ ഗാലക്സിയിൽ 100 മുതൽ 400 ബില്യൺ സ്റ്റാർസ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് 400 ബില്യണോളം ഗാലക്സീസ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് സ്മോൾ ക്ലസ്റ്റർ ഉണ്ട്, ലാർജ് ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം 5% ബ്രോ പറഞ്ഞത്. അത് കൂടാതെ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും ബാക്കി 95% വരുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഒറ്റ യൂണിവേഴ്സ് ഉണ്ടാവണേ. ഇതുപോലത്തെ ഇൻഫിനിറ്റ് യൂണിവേഴ്സസ് വരുന്ന പറയുന്ന ഒരു തിയറി ഉണ്ട്, മൾട്ടി വേഴ്സ് അല്ലേ? ഇതിൽ ബ്രോന് വിശ്വാസമുണ്ടോ? അതായത് വേറൊരു യൂണിവേഴ്സിൽ നമ്മൾ ഇതേപോലെ 6 ആൾക്കാർ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് റൂമിൽ ഇരുന്ന് വേറെ ഡയമെൻഷനില് ഇത് പോസിബിൾ ആണോ? അല്ല, ഓരോരുത്തരും പല പല പേര് അല്ല, അത് ഉണ്ട്. മറ്റേ ആരും അങ്ങനെ ചെയ്തിരുന്നു നമ്മളെ കേരളത്തിലെ ബിഗ് ബാങ് എന്നുള്ളത് നമ്മൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മുടെ ഇത് ഭാവിയിൽ മാറോട്ടോ. അതാണ് ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. കാരണം ഈ ബിഗ് ബാങ് എന്നുള്ള ഐഡിയ വന്നിട്ട് ഇപ്പോൾ ഒരു 100 കൊല്ലമായിട്ടുള്ളൂ. അപ്പൊ പല പല ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഐഡിയാസ് വെച്ചിട്ട് നമ്മുടെ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ള കൺസെപ്റ്റാണ് ബിഗ് ബാങ് പറയുന്നത്. നമ്മൾ സാധാരണ ടെലിസ്കോപ്സ് നമ്മൾ പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരെ നമ്മൾ മറ്റേ സ്കൂളിലൊക്കെ കാണുന്ന മൈക്രോസ്കോപ്പ്, അതുപോലെ ലെൻസ് അങ്ങനെയാണ്. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ ഏറെക്കുറെ സെയിം ആണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഇതിന് മാത്രമല്ല, നമുക്ക് പല ഫ്രീക്വൻസി ഉണ്ട്. റേഡിയോ മുതൽ ഈ പറഞ്ഞ നമ്മുടെ റേഡിയോ വേവ്സും ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അതുപോലെ തന്നെ ഗാമ റേ വരെ അങ്ങനെ പല രീതിക്കുള്ള സ്പെക്ട്രത്തിൽ പല പല വേവ് ലെങ്ത്തുകളുണ്ട്. ലിസണേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എർച്ചി പോഡ്കാസ്റ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് വിചാരിക്കുകയാണ് ഈ സ്പേസ് റിലേറ്റഡ്, ആസ്ട്രോണമി റിലേറ്റഡ് പോഡ്കാസ്റ്റ് ചെയ്യണം എന്നുള്ളത്. മുമ്പ് സഫ്ദർ വന്നപ്പോൾ നമ്മളെ വളരെ ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് ചെറിയൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ഇതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ പറ്റിയ ഈ ഫീൽഡിൽ PhD ചെയ്ത ഡോക്ടർ ഹരീഷാണ് നമ്മളെ കൂടെ ഉള്ളത്. വെൽക്കം ഹരീഷ്. താങ്ക്സ്. അപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടും നല്ലത് ബ്രോ തന്നെ എന്താണ് ചെയ്യണത്, ഏത് ഫീൽഡിലാണ് റിസർച്ച് ചെയ്യണമെന്ന് ബ്രീഫായിട്ടൊന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ടെക്നിക്കലായിട്ട്. ഞാൻ ആധികാരികമായിട്ട് പറയാന്ന് വെച്ചാൽ നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് പറയുന്നില്ല, ചിലപ്പോൾ തെറ്റുകളുണ്ടാവും. ശരി, പറയാൻ ശ്രമിക്കാം, അത്ര തന്നെ. ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാലക്സി എവല്യൂഷൻ എന്നുള്ള ടോപ്പിക്കാണ്. അതായത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെലിസ്കോപ്പുകളിൽ നിന്ന് കിട്ടുന്ന ഇമേജസ് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. മെയിനായിട്ട് അതിൽ ഗാലക്സീസ് ഏതാണെന്ന് കണ്ടുപിടിക്കും. ഗാലക്സി അല്ലാത്തതിന് നമ്മൾ റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ സിമ്പിളൊരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ്. അങ്ങനെ ചെയ്യുന്ന അങ്ങനെ നമ്മൾ കണ്ടുകിട്ടുന്ന ഗാലക്സീസിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കും. ഇൻ ജനറൽ ഗാലക്സീസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ഫോം ചെയ്തത്, ഇങ്ങനത്തെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള രീതിക്ക്. ഇതായിരുന്നു എൻ്റെ PhD ടോപ്പിക്. അല്ല, ഈ ഗാലക്സീസിന്റെ ഇമേജസ് എന്ന് പറയുമ്പോൾ ടെലിസ്കോപ്പിൽ നിന്ന് കിട്ടുന്ന ഇമേജ്. അതെ, നമുക്ക് ഞാൻ ഡയറക്റ്റ്ലി നമുക്ക് ടെലിസ്കോപ്പ് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് 2 രീതിക്ക് ഇമേജസ് ഉണ്ടാവും. ഒന്ന് ഗ്രൗണ്ടിലുള്ള ടെലിസ്കോപ്സ് ഉണ്ട്, നമ്മളതിനെ ഗ്രൗണ്ട് ബേസ്ഡ് ടെലിസ്കോപ്സ് എന്ന് പറയും. പിന്നെ നമുക്ക് സ്പേസ് ബേസ്ഡ് ടെലിസ്കോപ്സ് ഉണ്ട്. അതിന് നമ്മളിപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് മറ്റേ JWST, ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സ്പേസിലുള്ള ടെലിസ്കോപ്സ് ആണ്. അപ്പോൾ ഞാൻ ഇൻ ജനറൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഗ്രൗണ്ടിലുള്ള ടെലിസ്കോപ്പിൽ നിന്ന് കിട്ടുന്ന ഇമേജസ് ആണ്. ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുന്നത്, നമ്മൾ ടെലിസ്കോപ്പ് പൊതുവെ പറയുമ്പോൾ ലെൻസുകൾ വെച്ചിട്ട് കാണുന്ന ടെലിസ്കോപ്പുകളാണ്. പക്ഷേ സ്പേസ് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ ലൈറ്റ് ഇയേഴ്സ് അവേ ആയിട്ടുള്ള ഗാലക്സീസിനാണല്ലോ വീക്ഷിക്കുന്നത്. ഇപ്പോൾ ബ്രോ പറഞ്ഞ ഗാലക്സി പറഞ്ഞപ്പോൾ ചിലപ്പോൾ 500 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അവേ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് ബ്രീഫായിട്ട് പറയാനാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഹൗ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ദ നോർമൽ ടെലിസ്കോപ്പ്? നമ്മൾ സാധാരണ ടെലിസ്കോപ്സ് നമ്മൾ പറയുമ്പോൾ ശരിക്കും നമ്മുടെ മൈൻഡിൽ വരെ നമ്മൾ മറ്റേ സ്കൂളിലൊക്കെ കാണുന്ന മൈക്രോസ്കോപ്പ്, അതുപോലെ ലെൻസ് അങ്ങനെയാണ്. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ ഏറെക്കുറെ സെയിം ആണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഇതിന് മാത്രമല്ല, നമുക്ക് പല ഫ്രീക്വൻസി ഉണ്ട്. റേഡിയോ മുതൽ ഈ പറഞ്ഞ നമ്മുടെ റേഡിയോ വേവ്സും ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അതുപോലെ തന്നെ ഗാമ റേ വരെ അങ്ങനെ പല രീതിക്കുള്ള സ്പെക്ട്രത്തിൽ പല പല വേവ് ലെങ്ത്തുകളുണ്ട്.
അപ്പം അല്ലെങ്കിൽ പല പല രീതിക്കുള്ള ലൈറ്റുകളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒപ്റ്റിക്കലായിട്ടുള്ള ഇമേജസ് മാത്രമേ പറ്റുള്ളൂ. നമുക്കിപ്പോൾ റേഡിയോയും പറ്റും, അതുപോലെ തന്നെ ഒപ്റ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സാധാ കാണുന്ന രീതിക്കുള്ള വേവ് ലെങ്ത്, ആ വേവ് ലെങ്ത്തുള്ള ലൈറ്റുകൾ വെച്ചിട്ടുള്ള ടെലിസ്കോപ്പുകൾ മാത്രമേ ഗ്രൗണ്ടിൽ നിന്ന് പറ്റുള്ളൂ. നമ്മൾ ആകാശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻഫ്രാറെഡിലുള്ള ടെലിസ്കോപ്സ് ആണ് ഉപയോഗിക്കുക. കാരണം ഇൻഫ്രാറെഡിലുള്ള ടെലിസ്കോപ്സിന് ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ അകലേക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പും അതുപോലെ തന്നെ JWST അല്ലെങ്കിൽ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് ടെലിസ്കോപ്സ് ആണ്. അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്റ്റിക്സിന്റെ ഇതിനൊക്കെ വെച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞിട. അപ്പോൾ ഈ ടെലിസ്കോപ്സ് ജനറലി പറയുകയാണെങ്കിൽ ഒരു പിക്ചർ എടുക്കുമല്ല, ഇത് റേസ് വിട്ടിട്ട് ഇപ്പം നമ്മൾ ഈ CT സ്കാനൊക്കെ ചെയ്യുന്ന പോലെ സ്കാൻ ചെയ്തിട്ടല്ല അവരെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ക്യാമറയിൽ നിന്ന് എടുക്കുന്ന പോലെ പിക്ചേഴ്സ് അല്ലല്ലോ. ഏറെക്കുറെ ക്യാമറയിൽ എടുക്കുന്ന പോലെ പിക്ചേഴ്സാണ്. നമ്മൾ അങ്ങോട്ടേക്ക് ലൈറ്റ് വിടുകയല്ലേ ചെയ്യുന്നത്. അവിടെ നിന്ന് വരുന്ന ഓൾറെഡി വരുന്ന ലൈറ്റ് ഉണ്ടാവും, ആ ലൈറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ എടുക്കുന്ന ഗാലക്സീസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് അകലെയാണ്. അപ്പോൾ നമ്മളൊരു ലൈറ്റ് അങ്ങോട്ടേക്ക് വിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും ആ ലൈറ്റ് അവിടെ എത്താനായിട്ട്. പിന്നെ അത് തിരിച്ചിങ്ങോട്ട് എത്തിയപ്പോഴേക്കും നമ്മൾ ഏറെക്കുറെ ഇവിടെ ഉണ്ടാവും നമുക്ക് വലിയ ഉറപ്പ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ലൈറ്റ് എന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ മുന്നേ എമിറ്റ് ചെയ്ത ലൈറ്റ് ആയിരിക്കും നമ്മളിപ്പോൾ കാണുന്നത് അല്ലേ? ഈ ടെലിസ്കോപ്പിലേക്കൊക്കെ എങ്ങനെ ആക്സസ്, ഇപ്പോൾ പിന്നെ സ്പേസിലുള്ള ജെയിംസ് വെബിലോട്ടൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും ഇപ്പോൾ റിസർച്ചിന്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യണം? നമുക്ക് ഇൻ ജനറൽ ആയിട്ട് ഇത് ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സ്പേസ് ടെലിസ്കോപ്സിൽ നമുക്ക് ടൈം കിട്ടാന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പണിയാണ്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഒരു ഒബ്സർവേഷൻ പ്രൊപ്പോസൽ എഴുതും. നമ്മൾ പറയും ഇന്നൊരു ഗാലക്സി ഉണ്ട്, ആ ഗാലക്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ അല്ലെങ്കിൽ അതിനെ കൂടുതൽ പഠിച്ചാൽ വളരെ നല്ലതാണ്, നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കാര്യമായിട്ടുള്ളൊരു സയൻസ് കേസ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഇതിൽ തന്നെ കുറേ ഇത് കിട്ടും. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഒരു 100 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു 10 എണ്ണത്തിന് മാത്രമേ അവർക്ക് ടൈം അനുവദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് അവരൊരു 10 എണ്ണത്തിന് മാത്രം എടുക്കും. എന്നിട്ട് അതിന് മാത്രം സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് പല പല ടെലിസ്കോപ്പുകൾക്കും പല പല ആൾക്കാരാണ്. ഇപ്പോൾ JWST ഒക്കെ ആണെങ്കിൽ നാസ അവരാണ് മെയിൻ. അല്ലാതെ ഇപ്പോൾ ഈ അപ്പോൾ അവർ ഓൾറെഡി പിക്ചേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് വേണ്ടി തരുവാണ് ചെയ്യാതെ നിങ്ങൾ ഇപ്പോൾ റിക്വസ്റ്റ് വിടുന്നതിനനുസരിച്ച് അവർ പിക്ചേഴ്സ് എടുത്ത് തരുമോ? അവർ റിക്വസ്റ്റ് വിടുന്നതിനനുസരിച്ച് പിക്ചർ എടുത്ത് തരും. കാരണം വെച്ചാൽ ഈ JWST അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ സ്പേസ് ടെലിസ്കോപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൈയുടെ വളരെ ചെറിയൊരു റീജിയൻ മാത്രമേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ഏത് റേഞ്ചിലാണ് ഇതാക്കുക വെച്ചാൽ വളരെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും റെസൊല്യൂഷനിൽ അല്ലെങ്കിൽ അത്രയും ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു ഇമേജ് ഓൾ ഓവർ ദ സ്കൈ എടുത്തു വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റീസെൻ്റ്ലി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ജെയിംസ് വെബ് ടെലിസ്കോപ്പിൽ നിന്ന് വഴി അനലൈസ് ചെയ്തിട്ട് ഒരു പ്ലാനറ്റിൻ്റെ ഒരു കേസ്. അത് സംഭവം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഇത് ഏകദേശം 120 ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു ലൈറ്റാണ്. ആ ലൈറ്റ് എന്താ പറയുക, അത് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള എന്താ പറയുക കെമിക്കൽ മോളിക്യൂൾസ് ഒക്കെ അനലൈസ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അത്ര ഇൻ ഡെപ്തിലൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ജെയിംസ് വെബ് ടെലിസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. സ്പേസ് ടെലിസ്കോപ്സിന് കൂടെ എന്താ വെച്ചാൽ നമുക്ക് വളരെ ഹൈ റെസൊല്യൂഷനിലുള്ള ഇത് കിട്ടും. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഈ ബ്രോ പറഞ്ഞ പ്ലാനറ്റിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽ ഭയങ്കര എക്സാക്ട് ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. പക്ഷേ ജനറൽ ആയിട്ടുള്ള ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാനറ്റ് ഉണ്ടാവും, പ്ലാനറ്റിന് നമുക്ക് ചുറ്റുമുള്ള പോലെ തന്നെ ഒരു പ്ലാനറ്റിന് ചുറ്റും അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അപ്പോൾ ഈ പ്ലാനറ്റിൻ്റെ ചുറ്റും അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന അതിലുള്ള മോളിക്യൂൾസിൽ നിന്നുള്ള എമിറ്റ് ചെയ്യുന്ന ലൈറ്റാണ് ഇത് ഇതാക്കിയത്. ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മുന്തിരി എടുക്കുകയാണെങ്കിൽ ആ മുന്തിരിയുടെ തൊലി ഉണ്ടാവുമല്ലോ, അത്രേ ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ പ്ലാനറ്റ് ഇതിനുണ്ടാവുക. അത് തന്നെ ഈ പറഞ്ഞ കണക്കിന് എന്താ പറയുക, ഒരു ഫുട്ബോൾ ഇവിടെ നിന്ന് നമ്മളൊരു ഫുട്ബോൾ ഫീൽഡിൻ്റെ അപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുന്തിരിയുടെ ഒരു തൊലിയുടെ ആ ഒരു ഇതിൽ നിന്നുള്ള ലൈറ്റ് എടുക്കുക അങ്ങനെ ഇരിക്കും. അത്രയും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയാണ് ഈ ഇത് വെച്ച് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ റിസർച്ചിന് പിന്നെ ഇവർക്ക് റിക്വസ്റ്റ് ചെയ്യില്ല, അപ്പോൾ ഇങ്ങനെ ഈ കോർഡിനേറ്റ്സ് കൊടുക്കുകയാണോ ചെയ്യുക ഇത്ര പാർട്ടിന്? നമ്മൾ ഇത്ര സമയത്തേക്ക് ഇത്ര സമയം ഇന്ന കോർഡിനേറ്റിലേക്ക് ഇത്ര നേരം നമുക്ക് ഒബ്സർവ് ചെയ്യണം എന്നുള്ള രീതിക്ക് അങ്ങനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്യുക. അവർ നമുക്ക് അനുവദിക്കും ഇത്ര സമയം പറ്റുള്ളൂ, നമ്മളിൽ ഇത്ര സമയമുള്ളൂ. അപ്പോൾ അത് വീഡിയോ ആയിട്ടാണ് വരുന്നത് അതോ? അല്ല, നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമുക്കൊരു ഇമേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമേജസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രലാണ് നമ്മുടെ ഗാലക്സി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ ഉള്ളതെന്ന് ഇരിക്കുക. അത് ഭയങ്കര ദൂരെ ആയിരുന്നതുകൊണ്ട് വളരെ ഫെയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ സ്റ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് എടുക്കും, അങ്ങനെ ഒരു 10,000-100,000 ഇമേജ് എടുക്കും ഒരേ സോഴ്സിൻ്റെ തന്നെ ഒരേ പൊസിഷനിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ സിഗ്നൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ ബാക്കി ചുറ്റുമുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റാൻഡാണ്. അപ്പോൾ നമ്മളിതിലെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ സെൻറ്ററിലുള്ള സോഴ്സ് മാത്രം നമുക്ക് ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റും, ചുറ്റുമുള്ളതെല്ലാം ഏറെക്കുറെ സപ്രസ് ആയി. ഇൻട്രസ്റ്റിംഗ് ആണ്. അല്ല, ഇതിൻ്റെ ഇപ്പോൾ പേയ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെ, എന്താ ഇതിൻ്റെ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണോ അതോ ഗവൺമെൻറ്റ്സ് ആണോ, എങ്ങനെ ഇതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ വരുന്നത്? അപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യം എക്സാക്ട്ലി എനിക്കറിയില്ല എങ്ങനെയാണ് അതിൻ്റെ ടോട്ടൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യണ നേരത്തെ അല്ലെങ്കിൽ നമ്മൾ പ്രപ്പോസൽ കൊടുക്കുന്ന നേരത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറെക്കുറെ ഒരു ഫ്രീ
ആയിട്ടിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഇത്ര ഇന്ന കൺട്രീസ് ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് കുറച്ച് ഒബ്സർവിങ് ടൈം ഓൾറെഡി അലോ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് അങ്ങനെ എക്സാക്ട്ലി നമുക്ക് കാശ് കൊടുത്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ കുറച്ച് നമുക്ക് അങ്ങനെ എക്സ്ട്രാ കാശ് കൊടുത്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ചിലത് ഈ പറഞ്ഞെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതുണ്ട്. പക്ഷേ ഫ്രീ ആയിട്ട് ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമ്മളിതുപോലെ റിക്വസ്റ്റ് കൊടുത്ത് നമ്മളത് ഭയങ്കര നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടൊക്കെ വേണം ഇതാവാൻ. ഓക്കെ, ഞാനൊരു ഒറ്റ ചോദ്യം കൂടെ. ഇപ്പോൾ ബ്രോ ഇപ്പോൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ദൂരം കൂടിയിട്ടുള്ള ഗാലക്സി ഏതാണ്? ലൈക്ക് ബ്രോ നോക്കിയിട്ടുള്ള ഇമേജസിൽ? ഞാൻ നോക്കിയിട്ടുള്ള ഇമേജസിൽ ഞാൻ ഇൻ ജനറൽ വർക്ക് ചെയ്യുന്നത് വളരെ ചെറിയ വെച്ചാൽ വളരെ ചെറുതെന്ന് പറഞ്ഞാൽ സ്റ്റിൽ അതൊരു എത്രയാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഗാലക്സീസ് എല്ലാം ഒരു 100 മെഗാപാഴ്സെക് എന്ന് പറയും. അതായത് 1 മെഗാപാഴ്സെക് അതായത് വളരെ അടുത്തുള്ള ഗാലക്സീസ് ആണ്. നമ്മുടെ മിൽക്കി വേ ഗാലക്സീസും മിൽക്കി വേനേക്കാളും കുറച്ചും കൂടെ ദൂരമുള്ള ഗാലക്സീസ് അത്രയൊക്കെയാണ്. ഞാൻ വളരെ അടുത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ഗാലക്സീസ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ചും കൂടെ വലിയ ഇമേജ് കാണാൻ പറ്റും ചെറിയ ടെലിസ്കോപ്സ് വെച്ചിട്ട്. ഈ വലിയ രീതിക്ക് അത് ഇമേജ് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പേസ് ബേസ്ഡ് ടെലിസ്കോപ്സ് വെച്ച് ഇതുപോലെ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രപ്പോസലൊക്കെ എഴുതി സമയമെടുത്ത് അങ്ങനെയൊക്കെ അപ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ വളരെ ദൂരമുള്ള നമുക്ക് അറിയാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ദൂരമുള്ള ഗാലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ബാങ് ഉണ്ടായതിന് ശേഷം ഒരു സംതിങ് ഒരു 4 ലക്ഷം ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് 4 ലക്ഷം ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഗാലക്സീസ് ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെയാണ് നമുക്ക് അറിയാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ദൂരെയുള്ള ഗാലക്സീസ്. നമ്മൾ സാധാരണ രീതിക്ക് നമ്മൾ ഡിസ്റ്റൻസ് പറയുന്നതെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാക്ട്ലി നമുക്ക് വളരെ വലിയ ഡിസ്റ്റൻസുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് നമ്പറുകൾ പോരാണ്ട് വരും, അല്ലെങ്കിൽ ബില്യൺ എന്നൊക്കെ പറഞ്ഞ് പോരാണ്ട് വരും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുക എന്താണെന്ന് വെച്ചാൽ റെഡ് ഷിഫ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് നമ്മൾ 6ാം ക്ലാസ് 7ാം ക്ലാസ് ഫിസിക്സിലൊക്കെ നമ്മൾ റെഡ് ഷിഫ്റ്റിൻ്റെ ഒരു ഇത് പഠിക്കുന്നുണ്ട്. സംഭവത്തിലുള്ള വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ടോർച്ച് അടിക്കുകയാണ്. ഈ ടോർച്ചിൽ നിന്നുള്ള വേവ് ലെങ്ത് അല്ലെങ്കിൽ ടോർച്ചിൽ നിന്നുള്ള ഈ ടോർച്ചിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ സ്വഭാവം നമുക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൂരേക്ക് പോകുന്തോറും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറിക്കൊണ്ടിരിക്കും, അതുപോലെ അടുത്തേക്ക് വരുന്തോറും മാറിക്കൊണ്ടിരിക്കും. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ബ്രോയ്ക്ക് ഇപ്പോൾ ഒരു ഒരു സാധനം എടുത്തിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബ്രോയ്ക്ക്. അപ്പോൾ എനിക്കറിയാം ഞാൻ ഓരോ 10 സെക്കൻഡിലും ഓരോ ബോൾ ബ്രോയ്ക്ക് എറിഞ്ഞു തരും. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്ന് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്രോയ്ക്ക് ടൈമർ വെച്ചിട്ട് ഇതാക്കാൻ പറ്റും ഓരോ 10 സെക്കൻഡിലും ഓരോ ബോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പക്ഷേ ഞാൻ അകലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എറിയുന്ന 10 സെക്കൻഡിൻ്റെ ഡ്യൂറേഷൻ കൂടിക്കൊണ്ടിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യണം അവിടേക്ക് എത്താനായിട്ട്. ഈവൻ തോ ഞാൻ 10 സെക്കൻഡിൽ എക്സാക്ട്ലി ഞാൻ എറിയുന്നുണ്ടെങ്കിലും ബ്രോയ്ക്ക് അത് റെക്കോർഡ് ചെയ്യണ നേരത്ത് അത് 12-14 സെക്കൻഡ് ആവും. അതേസമയം ഞാൻ അടുത്ത് വന്നിട്ടാണ് എറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ ഞാൻ 10 സെക്കൻഡിൽ ഫ്രീക്വൻസിയിലായിരിക്കും എറിയുന്നുണ്ടാവുക, പക്ഷേ ബ്രോന് കുറച്ചും കൂടെ അത് കുറച്ചും കൂടെ ഫ്രീക്വൻസി അപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ലൈറ്റിന് ഇതുപോലൊരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ഈ പറഞ്ഞ കണക്കിന് നമ്മൾ അകലേക്ക് പോകുന്തോറും അടുത്തേക്ക് വരുന്തോറും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അകലേക്കുള്ള ഗാലക്സീസിനെ നമ്മളങ്ങനെ ഫ്രീക്വൻസിയിൽ എത്രത്തോളം ഷിഫ്റ്റ് വന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ റെഡ് ഷിഫ്റ്റ് എന്നാണ് അതിൻ്റെ കൺസെപ്റ്റ്. അതൊരു അതിൻ്റെ റെഡ് ഷിഫ്റ്റിൻ്റെ റേഞ്ചിൽ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 15-14 നമുക്ക് അറിയാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഫാർദസ്റ്റ് അവയുള്ള ഗാലക്സി. അത് 14-15 എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും വലിയ സംഭവമല്ല എന്നുള്ളത്, പക്ഷെ അത് ശരിക്കും വളരെ വലിയൊരു ദൂരമുള്ള ഗാലക്സിയാണ്. അതായത് ബിഗ് ബാങ് ഉണ്ടായതിനു ശേഷം നമുക്ക് ഇപ്പോഴത്തെ അറിവ് വെച്ചിട്ട് നമുക്ക് 14 ബില്യൺ ഇയേഴ്സാണ് നമ്മൾ ബിഗ് ബാങ്ങിന് ശേഷം ഉണ്ടായത്. അപ്പോൾ ഈ ബിഗ് ബാങ് ഉണ്ടായതിനു ശേഷം ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ലക്ഷം ഇയേഴ്സിലുണ്ടായ ഗാലക്സീസാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ബാക്കി 13.2 അല്ലെങ്കിൽ 13.4 സംതിങ് ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ ബില്യൺ ഇയേഴ്സ് എടുത്തിട്ടാണ് ആ ലൈറ്റ് അവിടെ നിന്ന് നമ്മുടെ അടുത്തേക്ക് എത്തിയാണത്. അപ്പോൾ ആ രീതിക്ക് വേണം അതിൻ്റെ ബിഗ് ബാങ് എന്നുള്ളത് നമ്മൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മുടെ ഇത് ഭാവിയിൽ മാറോട്ടോ, അതാണ് ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ് പറയുന്നത്. കാരണം ഈ ബിഗ് ബാങ് എന്നുള്ള ഐഡിയ വന്നിട്ട് ഇപ്പോൾ ഒരു 100 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ പല ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഐഡിയാസ് വെച്ചിട്ട് നമ്മുടെ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ള കൺസെപ്റ്റാണ് ബിഗ് ബാങ് പറയുന്നത്. ബിഗ് ബാങ് എന്നുള്ളത് നമ്മൾ പേരേക്കുന്ന പോലെ തന്നെ ഒരു പൊട്ടിത്തെറിയാണ്. അതായത് പൊട്ടിത്തെറി എന്ന് പറയുമ്പോൾ നമ്മളൊരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് എല്ലായിടത്തേക്ക് അകന്ന് പോകുക എന്നുള്ളതല്ല. യൂണിവേഴ്സിൻ്റെ എല്ലായിടത്തും ഒരേ സമയം ഒരേ ഒരു പൊട്ടിത്തെറിയാണ്. ഒരു ഒറ്റ പോയിന്റിലുള്ള ഒരു പൊട്ടിത്തെറിയല്ല, ഇത് ലോകത്ത് എല്ലാം ഒരു പൊട്ടിത്തെറിയായിരുന്നു. പിന്നെ ബിഗ് ബാങ് ഉണ്ടായതിനു ശേഷം നമ്മൾ ബിഗ് ബാങ്ങിന്റെ കഥ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബാങ് ഉണ്ടായിട്ട് 1 സെക്കൻഡിന് ശേഷമുള്ള സംഭവങ്ങളെ പറ്റി നമുക്കിപ്പോൾ ഒരു ധാരണയുണ്ട്. ഈ 1 സെക്കൻഡിന് മുന്നുള്ളത് എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 10⁻⁻11 സെക്കൻഡ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ 1 സെക്കൻഡിൽ ഞാനിപ്പോൾ ഒരു
100 അല്ലെങ്കിൽ ഒരു 10,000 കോടി പ്രാവശ്യം ഞാൻ ക്ലാപ്പ് ചെയ്യണമെന്ന് വരയ്ക്കുക. അപ്പോൾ ഒരു ക്ലാപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയം, ആ സമയം, അതായത് ബിഗ് ബാങ് ഉണ്ടായിട്ട് ആ ഒരു സമയത്തിൻ്റെ ഡിഫറൻസ്, ആ ഒരു സമയം വരെയുള്ള സംഭവങ്ങളെ പറ്റി നമുക്ക് യാതൊരു ധാരണയില്ല. പക്ഷെ അതിന് ശേഷമുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ട്. ധാരണയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തിയറീസ് ഉണ്ട് കേട്ടോ അതിനെപ്പറ്റി. പക്ഷെ തിയറി നമ്മൾ തിയറിയും ഒബ്സർവേഷൻസ് പറയുമ്പോൾ രണ്ട് രീതിക്ക് എടുക്കുക ആൾക്കാർ. അത് മാറിക്കൊണ്ടിരിക്കും ചെയ്യും. അത് തിയറീസ് പലരും ഇങ്ങനെ പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഗസ് ചെയ്യാണ് ഇതായിരിക്കാം എന്നുള്ളത്. അപ്പം നമുക്കൊരു ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് എന്താ പറയാ, പ്രൂഫ് ഇല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ജനുവരി നടന്ന ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ നടന്ന എക്സ്പെരിമെന്റ്, അത് ഈ ടൈമിൽ എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് അല്ലായിരുന്നു ഹിഗ്സ് ബോസോൺ പാർട്ടിക്കിൾ. എന്താണ് പാരിസ് അത്? ജനീവയില്, അതായത് ബ്രോ കറക്റ്റ് മീ ഫോർ റോങ്, അതായത് വലിയ ടണൽസ് വെച്ചിട്ട് പ്രോട്ടോൺസിനെ ഹൈ സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്യും. ലൈറ്റിന്റെ 99.9% സ്പീഡിലായിട്ട് ആക്സിലറേറ്റ് ചെയ്തിട്ട് കൊളിഷൻസ് നടത്തും. അപ്പൊ ബിഗ് ബാങ്ങിനെ തൊട്ട് അടുത്ത സെക്കൻഡിൽ എന്ത് നടന്നു എന്നുള്ളതിന്റെ ഇൻഫ്ലുവൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ എക്സ്പെരിമെന്റ് ചെയ്തത്. അങ്ങനെയാണ് ഹിഗ്സ് ബോസോൺ പാർട്ടിക്കിൾ കണ്ടുപിടിച്ചത്, ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ. അത് ഈ ഹിഗ്സ് ബോസോൺ എന്നുള്ള പാർട്ടിക്കിൾ നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തിയററ്റിക്കലി ഉണ്ടാവും നമ്മളിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തു. പക്ഷേ കുറേ കാലമായിട്ട് ആരും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമുക്കറിയാം അവിടെ ഉണ്ടെന്നുള്ളത്, പക്ഷെ അത് ഇതുവരെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ബ്രോ പറഞ്ഞ LHC എന്നുള്ള എക്സ്പെരിമെൻറ്റിലാണ് നമ്മൾ ആദ്യമായിട്ട് അത് 2012 തോന്നുന്നു അത് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് പിന്നെ ഈ ഗോഡ്സ് പാർട്ടിക്കിൾ എന്നുള്ളത് വിളിക്കാനായിട്ട് പ്രത്യേകിച്ച് അതിന് വേറെ ഇതൊന്നുമില്ല. ലൈക്ക് അത് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു ടെർമിനോളജി അങ്ങനെ ആയി വന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ഇന്ത്യയിൽ അത് ആദ്യം വന്ന സമയത്ത് ഈ പറഞ്ഞ കണക്കിന് ഇത് കണ്ടുപിടിച്ച സമയത്ത് ഇന്ത്യയിൽ ഇതുപോലെ കാര്യമായ ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഗോഡ്സ് പാർട്ടിക്കിൾ കണ്ടുപിടിച്ചപ്പോൾ ദൈവത്തിനാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമായ ഡിബേറ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ബിഗ് ബാങ്ങിന്റെ സമയത്ത് എന്താ സംഭവിച്ചത്? ബിഗ് ബാങ്ങിന്റെ സമയത്ത് അതാ ഞാൻ പറയുന്നത്. ബിഗ് ബാങ്ങിനെ പറ്റി നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ബിഗ് ബാങ് ഒരു പൊട്ടിത്തെറിയാണെന്നുള്ളതാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. ബിഗ് ബാങ്ങിന് ശേഷം ഒരു സെക്കൻഡിന് ശേഷമുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണയുണ്ട്. ലൈക്ക് ഈവൻ മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഒരു കുറച്ച് ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണയുണ്ട് എന്താണ് എന്നുള്ളത്. പക്ഷേ എക്സാക്ട്ലി ബിഗ് ബാങ്ങിൻ്റെ മൊമെൻറ്റ്, അതായത് ഒരു എക്സാക്റ്റ് ആ ബിഗ് ബാങ്ങിൻ്റെ മൊമെൻറ്റിലുള്ള എന്താണെന്നുള്ളത് നമുക്ക് തിയറീസ് തന്നെ ഈ പറയുകയാണെങ്കിൽ ഫെയിൽഡ് ആയിട്ടുള്ള തിയറീസ് ആണെന്ന് ഞാൻ പറയുള്ളൂ. സക്സസ്ഫുൾ ആയിട്ടൊരു തിയറി ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ ഇല്ല. അതായത് എൻ്റെ അറിവ് വെച്ചിട്ടോ. ചിലപ്പോൾ അത് ഓരോരുത്തർക്ക് പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. കാരണം വെച്ചാൽ ഫോർ ഇൻസ്റ്റൻസ് സ്ട്രിങ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള തിയററ്റിക്കൽ ഫിസിക്സിന് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ വേറെ ആൻസർ ആയിരിക്കും പറയുന്നുണ്ടാവാം. പക്ഷേ ഇതിനൊന്നും നമുക്ക് ഒബ്സർവേഷണലി ഇതുവരെ ഒരു വെരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അത് ഇൻ ജനറൽ ആയിട്ട് അങ്ങനെ ഇതാക്കില്ല. പക്ഷേ ഇപ്പോൾ വൈഡ്ലി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബാങ് ആണല്ലേ, അതായത് യൂണിവേഴ്സിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് സ്റ്റഡി സ്റ്റേറ്റ് യൂണിവേഴ്സ് ആയിരുന്നു, അതായത് ഇൻഫിനിറ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സ് ആയിരുന്നു. വൈഡ്ലി അക്സെപ്റ്റ് ചെയ്തത് ബിഗ് ബാങ് ആണല്ലോ അല്ലേ? അതെ, നമ്മൾ ബിഗ് ബാങ് എന്നുള്ള ഐഡിയ വന്നത് ഈ വേൾഡ് വാർ 2 കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബാങ് എന്നുള്ള ഐഡിയ. അതിന് മുന്നേ കുറച്ചുണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരു 1920-30 ആ കാലഘട്ടത്തിൽ ഹബിൾ എന്ന് പറഞ്ഞൊരു ഒരു ഇംഗ്ലീഷ് ആസ്ട്രോണമർ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആളെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്കിന് ഗാലക്സീസ്, ആ സമയത്തൊരു വലിയ ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഐലൻഡ് യൂണിവേഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ടോപ്പിക് ഡിബേറ്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മിൽക്കി വേ എന്നുള്ള ഗാലക്സി, നമ്മളിപ്പോൾ നിൽക്കുന്നത് മിൽക്കി വേ എന്നുള്ള ഗാലക്സിയാണ്. ഇതാണ് ലോകത്തുള്ള വലിയൊരു ഗാലക്സി. ബാക്കി നമ്മളെല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നമ്മൾ കാണുന്ന സ്റ്റാറുകളും എല്ലാം ഇതിൻ്റെ പാർട്ടാണ്. വേറെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ മിൽക്കി വേ ആണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് മിൽക്കി വേ ജസ്റ്റ് ഒരു ഗാലക്സിയാണ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഗാലക്സീസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തത് ഈ ഹബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ആള് ഈ ഗാലക്സീസിനെല്ലാം നോക്കിയപ്പോൾ ഈ ഗാലക്സീസ് എല്ലാം നമ്മൾ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഗാലക്സീസും ഇപ്പം നമ്മൾ ഇവിടെയാണെങ്കിൽ ഇവിടെ ഒരു ഗാലക്സി, ഇവിടെ ഒരു ഗാലക്സി, ഇവിടെ ഒരു ഗാലക്സി, എല്ലാ ഗാലക്സീസും നമുക്ക് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആള് നോക്കുമ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്നുള്ള ആൾ ഒബ്സർവേഷനിൽ ഇത് റിപ്പോർട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ തിയററ്റിക്കലി ഐൻസ്റ്റീനും അതുപോലെ തന്നെ ലെമാട്രെ എന്ന് പറഞ്ഞിട്ട് വേറൊരാളും ഫ്രീഡ്മാൻ എന്ന് പറഞ്ഞ വേറൊരാളും ഇവരൊക്കെ തിയററ്റിക്കലി ഇത് ഇങ്ങനെ ഉണ്ടാവാം എന്നുള്ളത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഐൻസ്റ്റീൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐൻസ്റ്റീൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന യൂണിവേഴ്സ് അങ്ങനെ എക്സ്പാൻഡ് ഒന്നും ചെയ്യില്ല, യൂണിവേഴ്സ് അങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ആള് അതിൻ്റെ പേരിൽ കുറച്ച് ഡിബേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആള് ഇത് ഒബ്സർവേഷനിൽ വെരിഫൈ ചെയ്തപ്പോൾ ഐൻസ്റ്റീനും ആ വഴിക്ക് വന്നു. ആദ്യമായിട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഉപയോഗിച്ചിട്ടാണ് ഈ ലെമാട്രെ ആണെങ്കിലും അതുപോലെ ഫ്രീഡ്മാൻ ആണെങ്കിലും ഇവരൊക്കെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുള്ള ജനറൽ റിലേറ്റിവിറ്റി വെച്ചിട്ട് അവരിങ്ങനെ എങ്ങനെ ഗാലക്സീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യണമെന്നുള്ള ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവരാണ്. പക്ഷേ ഒബ്സർവേഷനിൽ ഇത് ആദ്യമായിട്ട് വെരിഫൈ ചെയ്ത് ഈ ഹബിൾ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അതിൻ്റെ ഐഡിയ വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഗാലക്സീസ് എല്ലാം അകന്നകന്ന് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ടൈം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതോറും അകന്നകന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ടൈം ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം അടുത്തടുത്തായിരിക്കണം. അപ്പോൾ അങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ എന്തായാലും ഇതൊരു പൊട്ടിത്തെറിയുന്നതായിരിക്കണം. അപ്പോൾ ആ ഒരു ഐഡിയ നിന്നാണ് ഇങ്ങനെ ബിഗ് ബാങ് ഉണ്ടാവാം എന്നുള്ളൊരു ഐഡിയ വന്നത്. ഇത് സ്റ്റീഫൻ ഹോക്കിംഗ് കൂടിയല്ലേ ഇതിൽ ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയത്? മറ്റേ മൂപ്പര് തന്നെ ഒരു ബയോപിക് ഉണ്ട്, തിയറി ഓഫ്
എവറിത്തിങ്. അതിൽ ഈ കാര്യം പറയുന്നുണ്ട്, ക്ലോക്ക് റിവൈൻഡ് ചെയ്തിട്ട് ഒരു സിംഗുലാരിറ്റി ഇത് ഒറിജിനേറ്റ് ചെയ്തു എന്ന് പറയണം. അതെ, അത് ഈ ഹോക്കിങ്ങിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സെൻട്രലുള്ള ഒരു സിംഗുലാരിറ്റി ആണെന്നുള്ളതാണ് ഹോക്കിങ്ങിന്റെ കോൺട്രിബ്യൂഷൻ. ഈ അകന്നു പോകുന്നു എന്നുള്ളത് ഹോക്കിങ്ങിന് മുന്നേ ഉണ്ടായിരുന്ന ഐഡിയ. അതായത് ഈ ലെമാട്രെ എന്ന് പറഞ്ഞുള്ള ആളും അതുപോലെ തന്നെ ഈ ഹബിൾ, ഇവരൊക്കെയാണ് ഇത്. ഹബിളില്ല അധികം, ഈ ലെമാട്രെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെൽജിയൻ ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. ആളായിരുന്നു ഈ അകന്നകന്ന് പോവാണ്, അപ്പൊ അതുകൊണ്ട് ഒരു ബിഗിനിങ് ഉണ്ടാവണം എന്നുള്ളൊരു ഐഡിയയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ആ സമയത്ത് പക്ഷേ ആൾക്കാർ അത് അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ സമയത്തുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സയൻസിന് ഒരു ഇൻ ജനറൽ ഒരു പ്രശ്നം എന്താണെന്ന്, പ്രശ്നമല്ല നല്ല കാര്യമാണ്, അതായത് നമുക്ക് ഒബ്സർവേഷൻസ് വേണം, ഇത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റണം. വെറുതെ നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ സമയത്തൊക്കെ കോസ്മോളജി എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ മാത്തമാറ്റിക്കലി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കാരണം ഇതൊന്നും നമ്മൾ ഒബ്സർവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊന്നും പ്രൂവ് ചെയ്യാനോ പോകണില്ല എന്നുള്ള രീതിക്കായിരുന്നു ആൾക്കാർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഗലീലിയോന്റെ ടൈമിലൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് ഭൂമി എന്താ പറയുക, സൂര്യൻ ഭൂമിയിലാണ് ചുറ്റുന്നത്. അപ്പൊ ആ സമയത്ത് സ്റ്റഡീസ് വന്നിട്ടാണ് അല്ല എന്നുള്ളത് സൂര്യനാണ് ചുറ്റുന്നത്. അപ്പൊ ഈ ഭൂമി ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടെ വെരിഫൈ വെച്ചാൽ ഇപ്പൊ ഗലീലിയോന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗലീലിയോന്റെ സമയത്ത് കെപ്ലർ എന്ന് പറഞ്ഞിട്ട് അതിനേക്കാളും മുന്നേ വേറൊരു ആളുണ്ടായിരുന്നു. അപ്പൊ ഈ കെപ്ലറിന്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ടൈക്കോ ബ്രാഹെ എന്ന് പറഞ്ഞിട്ട്. ആള് എത്ര കൊല്ലാന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആളൊരു 10-60 കൊല്ലം ഇരുന്നിട്ട്, 60 ഉണ്ടാവില്ല ഞാൻ പറയുന്നതാണ്, പക്ഷെ കുറേ കാലത്ത് ഇരുന്നിട്ട് ആൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഗ്രഹങ്ങളുടെയും പൊസിഷൻ എങ്ങനെയാണ് മൂവ് ചെയ്യണം എന്നുള്ളത് ഇരുന്ന് റെക്കോർഡ് ചെയ്തു. ആ റെക്കോർഡ് ചെയ്തത് ആൾ കുറേ കാലം ഇങ്ങനെ പീരിയോഡിക്കലി റെക്കോർഡ് ചെയ്തതാണ്. അതിൽ നിന്ന് ആൾ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ എടുത്തു, ഓക്കെ ഇത് എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ രീതിക്കാണ് മൂവ് ചെയ്യണം എന്നുള്ള രീതിക്ക് കെപ്ലർ ഒരു 3 പ്ലാനറ്ററി ലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവേഷനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നമ്മൾ സയൻസ് ആയിട്ട് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒബ്സർവേഷനിൽ അത് വെരിഫൈ ചെയ്യണം. തിയററ്റിക്കലി നമ്മളൊരു സാധനം പറയുമ്പോൾ നമ്മളത് ഓക്കെ ഇങ്ങനെ ആവാം എന്നുള്ള പോസിബിലിറ്റീസ് ആണ് പറയുന്നത്. നമുക്ക് എക്സ്പെരിമെന്റലി അത് വെരിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് ഇൻ ജനറൽ നമ്മളത് അങ്ങനെ ആൾക്കാർ അക്സെപ്റ്റൻസ് കുറവായിരിക്കും പൊതുവെ. അത് നമ്മുടെ തന്നെ ഈ പറഞ്ഞ കണക്കിന് ഇപ്പോൾ ഈ സ്റ്റഡി സ്റ്റേറ്റ് തിയറി നേരത്തെ നമ്മൾ ബിഗ് ബാങ്ങിന്റെ അടുത്ത് പറയുന്ന നേരത്ത് നാർലിക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ തിയറി ഓഫ് എവരിത്തിങ് കണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ എക്സാക്ട് സീൻ എനിക്ക് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. ആളൊരു കോറിഡോറിൽ കയറി പോണ ഒരു ഇന്ത്യക്കാരൻ നിൽക്കണ കാണാൻ പറ്റും. അത് ഈ നാർലിക്കർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. സ്റ്റീഫൻ ഹോക്കിങ് ഉള്ള സമയത്ത് തന്നെ നാർലിക്കർ അവിടെ PhD ചെയ്തിരുന്ന ഒരാളാണ്. ആള് ഭയങ്കര അടിപൊളി സയന്റിസ്റ്റ് ആയിരുന്നു. ഈ അടുത്ത് ആള് മരിച്ചു. അപ്പൊ ആള് സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ ഒരു വലിയ പ്രൊപ്പണന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ആളായിരുന്നു സ്റ്റഡി സ്റ്റേറ്റ്. ആളും ആളുടെ പ്രൊഫസറും, ഫ്രെഡ് ഹോയിൽ എന്ന് പറഞ്ഞ ആളുടെ പ്രൊഫസറും കൂടെ ആയിരുന്നു ഈ സ്റ്റഡി സ്റ്റേറ്റ് തിയറി മെയിനായിട്ട് ഇതായിരിക്കാം ശരിയായ തിയറി, ബിഗ് ബാങ് അല്ല എന്നുള്ള രീതിക്ക്. യൂണിവേഴ്സ് എക്കാലത്തും ഇൻഫിനിറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഒരു ബിലീഫ് മാറിയതാണ് ബിഗ് ബാങ്. അപ്പൊ ഇവർ രണ്ടുപേരും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് രണ്ടുപേരും കോമ്പീറ്റിംഗ് ആയുള്ള ആൾക്കാരായിരുന്നു. അതായത് ഇവർ പറഞ്ഞു ബിഗ് ബാങ് ആണ് ഉണ്ടായത്, മറ്റവർ പറഞ്ഞു ഇതല്ല ബിഗ് ബാങ് അല്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു. പിന്നീട് നമുക്ക് ഒബ്സർവേഷനലി വെരിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ബിഗ് ബാങ് ഉണ്ടായ സമയത്ത്, പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടായതിനു ശേഷം ഒരു 3 ലക്ഷം അല്ലെങ്കിൽ ഒരു 4 ലക്ഷം ഇയേഴ്സ് കഴിയുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ലൈറ്റ് നമ്മളെന്ന് വെച്ചാൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ലൈറ്റ് കുറേയൊക്കെ ഇത് ലൈറ്റ് മാറ്ററായിട്ട് ഇൻട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മാറ്റർ നമ്മൾ ആറ്റംസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സ് ഉണ്ടായി ഒരു 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ ലൈറ്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തുള്ള മാറ്ററിൽ നിന്ന് ഡീകപ്പിൾ ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കിന് അതിലുള്ള ഇൻട്രാക്ഷൻ നിർത്തി. അതായത് അതുവരെ ഈ പറഞ്ഞ കണക്കിന് മാറ്ററും അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ആറ്റംസും ആ സമയത്ത് ഉണ്ടായിരുന്ന ആറ്റംസ് അല്ല എക്സാക്ട്ലി, ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോൺ അങ്ങനത്തെ പാർട്ടിക്കിൾസ് ആയിരുന്നു. അപ്പോൾ ഈ പ്രോട്ടോൺ ന്യൂട്രോൺ പാർട്ടിക്കിൾസ് എല്ലാത്തിനും കൂടി ഇൻട്രാക്ട് ചെയ്തിരുന്നു ലൈറ്റ്. ഈ 3 ലക്ഷം ഇയേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും യൂണിവേഴ്സ് ഇങ്ങനെ കൂൾ ഡൗൺ ചെയ്തു തുടങ്ങി. അതായത് യൂണിവേഴ്സിന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എനർജി ഡെൻസിറ്റി കുറഞ്ഞു തുടങ്ങി. അപ്പോൾ കുറഞ്ഞു തുടങ്ങിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റംസ് ഫോം ചെയ്യാനുള്ള ടെമ്പറേച്ചർ എത്തും. അപ്പോൾ ആ ടെമ്പറേച്ചർ എത്തിയ സമയത്ത് എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ ലൈറ്റിന് എന്താ പറയുക ഇതായിട്ട് മാറ്ററായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ലൈറ്റ് എല്ലാം പറഞ്ഞ കണക്കിന് ഇപ്പോൾ ഒരു റേഡിയേഷൻ പോലെ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ പോലെ നമ്മുടെ യൂണിവേഴ്സിൽ എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും ഇതുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ ബിഗ് ബാങ് ആണ് ആദ്യമായിട്ട് ഉണ്ടായത്, സ്റ്റഡി സ്റ്റേറ്റ് അല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ബിഗ് ബാങ് ആണ് കറക്റ്റ് ആയിട്ടുള്ള തിയറി, സ്റ്റഡി സ്റ്റേറ്റ് അല്ല എന്നുള്ള ഒബ്സർവേഷണൽ വെരിഫിക്കേഷൻ വന്നത്. ഈ നമ്മൾ ഈ റേഡിയേഷൻ നമ്മൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്നാണ് പറയുക. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അത് കണ്ടുപിടിച്ച സമയത്ത് ഈ പറഞ്ഞ കണക്കിന് കണ്ടുപിടിച്ച ആൾക്കാർക്ക് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അറിയണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവരത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്ത എക്സ്പെരിമെൻ്റ് അല്ല അത് കണ്ടുപിടിച്ചത്. അവർ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു സാധാ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഒരു ആൻറ്റിന ക്രിയേറ്റ് ചെയ്തായിരുന്നു. നാട്ടിലെ പോലെ അല്ല, കുറേയും കൂടി ഭയങ്കര അടിപൊളിയായിട്ടൊരു ആൻറ്റിന ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അവരുടെ ഐഡിയ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള റേഡിയോ സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്യുക, അതുപോലെ എമിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ റേഡിയോ സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റിന്റെ അവരുടെയായിരുന്നു അവരുടെ റിസർച്ച്. അപ്പോൾ അവരുടെ റിസർച്ച് അനുസരിച്ചിട്ട്
എല്ലാ സിഗ്നലും എല്ലാ നോയ്സും അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടാവണം. പ്രത്യേകിച്ച് യാതൊരു നോയ്സും ഉണ്ടാവാൻ പാടില്ല. കംപ്ലീറ്റ്ലി 0 നോയ്സ് ആയിരിക്കണം എന്നുള്ള രീതിക്കാണ് അവർ ഇൻസ്ട്രുമെന്റ് ഡിസൈൻ ചെയ്തത്. അത്രയും പ്രിസിഷനോടുകൂടി അവർ ചെയ്തിട്ട് അവർ പോയിട്ട് അതിൻ്റെ ഡാറ്റ നോക്കിയപ്പോൾ ഒരു സിഗ്നൽ മാത്രം അല്ലെങ്കിൽ ഒരു നോയ്സ് മാത്രം ഇങ്ങനെ എല്ലായിടത്തും ഒരേ സമയം, പകലാണെങ്കിലും ഇരുട്ടാണെങ്കിലും ഭൂമിയുടെ ഏത് ഡയറക്ഷനിലേക്ക് വെച്ചാലും എപ്പോഴും ഈ സാധനം ഒരു നോയ്സ് മാത്രം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താന്ന് അവർക്ക് വലിയ ധാരണ കിട്ടിയില്ല. അപ്പൊ ആ സമയത്ത് തന്നെ വേറൊരു ടീം ഇതുപോലെ തന്നെ ജെയിംസ് പീബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആൾക്ക് എടുത്ത് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇത് 1964-65 കാലഘട്ടത്തില്. അപ്പൊ ആളും അവര് അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം കോൺടാക്ട് ചെയ്തു. അവർക്ക് അറിയണ്ടായിരുന്നില്ല ഇത് ഇങ്ങനൊരു സംഭവം ആയിരിക്കും എന്നുള്ളത്. ഇത് ഓൾറെഡി ഒരു തിയറിറ്റിക്കലി പ്രഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഇവരുടെ അടുത്ത് മറ്റവര് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഇതായിരിക്കാനാണ് ചാൻസ് എന്നുള്ളത്. എന്നിട്ട് ഇവർ വന്ന് ഇവരെ വിസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതാണെന്നുള്ളത് വെരിഫൈ ചെയ്തു. അതിനുശേഷം ഇതാണെന്നുള്ളത് അവർ വെരിഫൈ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇത് എക്സാക്ട്ലി ഇതിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു സ്പേസിലേക്ക് ഒരു ടെലിസ്കോപ്പ് വിട്ടു ഈ എക്സാക്ട്ലി ഈ റേഡിയേഷനെ മാത്രം ഡിറ്റക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നോക്കി കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ നിന്നാണ് നമ്മൾ 360 ഡിഗ്രി അല്ലെങ്കിൽ യൂണിവേഴ്സിന് ഏത് ഡയറക്ഷൻ നോക്കിയാലും ഇതുപോലെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റേഡിയേഷൻ യൂണിവേഴ്സിൻ്റെ എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ചുറ്റുമാണെങ്കിലും അല്ലെങ്കിൽ യൂണിവേഴ്സിന് ഏത് പോയിന്റിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഒരു സാധനം നിൽക്കുന്നുണ്ട്. ഇതെന്നുള്ളത് വേറൊരു നമ്മുടെ യൂണിവേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ച സമയത്ത് ഐൻസ്റ്റീനും അല്ലെങ്കിൽ ഈ ഫ്രീഡ്മാൻ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ഐഡിയ ഉണ്ടായിരുന്നു അവർക്ക്. അതായത് യൂണിവേഴ്സ് എല്ലായിടത്തും ഒരേപോലെയാണെന്നുള്ളത്. അതായത് യൂണിവേഴ്സിൽ ഒരു സ്പെഷ്യൽ പോയിന്റ് ഇല്ല. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് സമയത്ത് നമ്മൾ സോളാർ സിസ്റ്റം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ ഭൂമി എന്നുള്ളൊരു സ്പെഷ്യലാണ്, നമുക്ക് ചുറ്റാണ് എല്ലാവരും കറങ്ങണമെന്നുള്ള ഐഡിയ ആയിരുന്നു. പിന്നെ സൂര്യൻ സ്പെഷ്യലാണ്, സൂര്യന് ചുറ്റാണ് എല്ലാവരും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് മിൽക്കി വേ ആണെന്ന് മനസ്സിലായി, മിൽക്കി വേ ചുറ്റും നമ്മളെല്ലാവരും കറങ്ങിക്കൊണ്ടിരിക്കാൻ മനസ്സിലായി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഫോക്കസ് ഒരു പോയിന്റ് ഉണ്ട്, അതായത് എല്ലാവരും ഇതിന് ചുറ്റാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പോയിന്റ് എന്നുള്ളത്. പക്ഷേ ഈ കോസ്മോളജിയുടെ ഒരു അസംഷൻ എന്തായിരുന്നു വെച്ചാൽ അങ്ങനെ യൂണിവേഴ്സിൽ ഒരു സ്പെഷ്യൽ പോയിന്റ് ഇല്ല, എല്ലായിടത്തും എല്ലാം ഒരേപോലെയാണ്. അതിന് നമ്മൾ ഹോമോജനസ് ആൻഡ് ഐസോട്രോപിക് എന്നാണ് പറയുക. അതായത് യൂണിവേഴ്സ് ലാർജർ സ്കെയിൽ, അതായത് വളരെ വലിയ ദൂരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡയറക്ഷനിൽ പോയിട്ട് നമ്മൾ നോക്കിയാലും നമുക്ക് യൂണിവേഴ്സിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് യൂണിവേഴ്സിൻ്റെ ഒരു സെക്ഷൻ എടുത്തിട്ട് നമ്മുടെ അടുത്ത് ഇതാണോ ഈ റീജിയൺ ഇതാണോ റീജിയൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്നല്ല, ഇൻ ജനറൽ തിയററ്റിക്കലി ഓർ മാത്തമാറ്റിക്കലി ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കണം. രണ്ടും കണ്ടും ഒരേപോലെ ഇരിക്കണം, അല്ലെങ്കിൽ രണ്ടും എല്ലാം ഒരേപോലെ ഇരിക്കണം. ഗാലക്സീസ് എല്ലാം ഒരേപോലെ ആയിരിക്കണം എന്നാണോ പറയുന്നത്? ഗാലക്സീസ് അല്ല, ഗാലക്സിയുടെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്കെയിലാണ്. ഇതിപ്പോൾ അത് കോസ്മോളജിയിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ ശരിക്കും മണ്ടത്തരമായിട്ട് തോന്നും. കാരണം വെച്ചാൽ ഇപ്പം നമുക്ക് ചുറ്റും നോക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേപോലെ ഇരിക്കുന്നത്, നമ്മളെല്ലാം പല പല രീതിയിൽ വളരെ ലാർജ് സ്കെയിൽ നോക്കുമ്പോൾ നമ്മൾ എല്ലാം ഒരേപോലെ ഇരിക്കണം. ഗാലക്സി വരെ ഒരു ഡോട്ട് പോലെ ഇരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു രീതിക്ക് നോക്കുമ്പോൾ എല്ലായിടത്തും ഉള്ള ഗാലക്സീസിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു ബോക്സ് എടുത്തു, ആ ബോക്സിലുള്ള ഗാലക്സിയുടെ എണ്ണം യൂണിവേഴ്സിന്റെ ഏത് ഡയറക്ഷനിൽ പോയാലും മാറാൻ പാടില്ല. അതാണ് ഇൻ ജനറൽ ഒരു ഐഡിയ. ഇതിന്റെ സൈസ് വളരെ ബില്യൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ചെറുത്, പക്ഷേ ഇതിന്റെ ആക്ച്വൽ സൈസ്, ഇപ്പോൾ ഇതിന്റെ സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മളെ ആൻഡ്രോമഡ എന്ന് പറയുന്ന ഗാലക്സി അല്ലേ, അത് നമ്മുടെ മിൽക്കി വേക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. 400 ഇയേഴ്സിന് ശേഷം, അല്ല 400 ബില്യൺ ഇയേഴ്സിന് ശേഷം ഇത് കൊളൈഡ് ചെയ്യുമെന്ന് പറയുന്നു. ഇത് കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ പോലും, ഇത് ഒരുമിച്ചാവുകയാണെങ്കിൽ പോലും ഇതിൻ്റെ അകത്തുള്ള നക്ഷത്രങ്ങൾ തമ്മിൽ ഒരിക്കലും ഇത് കൂട്ടിമുട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നത്. കാരണം അത്രയും സ്പേസ് ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഇത്രയും സ്പീഡിൽ വന്ന് ഇത് കൊളൈഡ് ചെയ്യുമ്പോൾ 400 ബില്യൺ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഒരിക്കലും ഇത് തമ്മിൽ കൂട്ടിമുട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത്രയും സ്പേസ് ഇതിൻ്റെ ഇടയിലുണ്ട്. അതെ, നമ്മളെ ഈ സ്പേസ് എന്നുള്ളത് നമുക്ക് ചില നേരത്ത് നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്ന നേരത്താണെങ്കിൽ നമ്മൾ നമ്പേഴ്സൊക്കെ എങ്ങനെ എഴുതിപ്പോൾ 10⁻42 10⁻26 എന്നൊക്കെ അങ്ങനെ എഴുതിപ്പോൾ. പക്ഷേ ഇതിൻ്റെ എക്സാക്ട്ലി അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഇമാജിനേഷൻ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഈ കോസ്മോളജിക്കൽ പ്രിൻസിപ്പിൾ ആണെങ്കിൽ അതുപോലെ തന്നെയാണ്, അത് ലാർജർ സ്കെയിലാണ് ഇത് വർക്കാവുള്ളൂ. അപ്പോൾ ഇവർ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഒരു ഐഡിയ പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവർ വിചാരിച്ചു ഓക്കെ ഇങ്ങനെ ആയിരിക്കാം, കാരണം അതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേറെ കാര്യം കൂടി ഉണ്ട്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള നമുക്കൊരു സാധനം ചെയ്യാൻ തുടങ്ങാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളത് എല്ലാം ഒരേപോലെയാണെന്ന് വിചാരിക്കുക എന്നുള്ളതാണ്. ഈ ലൈറ്റ് ഇയേഴ്സ് എങ്ങനെ അവർ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ സ്പേസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പ്ലാനറ്റ് അല്ലെങ്കിൽ ഒരു ഗാലക്സി മറ്റൊരു ഗാലക്സിക്കോ നമ്മൾ ലൈറ്റ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ഒരു ലൈറ്റ് ഇയർ എത്ര ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ആണെന്നുള്ളത് ഇതാക്കാനായിട്ട് ലൈറ്റിന്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അത് നമുക്ക് ചെയ്യാനായിട്ട് ഈവൻ സ്പേസോ അല്ലെങ്കിൽ അതും വേണമെന്നില്ല, നമുക്ക് ഈവൻ അല്ലാണ്ട് തന്നെയുള്ള എക്സ്പെരിമെന്റ്സ് ഉണ്ട്. നമ്മൾ പക്ഷേ ഒരു ഗാലക്സി എത്ര ഡിസ്റ്റൻസിലാണെന്നുള്ളത് എക്സാക്ട്ലി മെഷർ ചെയ്യാനായിട്ട് വളരെ ലോക്കൽ ഗാലക്സീസ് ആണെങ്കിൽ നമുക്ക് പറ്റും. അതായത് വളരെ ലോക്കൽ ഗാലക്സി എന്ന് ഞാൻ ലോക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോക്കൽ യൂണിവേഴ്സിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൊക്കാലിറ്റിയിൽ അടുത്തുള്ളത് ലോക്കൽ, അത് പറയുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്.
അപ്പോൾ നമ്മൾ ലോക്കൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ലോക്കൽ യൂണിവേഴ്സ് ആണ് നമ്മൾ ഇൻ ജനറൽ പറയാം. അപ്പോൾ ഈ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഗാലക്സീസിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതാവാൻ പറ്റും. അതായത് ചില സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാറുകളുണ്ട്, സെഫിഡ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ സെഫിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രാത്രി നക്ഷത്രങ്ങളിൽ തിളങ്ങണതും ഇതാവണം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സെഫിഡ്സ് ഈ പറഞ്ഞ കണക്കിന് സ്റ്റാർ അതിൻ്റെ ലുമിനോസിറ്റി അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഇങ്ങനെ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ പീരീഡ് എന്നുള്ളത് നമുക്ക് എക്സാക്ട്ലി എത്രയാണെന്ന് അറിയാം. അതായത് ഇതിൻ്റെ പീരീഡ് നമുക്ക് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ എത്ര ടൈം പീരീഡിലാണ് ഇതിങ്ങനെ കൂടുന്നത്, എത്ര പീരീഡിലാണ് കുറയുന്നതിന് പിടി കിട്ടും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എക്സാക്ട്ലി ആ സ്റ്റാറിൻ്റെ ഉള്ളിൽ എത്രത്തോളം ലൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ എത്രത്തോളം ലൈറ്റ് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആ ബ്രോൻ്റെ ഇപ്പോൾ ആ കപ്പിലാണ് ഒരു ലൈറ്റ് ഇരിക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ടോർച്ച് അവിടെ നിന്ന് അടിക്കുകയാണെന്നായിരിക്കുക. ഇവിടത്തേക്ക് അടിക്കുമ്പോഴേക്കും അതിൻ്റെ ലൈറ്റ് ഇവിടേക്ക് ഞാൻ എത്തുന്നത് കുറഞ്ഞുകൊണ്ടുണ്ടാവും, കാരണം ദൂരം കൂടുതലാണല്ലോ. അതുപോലെ തന്നെ ആ ടോർച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ആ കപ്പ് കുറച്ചും കൂടെ ദൂരെയാണ് ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് കൂടുതലായിട്ട് കുറയും. നമുക്കപ്പോൾ തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഓക്കെ ഇത് അതിൻ്റെ ടോട്ടൽ ലൈറ്റ് എത്രയാണ്, നമുക്ക് ഇവിടെ കിട്ടിയ എത്ര ലൈറ്റ് എത്രയാണ്, ഇത് രണ്ടും അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്റ്റൻസ് എക്സാക്ട്ലി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ഈ സ്റ്റാറിൻ്റെ മാസ് എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്റ്റാറിൽ നിന്ന് വരുന്ന ടോട്ടൽ ലൈറ്റ് എത്രയാണെന്നുള്ളത് ഇത്രയായിരിക്കാം, ആ സ്റ്റാറിൽ നിന്ന് ഇത്ര ലൈറ്റ് ഉണ്ടാവണം, ആ ലൈറ്റിൽ നിന്ന് ഇത്ര നമുക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം എത്രത്തോളം കുറഞ്ഞു പോയിട്ടെന്നുള്ള ഒരു അസംഷനിൽ നമുക്ക് ആ ഡിസ്റ്റൻസ് ഇതാക്കാൻ പറ്റും. ഞാനൊരു കാര്യം, ഇപ്പോൾ ബ്രോ സ്റ്റാറിനെ പറ്റി പറഞ്ഞല്ലോ, ശരിക്ക് ഇപ്പോൾ ഇന്ത്യ കാഴ്ചപ്പാടിൽ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറിന് സ്പെസിഫിക് ഷേപ്പോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുറേ ഐലൻഡ് ഇങ്ങനെ പരന്ന് കിടക്കുന്ന പോലെയല്ലേ സ്പേസിൽ സ്റ്റാർസും കിടക്കുന്നത്. ഒരു സ്റ്റാർ എന്ന് പറയുമ്പോൾ അതിന് സ്പെസിഫിക് ഷേപ്പ്, റൗണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്ലാനറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ റൗണ്ട് ഷേപ്പ് അങ്ങനെയൊന്നുമില്ലല്ലോ സ്റ്റാറിന്. ശരിക്കും സ്റ്റാർ എന്താണ് ശരിക്കും? സ്റ്റാർ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാസ്മ എന്ന് പറയും. നമുക്ക് വെച്ചാൽ ഒരു ലാൻഡ് ആവണമെന്നില്ലല്ലോ, ലാൻഡ് അല്ല. അതായത് ഇപ്പൊ നമ്മൾ തീയില്ലേ, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ തീയാണ്. തീന്ന് നമ്മൾ പറയണത്, നമ്മൾ തീ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ അടുത്ത് തീ കാണിച്ചിട്ട് തീയുടെ ശരിക്കുള്ള ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് 3 ഇതാണ് അറിയുക. ഒന്നല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഗ്യാഷ്യസ് ആയിട്ടുള്ളത്. ഇപ്പോൾ തീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഐഡിയ. വെച്ചാൽ തീ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്ലാസ്മ എന്നുള്ള വേറൊരു 4ാമത്തെ സ്റ്റേറ്റാണ്, അല്ലെങ്കിൽ എക്സാക്ട്ലി അതല്ല, പക്ഷെ എന്നാലും പ്ലാസ്മ എന്നുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി പ്ലാസ്മയാണ്. അതായത് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയതുകൊണ്ട് അവിടെ ഈ പറഞ്ഞ കണക്കിന് എല്ലാ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസും ആറ്റോമിക് പാർട്ടിക്കിൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കളക്ഷൻ ഓഫ് ഇതായിട്ട് കിടക്കുകയായിരിക്കും. അപ്പോൾ അതിനൊരു സ്പെസിഫിക് ഷേപ്പ് ഇല്ല, അത് ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് ഇങ്ങനെ പറന്ന് കളിക്കുന്ന പോലെ ഇങ്ങനെ പറന്ന് കളിക്കുകയാണ് ലൈക്ക്. എക്സാക്ട്ലി ഷേപ്പ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഭൂമി നമ്മൾ വളരെ ദൂരെ നോക്കി നമുക്ക് ആർക്കും റൗണ്ട് അല്ല, ഒരു ഇതുപോലെ തോന്നും. അപ്പോൾ എക്സാക്ട്ലി ഷേപ്പ് എന്താണെന്ന് വെക്കുന്നതനുസരിച്ച് നമ്മൾ എത്രത്തോളം പ്രിസൈസ് ആയിട്ട് നമ്മൾ നോക്കണമെന്നനുസരിച്ചിരിക്കും. അതായത് നമ്മൾ വളരെ ദൂരെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ആയിട്ട് എടുക്കാൻ പറ്റും. അതേസമയം വളരെ ദൂരെ നിന്നാണ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ലൈക്ക് ഒരു ഷേപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സൂര്യൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്ലാസ്മ അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പ്ലാസ്മ എന്നുള്ള സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക ഇൻ ജനറൽ ടോട്ടൽ അതിൻ്റെ ഇതുള്ളത്. അപ്പോൾ ഈ പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് പോലെയാണ്, അത് ഒഴുകി കിടക്കും ആ സംഭവമാണ്. അപ്പോൾ നമുക്ക് ഒരു ലിക്വിഡ് ആയിട്ടുള്ള സംഭവത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നമ്മുടെ ബേസിക് ഫിസിക്സ് അനുസരിച്ചിട്ട് എല്ലാം റൗണ്ടായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ വെള്ളത്തോട് എടുക്കുകയാണെങ്കിൽ അതും റൗണ്ടാണ്. അപ്പോൾ ഈ ഒഴുകുന്ന സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് നമ്മുടെ സർഫസ് ടെൻഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇതല്ല, എക്സാക്ട്ലി സിമിലർ അനോളജി അല്ല. കാരണം വെച്ചാൽ സ്റ്റാറിനുള്ളിൽ സംബന്ധിച്ച് സ്റ്റാറിനുള്ളിൽ ഈ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ പ്രഷറും ഉണ്ട്. അതായത് ഈ ഇതിലുള്ള എല്ലാ മെറ്റീരിയലിലും സ്റ്റാറിൻ്റെ ഗ്രാവിറ്റി ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും എനർജി കൊടുത്തിട്ട് പുറത്തേക്ക് തള്ളുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റാറിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്കിന് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മെക്കാനിസമാണ്. അതായത് ഗ്രാവിറ്റിയിൽ ഈ പറഞ്ഞ കണക്കിന് ഉള്ളിലേക്ക് ഇങ്ങനെ കംപ്രസ് ചെയ്യാനും നോക്കും, അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ പറഞ്ഞ കണക്കിന് പുറത്തേക്ക് തള്ളാനും നോക്കും. അപ്പോൾ ഇതൊരു ബാലൻസിലാണ് നമ്മുടെ സ്റ്റാർ നിൽക്കുന്നത്. സ്റ്റാറിന്റെ പറഞ്ഞ ഇപ്പോൾ ഓരോ സ്റ്റാർസിനും ഒരു ലൈഫ് സ്പാനും ഉണ്ടല്ലോ അല്ലേ? ഇപ്പോൾ നിലവിൽ നമ്മൾ സൂര്യന്റെ ലൈഫ് സ്പാൻ പറയുന്നത് എത്രയാണ്? ഇനി ഒരു 4 ബില്യൺ ഇയേഴ്സും കൂടെ സൂര്യൻ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് എന്താ പറയാ കത്തിത്തീരും എന്നുള്ള രീതിക്ക്. അതെ, അല്ല അങ്ങനെയല്ല. ഇപ്പോൾ 3 സ്റ്റാറാണ്. അതേപോലെ മൂന്ന് സാറ്റലൈറ്റ് ആണ്. 3 ജസ്റ്റ് ഒരു നമുക്ക് സ്റ്റാറുകളുണ്ട്, സ്റ്റാറിൽ നിന്ന് അതുപോലെ തന്നെ പ്ലാനറ്റ്സ് ഉണ്ട്, പ്ലാനറ്റ്സിന്റെ പാർട്ടായിട്ട് ഇതാവുന്ന അല്ല. അപ്പോൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ സ്പേസിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ ഒരു സെറ്റപ്പാണ്. അത് അതിന് സ്പെസിഫിക് ലാൻഡ് ഇല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഇമാജിൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ലൈക്ക് സ്റ്റാറിൻ്റെ അടുത്ത് പോയി നമുക്ക് അവിടെ ഇറങ്ങി നിൽക്കാൻ ലൈക്ക് ലാൻഡ് പോലെ അങ്ങനെ സെറ്റപ്പ് അല്ല. ബേസിക്കലി അതൊരു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഒരു ഐഡിയൽ കേസ് നമ്മൾ വിചാരിക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു സൂപ്പർ ഹ്യൂമൻ ആണ് അല്ലെങ്കിൽ സൂപ്പർമാൻ ആണ്. അതായത് നമുക്ക്
എത്ര ടെമ്പറേച്ചർ അടിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല. നമ്മളിങ്ങനെ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൂര്യൻ്റെ സെൻറ്ററിൽ പോയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ സൂര്യൻ്റെ സർഫസിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതൊരു സർഫസ് അല്ല. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് തോന്നുന്നതെങ്കിലും അവിടെ ഫുള്ള് പ്ലാസ്മയാണ്. അപ്പോൾ നമ്മൾ ഇപ്പൊ ചോദിച്ച ചോദ്യം എങ്ങനെയാണ്, സൂര്യനിൽ പോയി എനിക്ക് നിൽക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. കാരണം സൂര്യൻ ഭയങ്കര മാസ് കൂടുതലായത് കാരണം അതിങ്ങനെ ഉള്ളോട്ട് ഷ്രിങ്കായിക്കൊണ്ടിരിക്കും. അത് ഈ സ്റ്റാറുകളെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ സ്റ്റാറിൽ തന്നെ ഈ മാസം അനുസരിച്ചിരിക്കും അതിൻ്റെ ലൈഫ് ടൈം. നമ്മുടെ സൂര്യൻ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്ട്രോർഡിനറി സ്റ്റാർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. നമ്മളെല്ലാ ഗാലക്സീസ് ആണെങ്കിലും നമ്മൾ സ്റ്റാറുകളാണെങ്കിലും സണ്ണിൻ്റെ മാസമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതാക്കുക. അപ്പോൾ നമ്മുടെ സണ്ണിൻ്റെ മാസം എന്നുള്ളത് എക്സാക്ട്ലി എത്രയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ സോളാർ മാസസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ടോട്ടൽ ഗാലക്സിയുടെ മാസം മെഷർ ചെയ്യുക, അല്ലെങ്കിൽ വേറെ സ്റ്റാറുകളുടെ മാസം മെഷർ ചെയ്യുക. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് സ്റ്റാറിൻ്റെ മാസ് കുറഞ്ഞിരിക്കാനാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറിൻ്റെ ലൈഫ് ടൈം എന്നുള്ളത് അതിൻ്റെ മാസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ മാസ് എത്രത്തോളം കുറവാകുന്നോ അത്രത്തോളം എൻ്റെ ലൈഫ് ടൈം കൂടുതലായിരിക്കും. ഇപ്പോൾ വളരെ ബ്രൈറ്റർ ആയിട്ടുള്ള സ്റ്റാർ പെട്ടെന്ന് തന്നെ കത്തിത്തീരും. ഈ സ്റ്റാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബ്ലാക്ക് ഹോളിൻ്റെ കൺസെപ്റ്റ് ശരിക്കും സ്റ്റാർ കത്തിത്തീരുമ്പോൾ ഉണ്ടാവണം എന്തോ ഒരു റിയാക്ഷൻ പോലെ എന്തോ സെറ്റപ്പ് ആണ്. അത് ബ്ലാക്ക് ഹോളുകൾ നമുക്ക് 3 രീതിക്കുള്ള ബ്ലാക്ക് ഹോൾ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒന്നാമത്തെ ബ്ലാക്ക് ഹോൾ ഈ സ്റ്റാറിൽ നിന്ന് വരുന്ന ബ്ലാക്ക് ഹോൾ, അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ അവസാനത്തെ ലാസ്റ്റ് ഫൈനൽ ടൈം. സ്റ്റാറിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ സ്റ്റാറായിട്ട് ആദ്യം ഉണ്ടാവും, അത് കഴിഞ്ഞ് സ്റ്റാർ ആയതിനു ശേഷം അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അത് സ്റ്റാറിൽ നിന്ന് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ പ്രഷർ ഉണ്ടാവും, പിന്നെ ഗ്രാവിറ്റേഷണൽ പ്രഷർ ഉണ്ടാവും. ഗ്രാവിറ്റേഷണൽ പ്രഷർ എന്തെന്ന് വെച്ചാൽ സ്റ്റാറിൻ്റെ സ്വന്തം ഗ്രാവിറ്റി കാരണം കൊണ്ട് ഇതെല്ലാം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. റേഡിയേഷൻ പ്രഷർ എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാറിൻ്റെ ലൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നുകൊണ്ട് അതിങ്ങനെ എന്താ പറയുക ഒരു ബാലൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു പോയിന്റ് എത്തുമ്പോൾ റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറിനുള്ളിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ കത്തുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. ഒരു പോയിന്റ് കഴിഞ്ഞ് ഇതിന് കത്താനുള്ള ഫ്യൂല് തീരും, അല്ലെങ്കിൽ അതിൻ്റെ ഹൈഡ്രജൻ ആണ് ഇതിൻ്റെ ഫ്യൂല്. അപ്പോൾ ഹൈഡ്രജൻ തീരുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഹീലിയം എടുത്ത് കത്തിച്ചു തുടങ്ങും. പക്ഷേ ഹീലിയം എടുത്ത് കത്തിക്കുമ്പോൾ നമുക്ക് അത്ര എനർജി കിട്ടില്ല. അപ്പോൾ സ്റ്റാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചൊന്ന് ഷ്രിങ്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ മെറ്റീരിയൽസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കൊന്നും ഇതില്ലാണ്ടായിപ്പോൾ ഫ്യൂൽ ഇല്ലാണ്ടായിപ്പോൾ. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ കണക്കിന് ടോട്ടൽ അതിൻ്റെ മാസം എത്രയാണെന്ന് അനുസരിച്ചിരിക്കും ഈ പറഞ്ഞ കണക്കിന് പിന്നെ നെക്സ്റ്റ് എന്താ ഉണ്ടാവുക എന്നുള്ളത്. ചില നേരത്തെ എന്തുണ്ടാവുന്ന വെച്ചാൽ അതൊരു ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സ്റ്റാർ ആവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കിന് വൈറ്റ് ഡ്വാർഫ് ആവാം, അല്ലെങ്കിൽ വളരെ മാസമാണ്. ഇതൊക്കെ വെച്ചാൽ അതിൻ്റെ മാസം അനുസരിച്ചിരിക്കും എന്താണ് ആവാന്നുള്ളത്. വളരെ ഹൈ മാസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും, അതായത് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ പ്രഷർ വെച്ചിട്ട് നമുക്ക് ഇതിനൊന്നും ആവാൻ പറ്റില്ല. ഇതപ്പോൾ അത് കണ്ടൻസ് ചെയ്ത് ഒരു കൊളാപ്സ് ചെയ്ത് ഈ പറഞ്ഞ കണക്കിന് ഒരു ബ്ലാക്ക് ഹോൾ ആവും. അങ്ങനെയാണ് ഇൻ ജനറൽ സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾസ് ഉണ്ടാവുക. ഇനി വേറെ തരം ബ്ലാക്ക് ഹോൾ ഉണ്ട്, അതായത് നമ്മുടെ മിൽക്കി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗാലക്സിയാണ്. ഈ ഗാലക്സിയുടെ സെൻറ്ററിൽ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാവും. ഈ സാധാരണ ബ്ലാക്ക് ഹോളുകളുടെ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്രയാ സംതിങ് ഒരു 10 സോളാർ, അല്ലെങ്കിൽ നമ്മുടെ സൂര്യനേക്കാൾ ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ 5 ഇരട്ടി, ഒരരട്ടി ഉണ്ടാവില്ല, 3, 4 ഇരട്ടി, 5 ഇരട്ടി ആ റേഞ്ചൊക്കെയാണ് സാധാരണ ബ്ലാക്ക് ഹോളുകളുടെ മാസുകളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 20, 25 അത്രയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതേസമയം ഈ മിൽക്കി വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാലക്സിയുടെ സെൻറ്ററിൽ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അസംഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഗാലക്സീസിനും സെൻറ്ററിൽ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്. ആ ബ്ലാക്ക് ഹോൾ എന്നുള്ളത് നമ്മൾ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുക. കാരണം അതെന്ന് പറഞ്ഞാൽ 10⁻⁶, അതായത് ഒരു 1 മില്യൺ സൂര്യനേക്കാളും മാസം ഉണ്ടാവും ഈ ബ്ലാക്ക് ഹോളുകൾക്ക്. അപ്പോൾ ഈ ബ്ലാക്ക് ഹോള് ഒരു സ്റ്റാർ കൊളാപ്സ് ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഒരു സ്റ്റാർ കൊളാപ്സ് ചെയ്യണമെങ്കിൽ സ്റ്റാർ കൊളാപ്സ് ചെയ്തിട്ടുണ്ടാവുന്ന ബ്ലാക്ക് ഹോളിന് സ്റ്റാറിനേക്കാൾ എന്തായാലും ഇൻ ജനറൽ മിക്കപ്പോഴും മാസ് കുറവായിരിക്കും. അപ്പോൾ ഒരു സ്റ്റാറിന് എന്തായാലും അത്രയും മാസം ഉണ്ടാവാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ഹോൾ ഞങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റി നമുക്ക് വലിയ ധാരണയില്ല. നമ്മൾ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ പറ്റിയിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും ഗ്രാവിറ്റേഷണൽ പുള്ള് ഉണ്ടാവും. ഈ മിൽക്കി വേയുടെ സെൻറ്ററിൽ അല്ലെങ്കിൽ ഗാലക്സീസിന്റെ സെൻറ്ററിലുള്ള ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഹ്യൂജ് ആണ്. സാഗിറ്റേറിയസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു മാസീവായിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോളാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്കിന് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് ആണ് നമ്മുടെ ഗാലക്സിയുടെ സെൻറ്ററിൽ ഉണ്ടാകുന്നത്. സാഗിറ്റേറിയസ് സ്റ്റെല്ലാറാണോ സൂപ്പർ ഇതാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് കറക്റ്റായിട്ടല്ല. സാഗിറ്റേറിയസ് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഇമേജ് എടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ഹോളിൻ്റെ ഇമേജ് എടുക്കാന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ലൈറ്റും പുറത്തേക്ക് വരില്ല, ഒന്നും പുറത്തേക്ക് വരില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ അതിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുക. എല്ലാം ഉള്ളിലേക്ക് വലിക്കുന്ന ഒരു സാധനത്തിൻ്റെ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൈൻഡ് ഓഫ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന് അതിനെയല്ല ബ്ലാക്ക് ഹോളിനെയല്ല എക്സാക്ട്ലി എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്നത്. നമ്മളെന്ന് വെച്ചാൽ ബ്ലാക്ക് ഹോളിൻ്റെ ചുറ്റുമുള്ള ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ കത്തുന്ന ഈ ബ്ലാക്ക് ഹോളിൻ്റെ ചുറ്റും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ഈ സ്പേസ് ടൈം നമ്മളൊരു കർവേച്ചർ പോലെ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഒരു ഷീറ്റ്, നമ്മളൊരു ഷീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും സിമ്പിളായി നമ്മൾ എപ്പോഴും പറയാന്ന് വെച്ചാൽ സ്പേസ് ടൈമിൻ്റെ എക്സാമ്പിൾ മനസ്സിലാക്കാനായിട്ട് ഒരു വലിയ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ നടുവിലൊരു ബോൾ ഇടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ബോൾ ഇപ്പോൾ ഇൻവിസിബിൾ ആണെന്ന് വിചാരിക്കുക. അതായത് ഷീറ്റ് അവിടെ ഉണ്ട്, ബോളും ഇൻവിസിബിൾ ആണ്.
എല്ലാം ഇൻവിസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബോൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ തോന്നുമ്പോൾ ഇതെന്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം തോന്നും. അവിടെ ശരിക്കും വെച്ചൊരു കർവേച്ചർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേസ് ടൈം ഫാബ്രിക്കിലൊരു കുഴിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഈ വീഴുന്ന റീജിയണിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടാവും. ആ ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് അങ്ങനത്തെ റീജിയൻസിനാണ്. നമ്മൾ ടെലിസ്കോപ്പ് വെച്ചിട്ട് അങ്ങനത്തെ റീജിയൻസാണ് നമ്മൾ ഫോട്ടോ. ഇൻഫിനൈറ്റ് ആയിട്ട് അവിടെ നിൽക്കും. ചിലത് ഇൻഫിനൈറ്റ് ആയിട്ട് തന്നെ അവിടെ നിൽക്കും. ചിലത് ഈ പറഞ്ഞ ഇൻഫിനൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ചിലത് ബ്ലാക്ക് ഹോളിലേക്ക് എത്തുന്നുള്ളത് തന്നെയാണ്. ചിലത് ബ്ലാക്ക് ഹോളിലേക്ക് എത്ര കാലം നിൽക്കുന്ന ബ്ലാക്ക് ഹോളിലാണോ? ബ്ലാക്ക് ഹോൾ എത്ര കാലം നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് വലിയ ഐഡിയ ഇല്ല അതിൻ്റെ എക്സാക്ട്ലി എന്താണെന്നുള്ളത്. കാരണം ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്ത് നടക്കണമെന്നുള്ളതിന് വെച്ചാൽ നമുക്ക് അറിയുന്ന എല്ലാ ഫിസിക്സും ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ ഫെയിൽ ആവും. നമുക്ക് അറിയുന്ന ഒറ്റ ഫിസിക്സും ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഇന്റർസ്റ്റെല്ലാർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്, അതിൽ മറ്റേ ലാസ്റ്റ് ഇങ്ങനെ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ വീഴുന്നുണ്ട്. ഇന്റർസ്റ്റെല്ലാർ മൂവി ഇന്റർസ്റ്റെല്ലാർ മൂവിയിൽ ഫോർത്ത് ഡയമെൻഷൻ എത്തി, ഹൈപ്പർ ഡയമെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇന്റർസ്റ്റെല്ലാർ ആസ് എ ഹോൾ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മൂവിയാണ് സയന്റിഫിക്കലി. അതായത് ഈ ബ്ലാക്ക് ഹോളിന്റെ പിക്ചർ എടുക്കുന്ന വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവർ ആ ഇമേജ് ജനറേറ്റ് ചെയ്ത് ബ്ലാക്ക് ഹോൾ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്യൂർലി ഇക്വേഷൻസ് വെച്ചിട്ട്. അത് ക്രിസ്റ്റഫർ നോളന്റെ ബ്രില്യൻസ് ആണ് അവിടെ കാണിക്കുന്നത്. അത് ക്രിസ്റ്റഫർ നോളനും ഉണ്ട്, അതുപോലെ തന്നെ കിപ്തോൺ ഈ അടുത്ത് 2015 നോബൽ പ്രൈസ് കിട്ടിയുള്ള ഒരു ഫിസിസിസ്റ്റ് ആണ്. പുള്ളിക്കാരനാണ് ബ്ലാക്ക് ഹോളിന്റെ ഇമേജ് വർഷങ്ങൾക്ക് മുന്നേ അവര് പബ്ലിക്കിന് അത് അവൈലബിൾ ആവുന്നതിന്റെ മുമ്പ് തന്നെ ഇക്വേഷൻസ് വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞിട്ട് അവർ മൂവിയിൽ അങ്ങനെ ഇറക്കിയിട്ട് വർഷങ്ങൾക്ക് ശേഷം ഫോട്ടോ എടുത്തപ്പോ അതേപോലത്തെ ഒരു ഇമേജ് ആയിരുന്നു ഇത്. പക്ഷെ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ ശരിക്കും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ജോറോഗന്റെ പോഡ്കാസ്റ്റിൽ നീൽ ഡിഗ്രീസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ബോഡി ആകെ ഇതായി പോകും, വലിഞ്ഞു പോകാം. ഒരു ലൈറ്റിന് പോലും ഒരു ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റേഷൻ പുള്ളിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവന്റ് ഹൊറൈസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, അതിന്റെ അകത്തേക്ക് എന്ത് പോയി കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കും. ലൈറ്റിന് പോലും ഒരു സ്റ്റാർ ആണെങ്കിൽ പോലും ഒറ്റയടിക്ക് വലിച്ചെടുക്കും. അത്രത്തോളം സ്ട്രോങ് ആണ് അതിന്റെ പുള്ള് എന്ന് പറയുന്നത്. അതായത് എസ്കേപ്പ് വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഈ ബ്ലാക്ക് ഹോൾ ആദ്യം ഉണ്ട് എന്നുള്ളത് എപ്പോഴാണ് സയൻസിൽ ഇവർ മനസ്സിലാക്കിയത്? ബ്ലാക്ക് ഹോളിനെ പറ്റിയുള്ള അത്ര എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. എൻ്റെ ഊഹം ശരിയാണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഹോൾ എന്നുള്ളത് സിംഗുലാരിറ്റി എന്ന് വെച്ചാൽ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 1/0 ഡിവിഷൻ നോട്ട് പോസിബിൾ എന്ന് പറയുന്നത് വെച്ചാൽ 1/0 അല്ലെങ്കിൽ ഡിവിഷൻ ബൈ 0 എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ബ്രേക്ക് ആവുന്ന പോയിന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ അലോ ചെയ്യില്ല നോർമൽ മാത്തമാറ്റിക്സ്. ഈവൻ ടൈം വരെ സ്റ്റോപ്പ് ആവും. അത് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നമുക്ക് അവിടെ അൺനോൺ റെജീമാണ്. നമുക്ക് അവിടെ എന്താ ഡെൻസിറ്റി ഇൻഫിനിറ്റ് ആണ്. വോളിയൂം 0 ആയതുകൊണ്ട് ഡെൻസിറ്റി ഇൻഫിനിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇൻഫിനിറ്റീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കിന് ഇങ്ങനത്തെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്സിലും മാത്സിലും ഇൻ ജനറൽ നമുക്ക് അങ്ങനെ ഒരു നമുക്ക് അറിയാത്ത ഏരിയയാണ്. അപ്പൊ നമുക്ക് അവിടെ എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന എല്ലാ ഫിസിക്സും ബ്രേക്ക് ആവും. അപ്പൊ ഈ ബ്ലാക്ക് ഹോൾ എന്നുള്ള ഒരു സിംഗുലാരിറ്റി ആണ്. അപ്പൊ ഈ ഇത് ആദ്യമായിട്ട് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് സിംഗുലാരിറ്റി എന്നുള്ള ഒരു ഐഡിയയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല. ബ്ലാക്ക് ഹോൾ അല്ലാണ്ടും ഇൻ ജനറൽ വേറെ ആൾക്കാരും പ്രൊപ്പോസ് ചെയ്തിട്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഈ ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഐൻസ്റ്റീൻ്റെ തിയറി വെച്ചിട്ട് നമുക്ക് ബ്ലാക്ക് ഹോൾ ഉണ്ടാവും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു മാത്തമാറ്റിക്കൽ സിംഗുലാരിറ്റി ആണെന്നുള്ള സംശയം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ഫ്രെയിംവർക്ക് കൊണ്ടുവന്നത് എൻ്റെ ശരിയാണെങ്കിൽ ഹോക്കിംഗ് ആണെന്നാണ് എൻ്റെ ഒരു ഐഡിയ. പക്ഷെ തെറ്റാവാൻ ചാൻസ്. നമ്മൾ നേരത്തെ സ്റ്റാർസിനെ പറ്റി പറഞ്ഞില്ലേ, സ്റ്റാർസിനെ പറ്റി പറഞ്ഞ നമ്മളെ സോളാർ സിസ്റ്റത്തിൽ സ്റ്റാർസുമായിട്ട് സൈസിൽ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാനറ്റ് ഉണ്ട്, ജൂപ്പിറ്റർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജൂപ്പിറ്റർ ഫെയിൽഡ് സ്റ്റാർ എന്ന് അറിയപ്പെടുന്നത്. സംഭവം എന്താ വെച്ചാൽ ഈ ജൂപ്പിറ്ററിന്റെ റേഡിയസ് പറഞ്ഞാൽ 70,000 കിലോമീറ്റർ ആണ്. അതായത് ഏറ്റവും ചെറിയ സ്റ്റാർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന റെഡ് ഡ്വാർഫ് സ്റ്റാറിന്റെ റേഡിയസ് വരുന്നത് 40,000 ആണ്. അപ്പൊ ഒരു സ്റ്റാറിനേക്കാൾ വലിയ റേഡിയസ് ഉള്ള ഒരു പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ. പക്ഷെ ജൂപ്പിറ്ററിന് എന്തില്ല, മാസ് ഇല്ല. മാസ് കുറവായതുകൊണ്ട് അതൊരു ഫെയിൽഡ് സ്റ്റാർ എന്ന് അറിയപ്പെടുന്നുണ്ട്. ജൂപ്പിറ്ററിന്റെ സൈസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ മാസ് ഉണ്ട്, പക്ഷേ ഈ ജൂപ്പിറ്ററിന്റെ മാസിന്റെ 70 ടൈംസ് ഹയർ ആണ് ഈ പറഞ്ഞ റെഡ് ഡ്വാർഫ് സ്റ്റാറിന്റെ മാസ് വരുന്നത്. അതുകൊണ്ട് മാസ് ഇല്ലാത്തത് കാരണം ഒരു സ്റ്റാർ ആവാൻ പറ്റാതെ പോയൊരു പ്ലാനറ്റ് ആണ് ഈ ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ സ്റ്റാർ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസാണ്. ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ, ഇപ്പോൾ നമ്മൾ സ്റ്റാർസിനെ പറ്റി നേരത്തെ പറഞ്ഞ പോലെ, അപ്പോൾ ഈ ജൂപ്പിറ്ററിൻ്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ സോളാർ സിസ്റ്റത്തിൽ എന്താ ബ്രോക്ക് പറയാനുള്ളത്? ഇപ്പോൾ ജൂപ്പിറ്റർ ഈ പറഞ്ഞ പോലെ ഫെയിൽഡ് സ്റ്റാർ ആണ്. ഇത് സ്റ്റാർ ആവാനായിട്ട് ഇത്ര ഒരു മിനിമം, അതായത് ആ സൈസിനനുസരിച്ചുള്ളൊരു മാസ് വേണം, എന്നാലാണ് അതിന് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത അത് മാസ് എക്സാക്ട്ലി എന്തെങ്കിലും ഒരു മാസം ആയ പോരാ. ലൈക്ക് ഇപ്പോൾ ഭൂമിയുടെ പോലത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ കുറേ ആക്കിയാലും ചിലപ്പോൾ സ്റ്റാർ ആയി പറ്റുമെന്ന് വരില്ല. സ്റ്റാർ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ്രജനാണ് അവിടെ ഫ്യൂലായിട്ട് ബേൺ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയ്ക്ക്
സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് സ്റ്റാർ ആക്കി എടുക്കാം. കാരണം ഫ്യൂഷൻ നടക്കണം, ന്യൂക്ലിയർ ഫ്യൂഷനാണ് ഈ പറഞ്ഞ കണക്കിന് സ്റ്റാറിൻ്റെ മെയിൻ ആയിട്ടുള്ള എനർജി റിസോഴ്സ്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ ഇല്ലാത്ത സമയത്ത് അവിടെ റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതുണ്ടാവില്ല. ഹൈഡ്രജൻ ഉണ്ട്, 90% ഹൈഡ്രജൻ ഉണ്ട്, പക്ഷേ വേണ്ടത്ര ക്വാണ്ടിറ്റിയിലുള്ള അല്ലെങ്കിൽ ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇത് വേണം ഇല്ല. അതായത് ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ വേറെയും ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് മാസ് ഉണ്ടായ മാത്രം പോരാ, അതായത് ഇത്ര എമൗണ്ട് ഓഫ് മിനിമം ഇത് വേണം. അതുപോലെ തന്നെ ഈ ഹൈഡ്രജൻ എല്ലാം കൂടി, ഹൈഡ്രജൻ ഇപ്പോൾ നമ്മുടെ ഭൂമിയിലും ഹൈഡ്രജൻ ഇങ്ങനെ ചാർപ്പാറി കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ഹൈഡ്രജൻ അതിനെ കണ്ടൻസ് ചെയ്ത് ഇത്രയും ടെമ്പറേച്ചറിൽ വരണം. ആ ടെമ്പറേച്ചറിൽ വന്നാൽ മാത്രമാണ് ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ലൈക്ക് 2 ഹൈഡ്രജൻ്റെ ആറ്റംസിനെ നമ്മൾ വളരെ 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 അടുപ്പിച്ച് കൊണ്ടുവരണം. അത്ര അടുപ്പിച്ചുകൊണ്ടാൽ അത്രയും എനർജി വേണം, അല്ലെങ്കിൽ അത്രയും ടെമ്പറേച്ചർ വേണം. ആ ടെമ്പറേച്ചർ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഇവിടെ, ഞാൻ അത്ര എക്സ്പെർട്ട് അല്ല ഇതിൽ, പക്ഷേ നമ്മൾ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമ്മൾ ഫിഷനും ഫ്യൂഷനും എന്ന് പറഞ്ഞിട്ട് 2 പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫ്യൂഷൻ വെച്ച് ക്രിയേറ്റ് ചെയ്യാനാണ്. കാരണം ഫിഷൻ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ച് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലും അങ്ങനെ പ്രശ്നക്കാരൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഫ്യൂഷൻ വെച്ചത് കുറച്ചും കൂടെ ക്ലീൻ എനർജിയാണ്. അപ്പോൾ ഫ്യൂഷൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈ നോൺ മെക്കാനിസം വെച്ചിട്ട് നമ്മളായിട്ട് ഇതിനെ ടെമ്പറേച്ചർ അടുപ്പിക്കാൻ കൊണ്ടുവരേണ്ട എനർജിനേക്കാളും കുറവാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എനർജി. ലൈക്ക് നമുക്ക് ഫ്യൂഷൻ പോസിബിൾ ആണ് നമ്മുടെ ഭൂമിയിൽ. ഇപ്പോൾ ജപ്പാനിലൊക്കെ കുറേ ആൾക്കാർ റിയാക്ടേഴ്സ്, ജപ്പാനിൽ മാത്രമല്ല പക്ഷേ വേറെ കുറേ സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ കണക്കിന് ഫ്യൂഷൻ റിയാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുപ്പിച്ചിങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി എടുക്കുന്ന എനർജിനേക്കാളും വളരെ കുറവായിരിക്കും. വളരെ കുറവല്ല, പക്ഷെ അത്രയും ഒരു എഫിഷ്യൻസി അത്രയും ഉണ്ടാവില്ല. അത് കൈൻഡ് ഓഫ് നമ്മൾ സാധനം 100 ഇട്ടിട്ട് നമുക്ക് 70 രൂപ തിരിച്ച് കിട്ടുന്ന രീതിക്കുള്ള ഒരു ബിസിനസ് ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് എർത്ത് മാസം എന്നുള്ള രീതിക്ക് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ജൂപ്പിറ്ററിന്റെ മാസം ഏകദേശം 311 എർത്ത് മാസമാണ്. അതായത് 311 എർത്ത് വെച്ചാലുള്ള അത്രയും മാസ് ജൂപ്പിറ്ററിനുണ്ട്. പക്ഷെ നമ്മളെ വേണ്ട അത്ര മാസം ഇല്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ബാക്ക് ടു പുള്ളിക്കാരൻ്റെ ഈ ടെലിസ്കോപ്പും പിന്നെ മറ്റേ റിസർച്ചിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ജെയിംസ് വെബ് ആണോ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും ദൂരയിലേക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. ഇനി അടുത്തൊരു നെക്സ്റ്റ് ജനറേഷൻ ഇതൊക്കെ വരികയാണെങ്കിൽ അതിലുള്ള വർക്ക് നാസ തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പോഴേ നമ്മൾ ഒരു സാധാരണ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജെയിംസ് വെബ് ആണെങ്കിൽ 2000-2005 ആ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ മെക്കാനിസം അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലാനിങ്ങും പരിപാടിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ എപ്പോഴും ഇവരെത്തിയെന്ന് വെച്ചാൽ ഒരു 10-20 കൊല്ലത്തേക്ക് മുന്നുള്ള ടെലിസ്കോപ്പുകൾ ഇപ്പോഴേ അവരുടെ വലിയ പ്ലാനൊക്കെ ഉണ്ടാവും. അവർ ഓൾറെഡി ഇതിന് വേണ്ടിയിട്ട് ഫണ്ടിങ്ങും ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് ഗവൺമെൻറ്റാണ് ഫണ്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സയൻസിൻ്റെ ആൾക്കാർ ഈ പറഞ്ഞ കണക്കിന്, ഇപ്പോൾ നമ്മളല്ല, കുറച്ചും കൂടി വലിയ ഹയർ ആയിട്ടുള്ള ആൾക്കാർ എന്താ പറയുക, ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ഒക്കെ ചോദിച്ച് ഇതാക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഒരു നാൻസി റോമൻ എന്ന് പറഞ്ഞിട്ടൊരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ ആളുടെ പേരിൽ ഒരു റോമൻ സ്പേസ് ടെലിസ്കോപ്പ് വരുന്നുണ്ട്. അതായിരിക്കും നെക്സ്റ്റ് ബിഗ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അതാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ വേറെയും വെച്ചാൽ നമ്മൾ ഏത് രീതിക്കുള്ള ടെലിസ്കോപ്പ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ജെയിംസ് വെബ് അല്ലെങ്കിൽ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു റീജിയനുണ്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇമേജ് കിട്ടുന്നതാണ്. അതേസമയം നമുക്ക് വേറെയും ടെലിസ്കോപ്പുകളുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ റീജിയൻ മാത്രം കിട്ടിയാൽ നമുക്ക് ചിലപ്പോൾ ടോട്ടൽ വലിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റുന്ന വരില്ല. ചെറിയൊരു ഗാലക്സിനെ പറ്റി അല്ലെങ്കിൽ ചെറിയൊരു റീജിയനെ പറ്റി മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മൾ ടോട്ടൽ ഫുള്ള് സ്കൈയുടെ ഇമേജ് എടുക്കാൻ പറ്റുന്ന വേറെ രീതിക്കുള്ള ടെലിസ്കോപ്പുകളുണ്ട്. അങ്ങനത്തെ ടെലിസ്കോപ്പുകൾ ഇത്രയും പ്രിസിഷൻ ഉണ്ടാവില്ല, ഇത്രയും ഭയങ്കര ദൂരേക്ക് കാണാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ നമുക്ക് അത്യാവശ്യം ദൂരേക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് ടെലിസ്കോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ലെഗസി സർവേ ഓഫ് സ്പേസ് ആൻഡ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട്, LSST എന്ന് പറയും. പിന്നെ യൂക്ലിഡ് എന്ന് പറഞ്ഞിട്ട് ടെലിസ്കോപ്പ് ഉണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഓപ്പറേറ്റിംഗിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രൗണ്ട് ഒരെണ്ണം യൂക്ലിഡ് സ്പേസിലാണുള്ളത്, ഈ LSST എന്നുള്ളത് എർത്തിലാണുള്ളത്. അതായത് ബ്രോഡ് വാക്കുകൾ പറയാൻ ലോക്കൽ ഗാലക്സീസ് കാണാൻ വേണ്ടിയിട്ട് ഗാലക്സീസ് കാണാൻ വേണ്ടിയുള്ള ടെലിസ്കോപ്സ്. യൂക്ലിഡിൽ നമുക്ക് വളരെ ദൂരെയുള്ള ഗാലക്സീസ് കാണാൻ പറ്റും. പക്ഷെ എന്താ വെച്ചാൽ ഒരു ടോട്ടൽ കാണാൻ പറ്റും. നമുക്കിത് എന്താണ് ഗാലക്സി ആണോ ഇതിൽ എന്താ നടക്കണെന്നുള്ളതിനെ പറ്റി വലിയ ധാരണ. അല്ല, ഞാൻ കഴിഞ്ഞു. ഇപ്പോൾ ബ്രോ ഈ ഗാലക്സീസിനെ പറ്റി, ഇപ്പോൾ കോസ്മോളജിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ബ്രോക്ക് അറിയാം. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ബ്രോഡൊരു അറിവ് വെച്ചിട്ട് ബ്രോഡ് കൺസെപ്റ്റിൽ ടൈം ട്രാവൽ പോസിബിൾ ആണോ? സിമ്പിളായി ചോദിക്കുകയാണെങ്കിൽ ടൈം ട്രാവൽ പോസിബിൾ ആണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആട്ടോ അത്. അതായത് നമുക്ക് ടൈം ട്രാവൽ എന്ന് പറയുമ്പോൾ തിയററ്റിക്കലി ടൈം ട്രാവൽ ഉണ്ടെന്നുള്ള രീതിക്ക് പലരും പല ഇത് വെച്ചാൽ മാത്തമാറ്റിക്കലി ഇങ്ങനെ വർക്ക് ആവുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് പല തിയറീസ് ഉണ്ട്. പക്ഷേ അതിലെന്ന് വെച്ചാൽ 2 കാര്യമുണ്ട് കേട്ടോ, ടൈം ഡയലേഷൻ ഉണ്ട്, ടൈം ട്രാവലും ഉണ്ട്. അതായത് ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും ബ്രോയും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേർക്കും നമ്മളിപ്പോൾ ഒരു സെക്കൻഡ്, ഇപ്പോൾ നമ്മളിപ്പോൾ
പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, 1 മണിക്കൂർ കഴിയുമ്പോൾ പോഡ്കാസ്റ്റ് നിന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും ടൈം റെക്കോർഡ് ചെയ്യാണ്. ബ്രോയും റെക്കോർഡ് ചെയ്തു, ഞാൻ റെക്കോർഡ് ചെയ്തു എൻ്റെ ക്ലോക്ക് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് 1 മണിക്കൂറാണെങ്കിൽ ബ്രോയ്ക്കും അത് 1 മണിക്കൂറായിരിക്കും ഏറെക്കുറെ, അൺലെസ് നമ്മുടെ വാച്ചിന് പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. കറക്റ്റായുള്ള എക്സാക്റ്റ് ഒരു വാച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറായിരിക്കും. പക്ഷേ ഇപ്പോൾ ബ്രോ ഇപ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ലൈറ്റിൻ്റെ സ്പീഡിനോട് കമ്പയറബിൾ ആയിട്ടുള്ള സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്പയറബിൾ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റിൻ്റെ പകുതി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയെന്നിരിക്കുക. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന 2 ടൈം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ടൈം പെർസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടൈം നമുക്ക് അനുഭവിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ട് നമ്മൾ രണ്ടുപേരും ടൈം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യും. അതെന്നുള്ള ടൈം ഡയലേഷൻ ഉള്ള എഫക്റ്റാണ്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം, ഫോർ എക്സാമ്പിൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയാം, ചിലപ്പോൾ പൊട്ടത്തരായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ടൗണിലേക്ക് ഇറങ്ങി, ഞാൻ ഊടുവഴി പിടിച്ച് പെട്ടെന്ന് ഓദ്യം ടൗണിലെത്തി. ഇപ്പോൾ സഫ്ദാർ നടന്ന് നോർമൽ റോഡ് കൂടെ വന്ന് ടൗണിലെത്തി. ഞാൻ ആദ്യം എത്തി. അപ്പോൾ എനിക്ക് ടൗണിൽ ഞാൻ ആദ്യം എത്തിയതുകൊണ്ട് സഫ്ദാർ വരുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ കാണാൻ പറ്റി. സഫ്ദാർ ശേഷം വന്നുകൊണ്ട് അവൻ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ടൈം ട്രാവൽ ചെയ്തെന്ന് പറയാൻ പറ്റുമോ? കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു പോയിന്റിൽ എത്തിയിട്ട് കണ്ട കാര്യങ്ങൾ ഞാൻ കുറച്ച് നേരത്തെ കണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിനർത്ഥം ഞാൻ അവിടെ കുറച്ച് നേരത്തെ എത്തിയെന്നാണ്. അപ്പോൾ ഞാൻ സഫ്ദാറിനെ റിലേറ്റീവിൽ നോക്കുമ്പോൾ ഞാൻ ടൈം ട്രാവൽ ചെയ്തെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ടൈം ട്രാവൽ റിയാലിറ്റിയിലല്ലോ എവിടെയും പോയിട്ടില്ല. അല്ല, ഞാൻ എൻ്റെ തോട്ടിൽ വന്നൊരു കാര്യം ചോദിച്ചാണ്. ഇങ്ങനെ പറയാൻ കുറച്ചും പാടി ലോജിക്കലായിരുന്നു. എങ്ങനെ നിഷിൻ ഒരു ഫ്ലൈറ്റ് വിളിച്ച് കാണ്ട് UK പോയി, അവിടെ 1 മണിക്കൂർ മുമ്പിലായിരുന്നു. പക്ഷെ ഇത് നിങ്ങൾ രണ്ടാളും ടൈം ഒന്നല്ലേ? എന്റെ വാച്ചിനും എന്റെ വാച്ചിനും ടൈം ഒന്നാണ്. പിന്നെ എങ്ങനെ ടൈം ട്രാവൽ ആണ്? നമുക്ക് രണ്ടാൾ ഒരേ ടൈം സെറ്റ് ചെയ്തിട്ട് ഒരാള് ലൈറ്റിന്റെ സ്പീഡിൽ പോയി, മറ്റേ ആൾ അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഒരാളെ ക്ലോക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ടിക്ക് ചെയ്യും, മറ്റേ ആളെ ക്ലോക്ക് കുറച്ചുകൂടി സ്ലോ ആയിട്ട് ടിക്ക് ചെയ്യും. ഇപ്പൊ ലൈറ്റിന്റെ സ്പീഡിൽ നോക്കണ്ട, ഓടിയാലോ? സ്പീഡ് കെട്ടണം പറയണേ. തിയററ്റിക്കലി പറയണേ എക്സാക്ട്ലി ഏത് അങ്ങനെയല്ല, ഞാൻ ഇതിൽ ഹരീഷ് ബ്രോന്റെ ഒരു അഭിപ്രായം ചോദിച്ചത്. മനസ്സിലായി. അല്ല, അത് ഇപ്പൊ ബ്രോ ചോദിച്ചത് വേണമെങ്കിൽ ഇപ്പൊ എക്സാക്ട്ലി പറയുകയാണെന്ന് വെച്ചാൽ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഓടിക്കഴിഞ്ഞാലും ടൈം ഡയലേഷൻ ഉണ്ടാവും. ഏത് മൂവിങ് ഒബ്സർവറിനും ടൈം ഡയലേഷൻ ഉണ്ടാവും. പക്ഷെ കുഴപ്പം എന്താ വെച്ചാൽ നമുക്കത് മനസ്സിലാവാൻ മാത്രം നമുക്ക് അത്രയും ചെറുതായിരിക്കും. ലൈക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ എന്റെ വീട്ടിൽ ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു 5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഏറെക്കുറെ എന്നാണ് എൻ്റെ ഊഹം. അപ്പോൾ അത് എക്സാക്ട്ലി ഇപ്പം എന്നോട് ചോദിക്കണം എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ ഞാൻ 5 കിലോമീറ്റർ എന്ന് പറയും. കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ 5.2 അങ്ങനെ പറയും. കുറച്ചും കൂടെ വേണമെന്ന് പറഞ്ഞാൽ 5 കിലോമീറ്ററും 400 മീറ്ററും. വീണ്ടും പ്രിസൈസ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ മീറ്റർ കണക്ക് അല്ലെങ്കിൽ മീറ്റർ, സെൻറ്റിമീറ്റർ, പിന്നെ നാനോമീറ്റർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കത് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ഓടുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ ലോക്കൽ അല്ലെങ്കിൽ നമ്മുടെ രീതിക്ക് നടക്കുന്ന മോഷൻസിന് വെച്ചിട്ടുണ്ടാവുന്ന ടൈം ഡയലേഷനും എഫക്ട്സ്. അതായത് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ട്, കാരണം അത് തിയററ്റിക്കലി അവിടെ ഉണ്ടാവണം. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് അതായത് ആസ്ട്രോണോമേഴ്സ് ഒക്കെ സ്പേസ് പോയി തിരിച്ചു വരുമ്പോൾ അവരൊക്കെ 0.02 സെക്കൻഡ്സ് ഇൻ ദ ഫ്യൂച്ചർ ആണ്. എക്സ്പെരിമെന്റ് നടത്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആറ്റോമിക് ക്ലോക്ക് വെച്ചിട്ട് അവർ ഫ്ലൈറ്റ് അറൗണ്ട് ദ ഗ്ലോബ് കറങ്ങിയ സമയത്ത് അവർ ഭൂമിയിലുള്ള സമയവും അവർ അറൗണ്ട് ദ ഗ്ലോബ് കറങ്ങി വന്നപ്പോഴുള്ള സമയം എത്രയോ വളരെ മൈന്യൂട്ട് നാനോ സെക്കൻഡ്സ് വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ആറ്റോമിക് ക്ലോക്ക് വെച്ച് കണ്ടുപിടിച്ച എക്സ്പെരിമെന്റ് ഉണ്ട്. അത് ആ ഒരു ലാർജ് സ്കെയിൽ ചെയ്യുന്നു. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ചെറിയ സ്കെയിലാണെങ്കിൽ പോലും അതിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. അതിപ്പോ ബ്രോ നേരത്തെ പറഞ്ഞ റിലേറ്റിവിറ്റിന്റെ കോൺസെപ്റ്റ് ഇപ്പൊ നമ്മള് GPS ഒക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഈ ടൈം ഡയലേഷൻ ഇതായിട്ടുണ്ടല്ലോ. അവര് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാണ്. 0.4 സെക്കൻഡ്സ് എന്തോ അവർ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാണ് GPS. അല്ലെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്യണ GPS ഒക്കെ 10 കിലോമീറ്റർ ദൂരമൊക്കെ ആയിരിക്കും ഓരോ ദിവസം. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് സാറ്റലൈറ്റ്സ് നമ്മളെ ഭൂമിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിന് കുറച്ചുകൂടി പുറത്താണല്ലോ. അപ്പൊ അവർക്ക് വേറെ ടൈം, ആ സാറ്റലൈറ്റിന് വേറെ ടൈം ആയിരിക്കും, ആ സഞ്ചരിക്കുന്ന ഒരു സ്പീഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ടൈം മാറുന്നുണ്ട്. അപ്പൊ GPS മാനുവലി ആ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാൻ പറ്റുക. സ്പേസ് സ്റ്റേഷനിൽ സ്റ്റേ ചെയ്യുന്നവർക്കൊക്കെ ചേഞ്ച് ഉണ്ടാവില്ലേ? വരുന്ന സമയത്ത് ഒരു കുറച്ച് ഒരു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ആസ്ട്രോണോമർ ആയിരുന്നു, അയാൾ പോയി തിരിച്ചു വന്നപ്പോ അങ്ങനെ പറഞ്ഞു പിന്നെ 0.02 സെക്കൻഡ്സ്. ഹരീഷ് ബ്രോ, ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയത് മനുഷ്യന്മാർ ഇനി ഫ്യൂച്ചറിൽ കണ്ടെത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ ടൈം ട്രാവലിന്റെ പോസിബിലിറ്റി എത്രത്തോളം ഉണ്ടാവും? അത് ടൈം ട്രാവലിനും ഞാൻ അതും കൂടി ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ. ഈ ടൈം ട്രാവലും ടൈം ഡയലേഷനും രണ്ട് സംഭവമാണ്. അതായത് ടൈം ഡയലേഷനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈമിന് പ്രത്യേകിച്ച് നമുക്ക് ടൈം ട്രാവലിൻ്റെ ബേസിക് ആയിട്ട് വെച്ചാൽ നമുക്ക് ടൈം ഗെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ഉള്ളത്. അതിനാണ് നമ്മൾ ടൈം ട്രാവൽ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിലേക്ക് പോവുക, ഫ്യൂച്ചറിലേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവണമല്ലോ. ഈ ടൈം ഡയലേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച്
നമ്മൾ സ്പീഡായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ടൈം സ്ലോ ആകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ഗെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനും ഇല്ല, അൺലെസ് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് അല്ലാണ്ട് പ്രത്യേകിച്ച് ഫിസിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ കൂടുതലായിട്ട് ടൈമോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള ടൈമോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഈ ടൈം ട്രാവൽ എന്നുള്ളത്, പിന്നെ ടൈം ട്രാവൽ വേറെ പോസിബിൾ ആണെന്നുള്ള രീതിക്ക് ആൾക്കാർ മാത്തമാറ്റിക്കലായിട്ടുള്ള രീതിക്ക് വരുന്നൊക്കെ ഉണ്ട്. ഈ ടോപ്പോളജി അങ്ങനത്തെ തിയററ്റിക്കൊക്കെ വെച്ചിട്ട് എക്സാക്ട്ലി നമ്മൾ വിചാരിക്കുന്ന വേണ്ട രീതിക്കുള്ള ടൈം ട്രാവലുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാച്ച് ആവാത്ത ഫിസിക്കൽ അസംഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നെഗറ്റീവായിട്ടുള്ള മാസ് വേണം, ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മുടെ ബിഗ് ബാങ്ങിൻ്റെ ഒരു സെക്കൻഡിന് മുന്നുള്ളത് വരെ നമുക്ക് വലിയ ധാരണയില്ല. ഈ ഒരു സെക്കൻഡിലുള്ള തിയറി നമുക്ക് വലിയ ധാരണയില്ല. അപ്പോൾ അത് നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടെന്ന് ഇതാവുകയാണെന്ന് വെച്ചാൽ ഇൻ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഇതാവും, പക്ഷേ വളരെ പോസിബിലിറ്റി കുറവാണ്. അപ്പോൾ ഈ ടൈം ട്രാവൽ എന്നുള്ള ഐഡിയ ഇൻ ജനറൽ അങ്ങനെ വർക്കാവില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. പക്ഷേ ടൈം ഡയലേഷൻ എന്നുള്ളത് ഇൻ ജനറൽ ഒരു നടക്കുന്ന കാര്യമാണ്. ടൈം ഡയലേഷൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റിലേറ്റീവ് മോശം വെച്ചിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് തന്നെ റിലേറ്റീവാണ്. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഞാനിപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യാന്ന് വരിക, ലൈറ്റിൻ്റെ സ്പീഡല്ല, ഒരു ലൈറ്റിൻ്റെ പകുതി സ്പീഡിൽ ഞാൻ ട്രാവൽ ചെയ്യാന്ന് വരിക. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ ട്രാവൽ ചെയ്യാണ്, ഞാനാണ്, അല്ലെങ്കിൽ സോറി എന്നെ സംബന്ധിച്ചോളം നമ്മൾ ട്രെയിനിൽ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മളിരിക്കുകയാണ്, ബാക്കിയെല്ലാം ബാക്കോട്ട് പോകുകയാണെന്നുള്ളത്. അപ്പോൾ ഇമോഷനുള്ളത് കംപ്ലീറ്റ്ലി റിലേറ്റീവാണ്. ഇപ്പം ഞാനും ഫാരിസ് ബ്രോയാണ് ട്രാവൽ ചെയ്യണമെന്ന് ഇരിക്കുക. അപ്പം ഞാൻ നോക്കണ നേരത്ത് ഞാൻ സ്റ്റേ ആണ് ഫാരിസ് ബ്രോയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഫാരിസ് ബ്രോയ്ക്ക് എന്തായാലും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം സ്ലോ ആയിട്ട് ഫീൽ ചെയ്യും. അതേസമയം പക്ഷേ ഫാരിസ് ബ്രോ നോക്കുമ്പോൾ ഞാനാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആൾ വിചാരിക്കും ഓക്കെ എനിക്കാണ് ടൈം സ്ലോ എന്നുള്ളത്. അപ്പോൾ ഈ ടൈം സ്ലോ ആവണമെന്നുള്ളതും റിലേറ്റീവാണ്, അല്ലാതെ ഒരാൾക്ക് ആബ്സലൂട്ടായുള്ള രീതിക്കല്ല. അപ്പോൾ ഈ ടൈം ഡയലേഷൻ എന്നുള്ളത് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലെ വരുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു ട്വിൻ പാരഡോക്സ് എന്നുള്ളൊരു ഫേമസ് പാരഡോക്സ് ഉണ്ട്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്വിൻസ്, അതായത് സെയിം ഏജിൽ ജനിച്ച് അല്ലെങ്കിൽ സെയിം സമയത്ത് ജനിച്ച രണ്ട് ട്വിൻസ്, അപ്പോൾ രണ്ടുപേർക്കും 20 വയസ്സാണ്. അതിലൊരാൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ട്രാവലിന് പോയി. അപ്പോൾ ആൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പോയി ഒരു 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ ആളുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരണ നേരത്ത് 10 കൊല്ലം അങ്ങോട്ട് 10 കൊല്ലം ഇങ്ങോട്ട്, അപ്പോൾ 20 കൊല്ലമാണ് ആളുടെ ടൈം ഫ്രെയിമിൽ കഴിഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്ക് കൂടുതൽ സമയം വയസ്സ് തോന്നിയിട്ടുണ്ടാവും, 20-നേക്കാളും കൂടുതൽ ഒരു 40 അല്ലെങ്കിൽ 50 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളാണ് ട്രാവൽ ചെയ്ത് പോയത്. പക്ഷേ ഈ സ്പേസ് ക്രാഫ്റ്റിലിരിക്കുന്ന ആൾക്ക് നോക്കുമ്പോൾ സ്പേസ് ക്രാഫ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം, സ്പേസ് ക്രാഫ്റ്റിലിരിക്കുന്ന ആൾ ഞാനവിടെ സ്റ്റേയിലായിരുന്നു, ഭൂമിയാണ് അകന്നു പോയത്, അല്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരും അകന്നു പോയി ഭൂമി തിരിച്ചു വന്നതാണ്, അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ റിലേറ്റീവ് ആയിട്ടുള്ളൊരു മോശം എന്നുള്ള രീതിക്ക് വരുമ്പോൾ, കാരണം എല്ലാം റിലേറ്റീവ് ആണല്ലോ. അപ്പോൾ ഇതിൽ പക്ഷേ രണ്ടുപേരും തിരിച്ച് കൂട്ടിമുട്ടുമ്പോൾ നമുക്കറിയാം ആർക്കാണ് ശരിക്കും പറഞ്ഞ വയസ്സ് കൂടിയെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ഇത് ശരിക്കും ട്വിൻ പാരഡോക്സ് എന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. കാരണം നമ്മൾ എങ്ങനെ നമ്മൾ ഈ സാധനം മനസ്സിലാക്കുന്നതും ചിന്തിക്കുന്നതും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റാണ് ഈ പാരഡോക്സുകൾ. ഈ ഫിസിക്സിൽ നമ്മൾ കുറേ ഫേമസ് ആയിട്ടുള്ള കുറേ പാരഡോക്സുകളുണ്ട്. പലൊരു പാരഡോക്സാണ് ഈ ട്വിൻ പാരഡോക്സ്. ഈ ഇന്റർസ്റ്റെല്ലറിൽ കാണണ്ടല്ലോ, അവര് 8 വയസ്സുള്ള മോളിട്ടിട്ടാണ് പുള്ളിക്കാരനെ സ്പേസിലോട്ട് പോകുന്നത്. എന്നിട്ട് തിരിച്ചു വരുമ്പോ മകള് 80-85 വയസ്സുള്ള സ്ത്രീയായിരിക്കും, പുള്ളിക്കാരൻ എപ്പോഴും 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. പ്ലാനറ്റിൽ പോകുന്നുണ്ടല്ലോ. അതെ. അപ്പൊ അതില് ക്വസ്റ്റൻ എന്ന് വെച്ചാൽ അവിടത്തേല് കാരണം എന്താ വെച്ചാൽ മറ്റേ ഗ്രാവിറ്റേഷൻ കൂടി വരുന്നുണ്ട്. പക്ഷെ ആൾ ട്രാവൽ ചെയ്തുകൊണ്ട് മാത്രമാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആൾക്കാർക്ക് ചിന്തിക്കാം ഓക്കെ അയാൾ വിചാരിക്കുകയാണ് ആളവിടെ നിന്നു, അതായത് ആളല്ല ട്രാവൽ ചെയ്ത് മോളാണ് ട്രാവൽ ചെയ്ത്, മോള് തിരിച്ച്, അപ്പൊ മോൾക്കാണുള്ള വെച്ചാൽ സെയിം റിവേഴ്സ് എഫക്റ്റ് എന്താ വരാത്തെന്നുള്ള രീതിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുമ്പോൾ ഗ്രാവിറ്റിയും കൂടി വരുന്നുണ്ട്. ഗ്രാവിറ്റിയും കൂടി വരുമ്പോൾ കൂടുമ്പോൾ ടൈം സ്ലോ ആവുന്ന, ഗ്രാവിറ്റി കൂടുമ്പോൾ ടൈം സ്ലോ ആവും. അതുപോലെ തന്നെ ട്വിൻ പാരഡോക്സിൻ്റെ ശരിക്കുള്ള കറക്റ്റായുള്ള ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനറേറ്റിവിറ്റി കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം ഈവൻ തോ ഒരാൾ മൂവ് ആണെങ്കിലും ഒരാൾ തിരിച്ചു വരണ നേരത്തെ ആൾക്ക് ഡി ആക്സലറേറ്റ് തിരിച്ചു വരേണ്ടി, ഇപ്പോൾ ആരാണോ മൂവ് ചെയ്യുന്ന ആൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആക്സലറേഷൻ കൊടുക്കേണ്ടി വരും. അതായത് ഫ്രണ്ടിലേക്ക് പോകാനും അതുപോലെ തിരിച്ചു വരാനും ഒരു ആക്സലറേഷൻ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ ആക്സലറേറ്റ് ചെയ്യണ മൊമെൻറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഉള്ളത്. അത് കുറച്ച് കോംപ്ലക്സ് ആണ്, ഞാൻ അധികം അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ ബ്രോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബ്രോ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് പഠിച്ചതാണോ അതോ എങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് പണ്ട് മുതൽ എങ്ങനെ നോക്കി ഇതിനെ പറ്റിയൊക്കെ ഞാൻ ഇൻ ജനറൽ ഇപ്പോൾ ഈ ട്വിൻ പാരഡോക്സും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ BSc ഫിസിക്സിലും MSc ഫിസിക്സിലും നമ്മൾ പഠിക്കുന്നതാണ്. ഇതൊരു കോളേജ് ലെവലിലുള്ള ഏറെക്കുറെ എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് എക്സാക്ട്ലി എന്നത് മനസ്സിലായില്ലെങ്കിലും നമ്മളിതൊക്കെ കേട്ടിട്ടുണ്ടാവും ഏറെക്കുറെ. ആ സമയത്ത് എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഞാൻ BSc പഠിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റെല്ലാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ സെക്കൻഡ് ഇയർ ആണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂർ സെൻറ് തോമസ് ആയിരുന്നു BSc പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിതുപോലെ കുറേ പ്രാവശ്യം കയറി പടം കണ്ടു. നമുക്ക് ആ സമയത്ത് നടക്കണമെന്നുള്ളൊരു പിടി കിട്ടണില്ല. കാരണം എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട്. അതെ, അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു ആ സമയത്ത് പടം കണ്ട് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ പിന്നീട് കണ്ടപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓക്കെ ഇതാണ് ആ സമയത്ത് ഉദ്ദേശിച്ചത്, അതാണ് സമയത്ത് ഉദ്ദേശിച്ചത്. ആ സമയത്ത് നമ്മളൊരു സമയത്ത് എന്താ പറയുക
പടം ആസ് സച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആർട്ടിസ്റ്റിക് വാല്യൂല് ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ സയൻറ്റിഫിക് കൺസെപ്റ്റ് ആണെങ്കിലും അവർ ഭയങ്കര നൈസായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയണത്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പോയി കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ, ഞാൻ പറയും എനിക്കിത് മനസ്സിലായെന്ന് പറയും, അവൻ പറയും അവനത് മനസ്സിലായെന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ രണ്ടുകൂടി ഡിസ്കഷൻ നടക്കും. അപ്പോൾ അവൻ മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതായിരുന്നു. പക്ഷെ നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സംഭവം ഉണ്ടാവും, ഇങ്ങനെ സംഭവം ഉണ്ടാവും. അന്ന് കണ്ടപ്പോഴും എന്തൊക്കെയാ ഇപ്പൊ നോട്ട് ചെയ്യണ്ടേ? അന്ന് കണ്ടപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലായിരിക്കും പറഞ്ഞാൽ. സയൻറ്റിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ ഓക്കെ ഇതൊക്കെ ഉണ്ടാവാം എന്നുള്ളതായിരുന്നു. ഇപ്പം കണ്ടപ്പോൾ എനിക്ക് ഓക്കെ ഇതാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആ സയന്റിഫിക് പാർട്ട് കൂടുതൽ ഇപ്പോൾ കയറി ചെയ്യുന്നില്ല. കാരണം അപ്പോൾ വെച്ചാൽ അതിന് ഓക്കെ അത് വർക്കാവാൻ ചാൻസ് ഉള്ള സാധനമാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ ഈ പറഞ്ഞ ഇടയ്ക്കിന് മറ്റേ ഇങ്ങനെ തിരിച്ചു വന്നിട്ട് ആളുടെ മോള് മരിക്കാൻ കിടക്കണമെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മ ഇതെന്തെന്നുള്ള രീതിക്കായിരുന്നു. അപ്പം അതൊക്കെ ആലോചിച്ചിട്ടായിരുന്നു, അതൊക്കെയായിരുന്നു ഞാൻ കൂടുതൽ ആലോചിക്കേണ്ടായിരുന്നത്. ഇപ്പം കാണുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പാട്ടിനേക്കാളും കൂടുതൽ വെച്ചാൽ ഓക്കെ ആളുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ ആൾ മറ്റേ കാറിൽ ആദ്യമായിട്ട് പോകണ നേരത്ത് വെച്ചാൽ സ്പേസിലേക്ക് രണ്ടാമത്തെ സമയത്ത് പോകണ നേരത്ത് ആൾ മറ്റേ കോട്ടൊക്കെ പൊക്കി നോക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, മോൾ അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സീൻസൊക്കെ കാണുമ്പോൾ ആ ഇമോഷണൽ കണക്ഷൻ, അതുപോലെ തന്നെ ആൾ മറ്റേ ലെറ്റേഴ്സ് ഇങ്ങനെ കാണുമല്ലോ, ആൾ മറ്റേ ലെറ്റേഴ്സ് അല്ല വീഡിയോസ് അയച്ചു കൊടുക്കുന്ന നേരത്ത് ആളുടെ വീഡിയോസ് കാണുന്ന നേരത്ത് ആളെ ഇമോഷൻ, അപ്പോൾ ആളുടെ അഭിനയം അതൊക്കെ ആയിരുന്നു. പിന്നെ കണ്ടപ്പോൾ നമ്മൾ ആ പാർട്ടൊക്കെ ആയിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് അതൊന്നും മനസ്സിലാവാനുള്ള ബോധമില്ല, അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. നമ്മൾ നേരെ ഇതൊന്നിങ്ങനെ എന്നുള്ള രീതിക്കായിരുന്നു ആലോചിച്ചു. ക്യൂരിയസ് ആയിരുന്നല്ലേ? അല്ല, അപ്പോൾ BSc കഴിഞ്ഞിട്ട് പിന്നെ ബ്രോ പിന്നെ മാസ്റ്റേഴ്സ് എടുത്ത്? BSc കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക്. മാസ്റ്റേഴ്സ് എടുത്തത് ഫിസിക്സ് ഫീൽഡ് തന്നെയായിരുന്നു. അത് എന്നാണ് ആസ്ട്രോണോമിയിലോട്ട് മാറിയത്? ഞാൻ മാസ്റ്റേഴ്സ് ഫിസിക്സിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് മാസ്റ്റേഴ്സിൽ ലാസ്റ്റ് ഫൈനൽ ഇയർ ഒരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് ആണ് ഈ ആസ്ട്രോ ഞാൻ കോസ്മോളജിയാണ് ഞാൻ ആ സമയത്ത് പ്രൊജക്റ്റായിട്ട് എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് പിന്നെ ആസ്ട്രോണമി അല്ലെങ്കിൽ ഗാലക്സീസിലേക്ക് മാറിയത്. ഓക്കെ. അപ്പോൾ ബ്രോ പറഞ്ഞു ഒരുപാട് ഗാലക്സീസിനെ വീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ എന്തെങ്കിലും ഉണ്ടോ മൈൻഡിൽ, അത്രക്കും സ്ട്രൈക്കിംഗ് ആയി കണ്ട ആ ഗാലക്സിയിൽ നടക്കുന്ന ഒരു കാര്യം? അയ്യോ അങ്ങനെ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഏലിയൻ ലൈഫ് ഉണ്ട് എന്ന് ബ്രോ വിശ്വസിക്കുന്നുണ്ടോ? ഏലിയൻ ലൈഫ് ഉണ്ടെന്ന് പോസിബിലിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഏലിയൻ ലൈഫ് നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഏലിയൻ ഉണ്ടെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഭൂമിയിലെ ഏലിയൻസ് ആയിട്ട് നമ്മൾ കോൺടാക്ട് ഉണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒബ്സർവേഷനിലൂടെ എന്തെങ്കിലും വേറെ ഗാലക്സീസിൽ കാണാൻ പറ്റിയതായിട്ടുള്ള അങ്ങനത്തെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു എക്സോ പ്ലാനറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ പ്ലാനറ്റ് ആണെന്നാണ് എൻ്റെ ഊഹം. ആ പ്ലാനറ്റിനെ പറ്റി ആൾക്കാർ ആ പ്ലാനറ്റ് ഭയങ്കര ഫേമസ് ന്യൂസ് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബയോ ഓർഗാനിസംസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസാണ് അവിടെ നിന്ന് ഈ JWST ഈ ടെലിസ്കോപ്പിൽ നിന്ന് ഡിറ്റക്ട് ചെയ്തത്. അതുപോലെ എക്സാക്റ്റ് ആ ഗ്യാസിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്നൊരു, പക്ഷേ നമുക്ക് നമ്മൾ ഡീൽ ചെയ്യുന്ന ഓക്സിജൻ നൈട്രജൻ അങ്ങനത്തെ ഗ്യാസ് അല്ല. പക്ഷെ ഇതുപോലെ എന്തോ ഒരു ഓർഗാനിസംസിന്റെ പ്രൂഫ് ഉള്ളത് സൂചിപ്പിക്കുന്ന രീതിയിൽ അതെ ലിവിങ് ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു തരത്തിലുള്ള ഗ്യാസ്. അപ്പൊ ആ ഗ്യാസ് അവിടെ ഉണ്ടെന്നുള്ളത് ഡിറ്റക്ട് ചെയ്തു. അതിനർത്ഥം നമ്മൾ അവിടെ ഉണ്ടാവുന്നത് ഇന്റലിജന്റ് ആയിട്ടുള്ള ലൈഫ് ബീങ്സ് ആവണമെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നമ്മളെപ്പോലെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ആൾക്കാരാണോ, അങ്ങനെ യാതൊരു ഇതുമില്ല. അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന രീതിക്കുള്ള ഏലിയൻസ് ആവണമെന്നോ അങ്ങനെയും ഇല്ല. നമുക്ക് വിചാരിക്കാത്ത രീതിക്കുള്ള സാധനങ്ങളായിരിക്കാം. ഇനി അതന്നെ അതെ അതന്നെ. പിന്നെ ഈ ലൈഫ് ഉണ്ടെന്നുള്ളതിന് ഒരു 100% പ്രൂഫ് പറയുന്നില്ല. അവർ പറയുന്ന കോൺഫിഡൻസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 99.7% ആണ്. അപ്പോൾ ഈ 0.3 എന്ന് പറഞ്ഞാലും ഒരു സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്മൾ ഈ 99.7% അവർ പറയുന്നുണ്ട് 99.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് 99.7-ഉം 100 തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് 100 ആണെന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. 99.7 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി ഇതിലായിട്ടാണ് വയ്ക്കുക. കാരണം വെച്ചാൽ ഇതിൻ്റെ ഡിറ്റക്ഷൻ 2 പോസിബിലിറ്റി ഉണ്ട്. അതായത് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടില്ല, ജസ്റ്റ് വായിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ഈ ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാക്കുന്ന ഗ്യാസാണ് ഇൻ ജനറൽ. നമ്മുടെ ഭൂമിയിലൊക്കെ ആ ഗ്യാസ് അങ്ങനെയാണ് ആ ഗ്യാസ് കണ്ടിട്ടുള്ളൂ. അല്ലാതെ വേറെ രീതിക്കൊന്നും അത് പ്രൊഡക്ഷൻ കണ്ടിട്ടില്ല. പക്ഷേ പിന്നീട് എപ്പോഴും ഒരു പോസിബിലിറ്റിയും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മീറ്റോറൈറ്റ്സ്, അതായത് മറ്റേ ഉൽക്കകളുണ്ടല്ലോ, ഉൽക്കകളിൽ അങ്ങനെ ലൈഫ് ഓർഗാനിസംസ് ഒന്നുമില്ല. പക്ഷേ ഏതൊരു ഉൽക്കയിലും ഈ ഗ്യാസിൻ്റെ പ്രസൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉൽക്കയിൽ ഇതുണ്ടെങ്കിൽ അല്ല, ഭൂമിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നൊരു ഉൽക്കയിൽ, അപ്പോൾ ഒരു ഉൽക്കയിലും ഈ ഗ്യാസിൻ്റെ പ്രസൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഉൽക്കയിലെ ലൈഫില്ല നമുക്കറിയാം, കാരണം ഉൽക്ക കുറച്ചും കൂടെ അടുത്ത് പോയതാണ്. അപ്പോൾ നമുക്കൊരു ധാരണയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ അങ്ങനെ ഉണ്ടായ സ്ഥിതിക്ക് ഇവിടെയും വേറെ രീതിയിലായിരിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരിതും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ 0.3% നമ്മളൊരു ഇത് കൊടുക്കുന്നത്. അതായത് എന്താ പറയുക, പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ആ 99.7% എന്ന് പറഞ്ഞാൽ ലൈഫ് ഉണ്ടാവാനുള്ള ഡിറ്റക്ഷൻ അല്ല, ആ ഗ്യാസ് അവിടെ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി, ഗ്യാസിന്റെ പ്രോബിലിറ്റി അതെ അതിനേക്കാളും കുറവായിരിക്കും. ഗ്യാസ് അവിടെ ഉണ്ടെന്ന് അവർക്കറിയാം, പക്ഷേ ഗ്യാസ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് അവരിപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഈ മീറ്റിയോറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ റീസെൻ്റ്ലി ഒരു ജെയിംസ് വെബ് ഒരു ട്രാക്ക് ചെയ്തിരുന്നൊരു മീറ്റിയോർ ഉണ്ടായിരുന്നു. ഭൂമിനെ വന്ന് ഹിറ്റ് ചെയ്യാൻ നിൽക്കുന്ന 2042 32 എങ്ങാനും അതിനെ ട്രാക്ക് ചെയ്തിരുന്നു. എന്നിട്ട് അതിൻ്റെ പോസിബിലിറ്റീസ് 1%ഉം ഇങ്ങനെ കുറഞ്ഞു വന്നേ. അത് ട്രാക്ക് അത് കണ്ടായിരുന്നോ? അയ്യോ, ഞാനത് അത്ര ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഇങ്ങനെ ഈ ഉൽക്കകൾ നമുക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ്. അതായത് എപ്പോഴാണെങ്കിലും പിന്നീട് സേഫ് ആണ് പിന്നെ സേഫായി അതിന്റെ പോസിബിലിറ്റീസ് കൂടി ഒന്ന് 2% 3% അങ്ങനെയുള്ളൂ വരുന്നത്. പിന്നെ 0 അതിലായി. പിന്നെ ഇല്ല ഒരിക്കലും പോസിബിൾ ആയി വരില്ല എന്നാണ് ഒരു വീഡിയോ നല്ല വൈറലായിരുന്ന ഒരു മീറ്റിയോർ വരുന്നത്. നമ്മളതിനെ കുറിച്ച് അതെ ഒരു ആ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ ഉണ്ടായിട്ട് ആകെ അത് പോർച്ചുഗലില് അതെ പെൺകുട്ടി വീഡിയോ അതിങ്ങനെ പോണതല്ല. ഓക്കെ ഓക്കെ. അങ്ങനത്തെ മീറ്റോറൈറ്റ്സ് ഈ പറഞ്ഞ കണക്കിന് അത് നമ്മുടെ ഭൂമിയിൽ ഡയറക്റ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്ന വെച്ചാൽ അങ്ങനത്തെ അങ്ങനത്തെ ചെറിയ മീറ്റോറൈറ്റ്സ് ആണ്. ഇത് നമ്മുടെ ലൈഫ് എക്സ്റ്റൻഷൻ വരുന്ന രീതിക്കുള്ള മീറ്റോറൈറ്റ്സ് അത് നമ്മൾ അന്ന് വന്നത് ചെറുതായിരുന്നു. അല്ലെങ്കിൽ അത് ഭൂമിയിൽ ഒന്ന് ഇടിച്ചോന്ന് കാര്യം ഭൂമിയുടെ അറ്റ്മോസ്ഫിയറോടെ പാസ് ചെയ്താൽ പോലും ഈ പറഞ്ഞ ഇങ്ങനത്തെ ഇതുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റും അല്ലെങ്കിൽ ഇങ്ങനത്തെ പച്ചക്കളർ മഞ്ഞ കളർ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ആയതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനത്തെ ലൈറ്റ്സ് ഉണ്ടാവും. പക്ഷേ ഈ ഇപ്പോൾ ദിനോസറിനൊക്കെ കൊന്നു എന്നൊക്കെ പറയുന്ന രീതിക്കുള്ള ഉൾക്കകളൊക്കെ വന്നാലാണ് പിന്നീട് വന്നിട്ടില്ല. ഈ മെറ്റീരിയലിന്റെ കേസൊക്കെ പറഞ്ഞപ്പോഴാണ് മറ്റേ ഈ ഷൂട്ടിംഗ് സ്റ്റാറിന്റെ കൺസെപ്റ്റ് എന്താ ശരിക്കും? അയ്യോ, ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ ജനറൽ പറയുന്നത് ഈ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വാൽനക്ഷത്രം എന്നുള്ളത് ഈ പറഞ്ഞ കണക്കിന് പാസിംഗ് ബൈ ഇതാണ്. അതായത് ഉൽക്കകളാണ് ഈ പറഞ്ഞ കണക്കിന്. അതിന്റെ ബാക്കിൽ ഈ പറഞ്ഞ കണക്കിന് നമുക്കൊരു ടെയില് പോലെ അത്രേ ഉള്ളൂ. അതാണെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ബ്രോ, ഈ ടെലസ്കോപ്പിൽ ഇങ്ങനെ ഗാലക്സി എന്താ പറയുക കാണുന്നതിനെ പറ്റി പറഞ്ഞ സമയത്ത് ഇപ്പോൾ ഗാലക്സി അല്ലാതെ വേറെ എന്തെങ്കിലും ഞങ്ങൾ കാണിച്ചു തരാൻ ഫോണിൽ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഞാൻ നോക്കട്ടെ. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെ നിയർ ബൈ പ്ലാനറ്റ്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിക്ക് അതിന്റെ പ്ലാനറ്റ്സ് JWST വെച്ചിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ ഹരീഷ് ബ്രോ ജെയിംസ് വെബ് ഇപ്പോൾ റീസെൻ്റ്ലി എന്തെങ്കിലും അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ട് അയച്ചു എന്തെങ്കിലും കാണിച്ചു തരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെലിസ്കോപ്പ് എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ അല്ല. നമ്മുടെ ആസ്ട്രോണമിയിൽ ഇൻ ജനറൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ ഓപ്പൺ കമ്മ്യൂണിറ്റിയാണ്. അതായത് ഒരാളുടെ ഡാറ്റ എടുത്തിട്ട് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന സയന്റിഫിക് റിസൾട്ട്സ് ഒക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് പരമാവധി പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ നോക്കും. കാരണം വെച്ചാൽ ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ വേറെ ഒരാൾക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ള രീതിക്ക്. അപ്പോൾ ഈ JWST ആണെങ്കിലും അല്ലെങ്കിൽ HST ഡാറ്റ ഒക്കെ ആണെങ്കിലും അവർ 2-3 കൊല്ലം അവർ പ്രൈവറ്റ് ആയിട്ട് വെക്കും. അത് കഴിഞ്ഞാൽ അവരത് പബ്ലിക്കായിട്ട് ആൾക്കാർക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇങ്ങനെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ബ്രോ, ഈ ഗാലക്സീസ് പഠിക്കുന്നതിന്റെ ഒരു എൻഡ് ഗോൾ എന്താണ് ഒബ്ജക്റ്റീവ് എന്താണ് ഇതിലൂടെ? ഈ ഗാലക്സീസ് ഇപ്പം ഞാൻ ഗാലക്സീസിനെ പറ്റി പഠിക്കുന്നതിന് മെയിനായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാലക്സീസ് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗാലക്സീസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ അകലെയുള്ള ഗാലക്സീസ് ആണ് നമുക്ക് എന്താ പറയുക യൂണിവേഴ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണത് അല്ലെങ്കിൽ ടോട്ടൽ മാറ്റർ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. ഇതൊക്കെ നമുക്ക് ഗാലക്സീസ് വെച്ച് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ദൂരം പോകുന്നതോറും അടുത്തൊക്കെയാണെങ്കിൽ നമുക്ക് വേറെ ഗ്യാഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള മാറ്റർ കണ്ടന്റൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷേ ദൂരേക്ക് പോകുന്നതോറും നമുക്ക് ഗാലക്സീസ് മാത്രമാണ് നമുക്ക് ഓരോ വഴിയുള്ളത്. അതുപോലെ തന്നെ ഗാലക്സീസ് എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ഗാലക്സീസ് എങ്ങനെയാണ് ഫോം ചെയ്തതെന്നൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ ഡാർക്ക് മാറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന മാറ്റർ അല്ലെങ്കിൽ നമ്മൾ ആറ്റംസ് ആണ് നമ്മുടെ ടോട്ടൽ നമ്മുടെ അറിയുന്ന മാറ്ററിൻ്റെ മെയിൻ കോൺസ്റ്റൻസ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മുടെ ടോട്ടൽ യൂണിവേഴ്സിൻ്റെ 5% മാത്രമാണ് നമ്മുടെ നോർമൽ മാറ്റർ ഉള്ളൂ. ബാക്കി 95% നമുക്ക് അറിയാത്ത തരത്തിലുള്ള 2 കോമ്പോണൻസ് ആണ്. ഇതിൽ 25% ഡാർക്ക് മാറ്റർ എന്നുള്ളൊരു കമ്പോണൻറ്റും 70% ഡാർക്ക് എനർജി എന്നുള്ളൊരു കമ്പോണൻറ്റും. ഇതെല്ലാം ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതെ, ഒബ്സർവബിൾ യൂണിവേഴ്സിനുള്ളിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ 70-25-5 എന്നുള്ളത് എക്സാക്ട്ലി അങ്ങനെ അല്ല, അത് ഡിഫറെൻ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഞാനൊരു ആവറേജ് ആണ് പറയുന്നത്, ആവറേജ് ഔട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അതിൽ 25% ഡാർക്ക് മാറ്റർ എന്നുള്ളത്. അതിൽ 70% ഡാർക്ക് എനർജിനെ പറ്റി നമുക്കൊരു ധാരണയില്ല എന്താ സംഭവം എന്നുള്ളത്. അതായത് ഇതായിരിക്കാം, അതായത് ഒരു ഐഡിയ ഇല്ല. അപ്പം എന്താണെന്നുള്ളതിനെ പറ്റി ഡാർക്ക് എനർജിനെ പറ്റി നമുക്ക് യാതൊരു ധാരണയില്ല. ഡാർക്ക് മാറ്ററിനെ പറ്റി നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ സെൻസ് ഇങ്ങനെയായിരിക്കാം ഈ പാർട്ടിക്കിൾ ഉണ്ടാവേണ്ടത്, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമുക്ക് അറിയാവുന്ന മാറ്ററിൻ്റെ ഈ പറഞ്ഞ കണക്കിന് 5% മാത്രമേ നമുക്ക് 5% അല്ല, മാറ്റർ കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഒരു 20-30% മാത്രമാണ് നോർമൽ മാറ്റർ ഉള്ളൂ. ബാക്കി മാറ്റർ എന്നുള്ള രീതിക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ബാക്കി 60-70% നമുക്ക് അറിയാത്ത സാധനമാണ്. അതാണ് നമ്മൾ ഡാർക്ക് മാറ്റർ എന്നുള്ള രീതിക്ക് പറയുന്നത്. അപ്പോൾ ഈ ഡാർക്ക് മാറ്റർ എങ്ങനെയാണ് എന്താണെന്നുള്ളത് കൂടുതൽ പഠിക്കാനായിട്ട് നമുക്ക് ഈ ഗാലക്സീസിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗാലക്സീസ് എങ്ങനെ ഫോം ചെയ്തു. കാരണം ഗാലക്സീസ് ഫോം ചെയ്യാനായിട്ട് പ്രധാന കാരണക്കാരൻ ഡാർക്ക് മാറ്ററാണ്. കാരണം നമ്മുടെ ടോട്ടൽ മാറ്ററിനേക്കാളും വളരെ കൂടുതലാണ് ഡാർക്ക് മാറ്ററിൻ്റെ
കമ്പോണൻറ്റ്. അപ്പോൾ ഈ ഗാലക്സീസിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതും അതുപോലെ തന്നെ ഗാലക്സീനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നതും ഇതൊക്കെ ഡാർക്ക് മാറ്ററാണ്. അപ്പോൾ ഗാലക്സിയുടെ ടോട്ടൽ ഡൈനാമിക്സ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗാലക്സീനെ ടോട്ടൽ എങ്ങനെയാണ് ഇത് ഗാലക്സി ബിഹേവ് ചെയ്യേണ്ടത്, ഗാലക്സി എന്തൊക്കെ കാണിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഡാർക്ക് മാറ്ററിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡാർക്ക് മാറ്ററാണ്. അപ്പോൾ ഈ ഡാർക്ക് മാറ്റർ എന്താണെന്നും ഡാർക്ക് മാറ്റർ എങ്ങനെയാണ് ഇരിക്കുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡാർക്ക് മാറ്റർ എന്നും പഠിക്കാനായിട്ട് ഈ ഗാലക്സീസിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഉപകാരം. ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ, ഇപ്പൊ നമുക്ക് മാറ്റർ എന്താന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഇതൊക്കെ മാറ്ററാണ്, നമ്മൾ കാണുന്ന ഫോണ്, ഗ്ലാസ് ഒക്കെ മാറ്ററാണ്. പക്ഷെ ഡാർക്ക് മാറ്റർ എന്താണ്, ലൈക്ക് ഫിസിക്കലി അതിന്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, അതെങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുക? ഡാർക്ക് മാറ്റർ എന്നുള്ള പേര് വെച്ചാൽ നമ്മൾക്ക് കാണുന്ന ചുറ്റുള്ള സാധനങ്ങളാണ് നമ്മൾ സാധാരണ നോർമൽ മാറ്റർ. അല്ലെങ്കിൽ നമ്മൾ ഈ നോർമൽ മാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോഴത്തെ നമുക്ക് അറിയുന്ന പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചുറ്റുള്ള സാധനങ്ങളെല്ലാം ആറ്റംസ് ആണ്. ഈ ആറ്റംസിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ന്യൂട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്. ന്യൂട്രോണിനുള്ളിൽ പോകുകയാണെങ്കിൽ ക്വാർക്ക്, അങ്ങനത്തെ ഗ്ലൂവോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ബേസിക് ഫണ്ടമെൻ്റൽ സ്ട്രക്ചർ അറിയാം, കാണുന്ന മാറ്ററിൻ്റെ. ഇതൊക്കെയാണ് നമുക്ക് പാർട്ടിക്കിൾസ് ഉള്ളത്. അതിൽ ലാസ്റ്റായിട്ട് നമുക്ക് അറിയാത്തൊരു പാർട്ടിക്കിളായിരുന്നു ഹിഗ്സ് ബോസോൺ. അതാണ് ഈ അടുത്ത LHCയിൽ 2012 കണ്ടുപിടിച്ചത്. അപ്പോൾ അതും കൂടെ കിട്ടിയതോടുകൂടി നമുക്ക് അറിയുന്ന മാറ്ററിൻ്റെ എല്ലാം കോൺസ്റ്റിറ്റ്യൂൻസ് എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇതൊക്കെ ലൈറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യും, നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങളാണ് ഏറെക്കുറെ. ഇത് വെച്ച് എല്ലാ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് അല്ല, പക്ഷേ ഇതെല്ലാം കൂടി കൂടിച്ചേർന്നുണ്ടാകുന്ന സാധനങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്തതാണെന്നുള്ളതാണ് സംശയം. അതായത് ലൈറ്റായിട്ട് ഇത് ഇൻട്രാക്ട് ചെയ്യില്ല. അതായത് ലൈറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്താൽ നമ്മൾ ലൈറ്റ് വഴിയാണ് നമ്മൾ എല്ലാ സാധനങ്ങളും കാണുന്നത് അല്ലെങ്കിൽ പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെലിസ്കോപ്പിന് ഒരു ഡാറ്റയും തിരിച്ചു തരാൻ പറ്റില്ല. ഡാർക്ക് മാറ്ററിൻ്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ പിക്ചർ നമുക്ക് കിട്ടില്ല. പക്ഷേ ഡാർക്ക് മാറ്റർ ഗ്രാവിറ്റേഷനിൽ ഇൻട്രാക്ട് ചെയ്യും. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കണക്കിന് ഇപ്പോൾ ഒരു സ്പേസ് ടൈം അല്ലെങ്കിൽ ഒരു ചെറിയൊരു തുണി ഇവിടെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ബോൾ വെച്ചിട്ടുണ്ട്. ഈ തുണി ഇൻവിസിബിളാണ്, ഈ ബോൾ ഇൻവിസിബിളാണെന്ന് ഇരിക്കുക. ബോൾ ഇരിക്കുന്നിടത്ത് ഒരു ചെറിയൊരു കുഴി ഉണ്ടാവും. അപ്പോൾ സാധാ ഞാനൊരു ബോൾ ഇതിൽക്കൂടെ ഇട്ട് കഴിഞ്ഞാൽ, ആ തുണിയുടെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് കറങ്ങണ നേരത്ത് ആ ബോളിന് ചുറ്റായിരിക്കും കിടന്ന് കറങ്ങുന്നുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം ഓക്കെ അവിടെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. ഈവൻ തോന്നുന്നു നമുക്കത് കാണാൻ പറ്റില്ലെങ്കിലും ഗ്രാവിറ്റേഷനിൽ അതോടൊരു സംഭവം ഇൻട്രാക്ട് ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യണമെന്ന് വെച്ചിട്ട് നമുക്ക് ഡാർക്ക് മാറ്റർ എങ്ങനെ ഇരിക്കും, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഗാലക്സീസിനെ പറ്റി പഠിക്കുന്നത്. ഗാലക്സീസ് ഇങ്ങനെ നമ്മൾ ഡാർക്ക് മാറ്റർ ഹാലോയിൽ എംബഡ് ചെയ്തിരിക്കുക എന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു വലിയൊരു പുഡിങ് എടുക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വലിയൊരു കേക്ക് പോലെ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലായിരിക്കും നമ്മുടെ ഗാലക്സി ഉണ്ടാവുക. അതിന് ചുറ്റി പറഞ്ഞിരിക്കുന്നത് ഡാർക്ക് മാറ്ററിൻ്റെ ഒരു വലിയൊരു ഇതായിരിക്കും. അല്ലെങ്കിൽ ഒരു വലിയ ബോൾ, നമ്മൾ മറ്റേ ബോളിങ്ങിനൊക്കെ പോകുന്നിടത്ത് ഉപയോഗിക്കുന്ന ബോൾ ഉണ്ടല്ലോ, ആ വലിയൊരു ബോൾ, ആ ബോളിൻ്റെ സെൻട്രലായിട്ടായിരിക്കും ഡാർക്ക് മാറ്റർ നമ്മുടെ സാധാരണ നോർമൽ ഗാലക്സി ഉണ്ടാവുക. അതിന് ചുറ്റുമുള്ള ബാക്കി എല്ലാം ഈ പറഞ്ഞ കണക്കിന് ഡാർക്ക് മാറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഡാർക്ക് മാറ്റർ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഈ ടോട്ടൽ ഗാലക്സിയുടെ ഷേപ്പും അതിൻ്റെ സ്ട്രക്ചറും സൈസും ഇരിക്കണ ടോട്ടൽ അലൈൻമെൻ്റ് ഒക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇരിക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഡാർക്ക് മാറ്റർ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ പറ്റി ഒറ്റ ഗാലക്സി എന്നല്ല പല പല ഗാലക്സി നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു ധാരണ കിട്ടും. ഓക്കെ, ഇൻ ജനറൽ ഡാർക്ക് മാറ്റർ ഇങ്ങനെയായിരിക്കണം. അതിപ്പോൾ ഓരോ പെർസെൻറ്റേജ് കമ്മിയായി വരില്ല കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും കണ്ടെത്തി വരുമ്പോഴും? നമ്മൾ ഇങ്ങനെ കൂടുതൽ പഠിക്കുന്തോറും നമുക്ക് ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഡാർക്ക് മാറ്റർ എന്തായിരിക്കും എന്നുള്ളതിനെ നമുക്ക് കുറച്ച് പ്രെഡിക്റ്റഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഡാർക്ക് മാറ്ററിൻ്റെ സ്വഭാവം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണയുണ്ട്. അപ്പോൾ ഈ നമ്മളപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മളൊരു തിയറി ഉണ്ടാക്കും, ഓക്കെ ഡാർക്ക് മാറ്ററിൻ്റെ സ്വഭാവം ഇതാണ്. അങ്ങനെ ഒന്നല്ല, 100-200 തിയറീസ് ഉണ്ട്. അപ്പോൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവണം, നമ്മളൊരു ഒബ്സർവേഷൻ ഇങ്ങനെ ഉണ്ടാവണം ഇതാക്കും. എന്നിട്ട് ആ ഒബ്സർവേഷൻ അവിടെ ഉണ്ടോ എന്ന് പോയി നമ്മൾ ചെക്ക് ചെയ്യും. അതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന തിയറി കറക്റ്റാണ്. അപ്പോൾ നമ്മൾ റിവേഴ്സ് ആയിട്ടുള്ള രീതിക്ക് അങ്ങനെ ഇതാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരു ക്ലിയർ കട്ടായിട്ടുള്ളത് ഇതാണ് എന്നുള്ളത് പറയാൻ പറ്റും. നല്ല ടൈം എടുക്കും ആ തിയറി. ഇത് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. ഈ ഡാർക്ക് മാറ്റർ എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത നോബൽ പ്രൈസ് എന്തായാലും ഉറപ്പാണ്. കൂടുതലാവും പക്ഷേ അല്ല, ഓരോ രാജ്യങ്ങളും ഇപ്പോൾ നമ്മൾ സ്പേസ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് ഓരോ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനറലായിട്ടുള്ള നമ്മളെല്ലാവരും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഈ പൈസ പാവങ്ങൾക്ക് കൊടുത്താൽ അവർക്കത് ചെയ്യാം, അവർക്കത് ചെയ്യാം, പിന്നെ പാവങ്ങളെ പട്ടിണി മാറ്റാന്നൊക്കെ. പക്ഷെ നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ഇതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾക്ക് ഔട്ട്പുട്ട്സ് തരും, നിങ്ങൾക്കൊരു പിന്നെ ഐഡിയ ഉണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചിരിക്കും. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മളിപ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, അപ്പോൾ നമുക്ക് രണ്ടും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേസമയം നമ്മളിപ്പോൾ കുറച്ചും കൂടെ നമ്മൾ എക്കണോമിക്കലി കുറച്ചും കൂടി പോറായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എക്കോണമി സ്റ്റേബിൾ ആക്കണം. ഭക്ഷണം കഴിക്കാനുണ്ടായതിനു ശേഷമാണ് നമുക്ക് അറിവ് കിട്ടിയാലേ കാര്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ പച്ചതിരിക്കണ നേരത്തെ എൻ്റെ അടുത്ത് വന്നിട്ട് ഫിസിക്സ് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ എക്കോണമി സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ്. പക്ഷേ എക്കോണമി സ്റ്റേബിൾ ആക്കുന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഈ
അതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് കൂടെ തന്നെ പാരലായിട്ട് ഇങ്ങനത്തെ സയൻറ്റിഫിക് എക്സ്പ്ലോറേഷൻസ് വേണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ ISRO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്കിന് ഇതുപോലെ ISRO റോക്കറ്റ് വിട്ടിരുന്ന സമയത്തും ആൾക്കാർ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ആൾക്കാർ നാസയുടെ അടുത്താണെങ്കിൽ ഇതുപോലെ ആൾക്കാർ ഇതിന്റെ ആവശ്യകത കോടികൾ ചെലവാക്കി. അതെ, എന്തോരം കോടികളാണ് ചില എല്ലാ വീഡിയോന്റെ താഴെ ഉണ്ടാവും ഇങ്ങനത്തെ കുറച്ച് കമന്റുകൾ. അതെ, ഇത് ബേസിക്കലി നമുക്ക് വേണ്ടിയിട്ടില്ല, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് ബേസിക്കലി ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഒരു ക്യൂരിയോസിറ്റി ഡ്രോവറാണ്. പിന്നെ ഈ പറഞ്ഞ കണക്കിന് ഇതുകൊണ്ട് ഇപ്പോൾ എന്താണ് ഇപ്പം എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കാറുള്ള, എൻ്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടുകാർ ചോദിക്കാറുള്ള നീ ചെയ്തുകൊണ്ട് എന്താണ് കാര്യം. അതായത് ഇപ്പോൾ ഗാലക്സി അവിടെ ഉണ്ട്, ഗാലക്സിയിൽ ഇപ്പോൾ എനിക്ക് എന്തായാലും അടുത്തൊന്നും പോകാൻ പറ്റില്ല, അതായത് അടുത്തൊരു 100 കൊല്ലത്തിൽ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തിനാ അതൊക്കെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഡ്രിവൻ ആണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഫണ്ടമെൻ്റലായിട്ട് നോക്കുമ്പോൾ വെച്ചാൽ നമുക്കിവിടെ നോൺ ഫിസിക്സ് ഉണ്ട്, അതായത് നമ്മുടെ നോൺ ആയിട്ടുള്ള സയൻറ്റിഫിക് നോളേജ് ഉണ്ട്. നമ്മുടെ സയൻസിൻ്റെ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന ഫിസിക്സ് യൂണിവേഴ്സലാണെന്നുള്ളതാണ്. അതായത് എനിക്കിവിടെ അറിയുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന ഫിസിക്സ് യൂണിവേഴ്സിൻ്റെ ഏത് ഭാഗത്ത് പോയാലും കറക്റ്റായിരിക്കണം. അതൊരു സയൻസിൻ്റെ ഒരു യൂണിവേഴ്സാലിറ്റിയാണ്. അല്ല ഇവിടെ നിൽക്കുന്ന ഫിസിക്സ് വേറെ സ്ഥലത്ത് എത്തുമ്പോൾ തെറ്റുന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ കണ്ടുപിടിച്ച് ശരിക്കും ശരിയായിട്ടുള്ള സത്യമല്ല. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള സത്യം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഫിസിക്സ് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സയൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായുള്ള ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ഏറ്റവും കോർണറുകളിൽ അല്ലെങ്കിൽ ഏറ്റവും മൂലകൾ പോയിട്ട് നമ്മൾക്ക് അറിയുന്ന ഫിസിക്സും അറിയുന്ന സാധനങ്ങളും ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിക്കാണ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റാണ്, നമുക്ക് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം ഓക്കെയാണ്. അതേസമയം നമ്മൾക്ക് അവിടെ കാണുന്നതും ഇവിടെ നമ്മൾ ആലോചിക്കുന്നതും തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അത്ര നല്ലതല്ല, നമ്മളപ്പോൾ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ ടോട്ടൽ സയൻസ് എന്നുള്ള രീതിക്ക് പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, അത് എക്കണോമി ഫസ്റ്റ്, അത് ഇപ്പോൾ ഹരീഷ് ബ്രോ അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഇപ്പോൾ പ്രൈവറ്റ് കമ്പനീസ് ഒരുപാട് സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുണ്ട്, സ്പേസ് എക്സ്, ബ്ലൂ ഒറിജിൻ, വെർജിനൊക്കെ. അപ്പോൾ ഇതുപോലെ ഇന്ത്യയിൽ ഇതിൻ്റെ പോസിബിലിറ്റീസ് എങ്ങനെ കാണുന്നുണ്ടോ? അങ്ങനെ ഇന്ത്യയിലൊരു കമ്പനി ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ISRO എൻ്റെ ഒരു അറിവ് പ്രകാരം ഇവിടെ നാട്ടിലിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ യൂറോപ്പിലൂടെ വന്നിട്ട് നമ്മൾ ഇന്ത്യയിലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ISROനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. കാരണം വെച്ചാൽ ISRO എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിക്ക് സ്പേസ് മിഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പോൾ അതിനിപ്പോൾ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിക്ക് ഇപ്പോൾ സ്പേസ് മിഷൻസിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ റോക്കറ്റ് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ റോക്കറ്റ് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഈ സ്പേസ് എക്സിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീയൂസബിൾ ആയിട്ടുള്ള രീതിക്ക് റോക്കറ്റ് എഞ്ചിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് സ്പേസ് എക്സിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പോൾ നമുക്കാണെങ്കിലും അത് എക്സാക്ട്ലി അതിൻ്റെ ടെക്നോളജിയും അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും ഫിസിക്സോ അല്ലെങ്കിൽ സയൻസിനേക്കാളും കൂടുതൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇന്ത്യക്ക് ഇൻ ജനറൽ എഞ്ചിനീയറിംഗിൽ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. പിന്നെ അതിൽ ഞാൻ പറയുന്ന അത്ര ആളല്ല, കാരണം എനിക്ക് എഞ്ചിനീയറിംഗ് പറ്റി വലിയ ധാരണയില്ല. അപ്പോൾ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇന്ത്യക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ടെങ്കിലും എപ്പോഴെങ്കിലും വരും എന്ന് വിചാരിക്കാം. ഫാരിസ് എന്താ ചോദിക്കാൻ? ഇപ്പോൾ ബ്രോ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ഗാലക്സിയിൽ 100 മുതൽ 400 ബില്യൺ സ്റ്റാർസ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് 400 ബില്യണോളം ഗാലക്സീസ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് സ്മോൾ ക്ലസ്റ്റർ ഉണ്ട്, ലാർജ് ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം 5% ബ്രോ പറഞ്ഞത്. അത് കൂടാതെ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും ബാക്കി 95% വരുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഒറ്റ യൂണിവേഴ്സ് ഉണ്ടാവണേ. ഇതുപോലത്തെ ഇൻഫിനിറ്റ് യൂണിവേഴ്സസ് വരുന്ന പറയുന്ന ഒരു തിയറി ഉണ്ട്, മൾട്ടി വേഴ്സ് അല്ലേ? ഇതിൽ ബ്രോന് വിശ്വാസമുണ്ടോ? അതായത് വേറൊരു യൂണിവേഴ്സിറ്റി നമ്മൾ ഇതേപോലെ 6 ആൾക്കാർ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് റൂമിൽ ഇരുന്ന് വേറെ ഡയമെൻഷനിൽ ഇത് പോസിബിൾ ആണോ? അത് മൾട്ടിവേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് പണ്ട് മുതലേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതൊരു അത് കുറേ കൂടി ഫിലോസഫിക്കലായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. സയൻറ്റിഫിക്കലി ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ വിചാരിക്കാം മൾട്ടിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മുടെ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ വെച്ചാൽ ഓക്കെ ഒരു സാധനം ഉണ്ട് നമ്മൾ വിശ്വസിക്കാം, ഓക്കെ പ്രശ്നമുള്ള കാര്യമില്ല. നമ്മളത് അങ്ങനെ പ്രൂവ് ചെയ്യും, ലൈക്ക് എന്താണ് അതിൻ്റെ ഒബ്സർവേഷനിലായിട്ടുള്ള എഫക്ട്സ് എന്തായിരിക്കും. ഫോർ ഇൻസ്റ്റൻസ് അങ്ങനെ ഒരു മൾട്ടിവേഴ്സ് അവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഇതാക്കുക. അപ്പോൾ ഈ മൾട്ടിവേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒബ്സർവേഷണലി ആസ് ഓഫ് നൗ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വെരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നും നമുക്കിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നോളജ് വെച്ചിട്ടുള്ള അറിവില്ല. പിന്നെ തിയററ്റിക്കലി പറയാൻ പറ്റും. തിയററ്റിക്കലി ഈ പറഞ്ഞ കണക്കിന് മൾട്ടിവേഴ്സ് എന്നുള്ള ഐഡിയ അല്ല, ഇതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ നന്നായിട്ട് രീതിക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാണ്ടം മെക്കാനിക്സിൽ മെനി വേൾഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അതായത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മുടെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ വേൾഡ് ഗവേൺ ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ലോസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ വലിയ ഗ്രാവിറ്റേറ്റിംഗ് അല്ലെങ്കിൽ മാസീവായിട്ടുള്ള ബോഡീസ് ജനറലേറ്റിവിറ്റി അനുസരിച്ചിട്ടും അല്ലെങ്കിൽ സബ് ആറ്റോമിക് ആയിട്ടുള്ള പാർട്ടിക്സ് ഒക്കെ അല്ലെങ്കിൽ ലോവർ ലെവലിൽ ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ടാണ് ടോട്ടൽ നമ്മുടെ നോൺ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ബിഹേവ് ചെയ്യുന്നത്. നമ്മുടെ ലോകത്ത് കാണുന്ന ഒരു ലോ അല്ല ക്വാണ്ടം മെക്കാനിക്സിന്റെ ലോസും ഡിഫറെന്റ് ആണ് അല്ലേ? അല്ല അങ്ങനെയല്ല. അതായത് നമുക്ക്
അതെ, അത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ റയൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചിട്ട് നമ്മുടെ ടോട്ടൽ ലോകം എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്നുള്ളത് ക്വാണ്ടം മെക്കാനിക്സ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. പക്ഷേ അത് ക്വാണ്ടം മെക്കാനിക്സിൽ കാണുന്ന അതേ സാധനങ്ങൾ നമുക്ക് റിയൽ ലൈഫിൽ മേക്ക് സെൻസ് ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ പക്ഷേ ഈ പറഞ്ഞ കണക്കിന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഈ പറഞ്ഞ കണക്കിന് ഒരു ഷ്രോഡിഞ്ചേഴ്സ് ക്യാറ്റ് എന്നാണ് ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് ആണത്. അതായത് ഈ പറഞ്ഞ കണക്കിന് ഒരു പെട്ടിയുടെ അകത്തൊരു പൂച്ചയുണ്ട്. ആ പൂച്ചയുടെ അടുത്തായിട്ട് ഈ പറഞ്ഞ ഒരു റേഡിയോ ആക്റ്റീവ് ആറ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആറ്റം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡീക്കേജ് അല്ലെങ്കിൽ ആറ്റത്തിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റം അതിൻ്റെ സ്റ്റേറ്റ് മാറാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആറ്റത്തിന് എന്തെങ്കിലും ഒരു ട്രാൻസിഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ആറ്റം നടക്കൂല എന്നുള്ളത് ഒരു ക്വാണ്ടം മെക്കാനിക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. അതായത് ക്വാണ്ടം മെക്കാനിക്സ് ഗവേൺ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ആറ്റത്തിന് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതിലൊരു വിഷവാതകം വരും. ആ വിഷവാതകം പൂച്ചനെ കൊന്നുകളയും. അപ്പോൾ നമുക്ക് ഇത് തുറന്നു നോക്കിയാൽ അറിയാം ഇത് ഈ ഈ ആറ്റത്തിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് പ്രോബബിലിസ്റ്റിക് ആണ്. പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ എന്താ പറയുക നടക്കാനും നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സിൽ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഒരു സാധനം നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് പറയും, അല്ലെങ്കിൽ ഒരു സാധനം വീഴാതെ നമ്മൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്കിന് ക്വാണ്ടം മെക്കാനിക്സിൽ എല്ലാത്തിൻ്റെയും ഒരു സൂപ്പർ പൊസിഷനായിട്ടാണ് ഒരു സാധനം നിൽക്കുക. അതായത് ആ ആറ്റം ഡീക്കേ ചെയ്യാനും ചാൻസ് ഉണ്ട്, ഡീക്കേ ചെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ആ ആറ്റം നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് അത് ആറ്റത്തിൻ്റെ ലെവലിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവില്ല. പക്ഷേ അത് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അർത്ഥം പൂച്ച മരിക്കാനും ജീവിക്കാനും ചാൻസ് ഉണ്ട്. അതായത് മരിച്ചിട്ടിരിക്കാനും ചാൻസ് ഉണ്ട്, ജീവിച്ചിട്ടിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പൂച്ച റിയാലിറ്റിയിൽ അതിൻ്റെ രണ്ടിനും കൂടി ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ഫിസിക്കലി ഇച്ചിരി ബുദ്ധിമുട്ട് വെച്ചാൽ ഇത് എന്ത് സംഭവം എന്നുള്ളൊരു സാധനമാണ്. അല്ല ക്വാണ്ടം മെക്കാനിക്സ് ഇച്ചിരി വെച്ചാൽ നമുക്ക് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനോ അങ്ങനെ ഒരു സാധനം എവിടെയോ പഠിച്ചതായ സാധനം ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ പറയുന്നതാണ്. അതായത് എന്തൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ടോ ആ എല്ലാത്തിൻ്റെയും കൂടി ഒരു പോസിബിലിറ്റി ആയിരിക്കും ശരിക്കുള്ള സംഭവം. അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടായ കാരണം ആൾക്കാർ വേറെ ഇന്റർപ്രിട്ടേഷൻ കൊണ്ടെന്നാണ് മെനി വേൾഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത്. അതിൽ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിവേഴ്സ് എന്നുള്ള ഒരു ഐഡിയ ആണ്. അതായത് ഈ എല്ലാത്തിനും കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് അല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങനെ മിക്സ് ആയിട്ടൊരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മളെല്ലാം പല യൂണിവേഴ്സുകളിലാണ്. ആ യൂണിവേഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ടോ, അതായത് ഇപ്പോൾ ഇൻഫിനൈറ്റ് ആയിട്ടുള്ള ലെവലിലേക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ അതെല്ലാം നടക്കുന്നൊരു യൂണിവേഴ്സ് ഉണ്ട്. അതിലൊരു സ്പെസിഫിക് യൂണിവേഴ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് ഈ മെനി വേൾഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള രീതിക്ക് വരുന്നത്. അത് നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, പക്ഷേ ഇതിലേതാണ് ശരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും ഒരേപോലെ പ്രത്യേകിച്ച് തന്നെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസമുള്ളത്. ഈ ഷ്രോഡിഞ്ചർ ക്യാറ്റ് ഇച്ചിരി എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. ബ്രോ ഇപ്പോൾ ഇത്രയും പഠിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ ഈ യൂണിവേഴ്സിനെ പറ്റിയിട്ടും ഗാലക്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ തുടങ്ങിയ ശേഷം ബ്രോക്ക് എന്തെങ്കിലും ഫാസിനേറ്റ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടോ ഇപ്പം മനസ്സിലാക്കി വന്ന സമയത്ത്? എനിക്ക് റിലേറ്റിവിറ്റി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു. അതായത് നമ്മൾ അത് ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് ഈ ടൈം ഇങ്ങനെ മാറും, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻട്രസ്റ്റെല്ലാർ കാണുന്ന സമയത്ത് നമ്മൾ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം കൂടും, മറ്റാൾക്ക് സമയം കുറയും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇതെന്താന്നുള്ളൊരു ഇപ്പോഴാണെങ്കിൽ അതിൻ്റെ മാത്തമാറ്റിക്കലി ഈ പറഞ്ഞ കണക്കിന് അത് എനിക്ക് ഡിറൈവ് ചെയ്യാനൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ജനറൽ റിലേറ്റിവിറ്റിയാണ്. അതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു തോട്ട് എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് ആൾ എത്തുന്നത്. അതായത് മാറ്റർ എന്നുള്ള സംഭവമുണ്ട്, എനർജി എന്നുള്ള സംഭവമുണ്ട്, അല്ലെങ്കിൽ മാറ്ററും എനർജിയും ഈക്വലൻ്റ് ആണെന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ എന്നാണ് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ആൾ ഒരു സൈഡിൽ മാറ്ററിൻ്റെ ഇക്വേഷൻ ഇടും, അതുപോലെ തന്നെ ടോട്ടൽ മാറ്റർ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അതിനൊരു സൈഡിലിടും. മാറിപ്പോയി. ഈ സ്പേസ് ടൈം കർവേച്ചറും എനർജി ഡെൻസിറ്റിയും അല്ലെങ്കിൽ അത് രണ്ടും ഈക്വലൻ്റ് ആണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ആളുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൾ ഭയങ്കര ഞാൻ വെച്ചത് ഭയങ്കര വലിയ ഒരു പ്രോസസ്സൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആളിത് ഡിറൈവ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ്. അതായത് നമുക്ക് ചുറ്റും കാണുന്ന എനർജി അല്ലെങ്കിൽ മാറ്ററും എനർജിയും കൂടെ കൂടിയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ പാർട്ട് അതൊരു സൈഡ് വെച്ചു. അതെന്നുള്ളത് ഈക്വലൻ ടു സ്പേസ് ടൈം കർവേച്ചർ ആണെന്നുള്ള രീതിക്ക് ഒരു സൈഡിലേക്ക് വെച്ചു. സ്പേസ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തിനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ സ്പേസിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്പേസ് ടൈമിനുള്ളിൽ നിൽക്കുന്ന എനർജീനെ ഡെൻസിറ്റീനെ നമുക്ക് വേറൊരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓൾറെഡി രണ്ടും നോൺ ആയിരുന്നു. ഇത് രണ്ടും ഈക്വലൻ്റ് ആണെന്നുള്ള അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആണെന്നുള്ളൊരു ഇക്വേഷനാണ് ആൾ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഇത് ആളൊരു തോട്ട് എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് ആളത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ലാതെ അതിനെ ഭയങ്കര വലിയ നമ്മൾ ഈ ജനറേറ്റീവ് എന്ന് പറയുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാധനമായിട്ട് ആണ് ഇൻ ജനറൽ മനസ്സിലാക്കാനായിട്ട്. പക്ഷേ അതിൻ്റെ ഡിറൈവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ
തോട്ട് ഡ്രിവൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. അല്ലാതെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹൈ ഇൻ്റലക്ച്വൽ ആണെച്ചാണ് ഒബ്വിയസ്ലി. പക്ഷേ ഈ പറഞ്ഞ കണക്കിന് കുറേ മാത്തമാറ്റിക്കലായിട്ടുള്ള ജീനിയസ് അല്ല, ആൾ കുറേയും കൂടി തോട്ട് എക്സ്പെരിമെൻറ്റ് വെച്ചിട്ടാണ് ആളങ്ങനെ ഇതാക്കിയത്. അത് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര കൊള്ളാം, ഇത് നല്ല പരിപാടിയാണ്. എഴുതിയിരുന്ന ഒരു ഡോക്യുമെന്ററി ഉണ്ടല്ലോ ഐൻസ്റ്റൈൻ്റെ, ആ 4-5 എപ്പിസോഡ് വരുന്ന. അതെ, അത് ജീനിയസസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഒരുപാട് തോട്ട് എക്സ്പെരിമെന്റ്സ്. അതെ അതെ, ആൾ ഫുള്ളി തോട്ട് എക്സ്പെരിമെന്റ് ആളായിരുന്നു. ആൾ കൂടുതൽ മാത്തമാറ്റിക്സിനേക്കാളും കൂടുതൽ ആൾ തോട്ട് എക്സ്പെരിമെന്റ് വെച്ചിട്ടായിരുന്നു ആൾ കാര്യങ്ങൾ. സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ആർട്ടും സയൻസും കൂടി കമ്പൈൻ ചെയ്യാൻ പറ്റിയൊരു കഴിവും ഇവർക്ക് ഉണ്ടായിരുന്നു. ദാറ്റ്സ് വാട്ട് മെയ്ഡ് ഹിം സ്പെഷ്യൽ. അതെ, ആളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ജീനിയസിൻ്റെ ആയിരുന്നു. ആ സമയത്ത് കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള ഭയങ്കര പ്രൊമിനൻ്റ് ആയിട്ടുള്ള കുറേ സയൻറ്റിസ്റ്റുമാരുണ്ടായിരുന്നു. പക്ഷേ ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു, പല ആൾക്കാരും കൊണ്ടുവന്ന പല തിയറിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുള്ള ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീൻ്റെ എന്ന് പറഞ്ഞാൽ ക്ലാരിഫിക്കേഷനേക്കാളും കൂടുതൽ ആളൊരു ഒരു എന്താ പറയുക, ആളെ അതിൻ്റെ ടോട്ടൽ ലാൻഡ്സ്കേപ്പ് തന്നെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു ആൾ വന്നതിന് ശേഷം പിന്നെ കംപ്ലീറ്റ്ലി. പക്ഷേ അതേസമയം ആളെപ്പോഴും ശരിയായിരുന്നില്ല. ഈ ക്വാണ്ടം മെക്കാനിക്സ് വന്ന സമയത്ത് ആളായിരുന്നു ഏറെക്കുറെ ആളുടെ തിയറീസൊക്കെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആളതിനെ കംപ്ലീറ്റ്ലി എതിർത്തിരുന്നു. ആൾ പറഞ്ഞത് അങ്ങനെ നടക്കൂല എന്നുള്ള രീതിക്കായിരുന്നു. പക്ഷേ ആൾ പിന്നീട് മാറ്റി പറയേണ്ടി വന്നു, കാരണം ക്വാണ്ടം മെക്കാനിക്സ് വർക്കായി. അപ്പോൾ ആൾ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കണക്കിന് ആളെപ്പോഴും ക്വാണ്ടം മെക്കാനിക്സിന് കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ച് നമുക്കൊരു സാധനം പറയാൻ പറ്റില്ല, മാത്തമാറ്റിക്കലി മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞ പോലെ ഹൗ ക്യാൻ ഒരു ഒബ്ജക്റ്റ് ഒരേപോലെ എങ്ങനെ 3 സ്ഥലത്ത് ഒരേ ടൈമിൽ ഉണ്ടാവുക നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂല. അപ്പോൾ ഇത് മാത്തമാറ്റിക്കലി ഇങ്ങനെ ഉണ്ടാവുന്ന രീതിക്ക് ഡിറൈവ് ചെയ്ത് പോകാൻ മാത്രമേ പറ്റുള്ളൂ. ചിന്തിച്ച് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഇമ്പോസിബിൾ ആയുള്ള സാധനമാണ്. അപ്പോൾ ഐൻസ്റ്റീൻ അത് കാരണം കൊണ്ട് അത്ര താല്പര്യപ്പെട്ടിരുന്നില്ല ക്വാണ്ടം മെക്കാനിക്സ്. ഹരീഷ് ബ്രോ, സ്പേസ് എക്സിൻ്റെ ഒരു മിഷൻ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ എലൺ മസ്കിൻ്റെ 2030 മാർസിൽ ലാൻഡ് ചെയ്യുക, അവിടെ ഒരു സിവിലൈസേഷൻ തുടങ്ങുക പുതിയത്. അത് പോസിബിൾ ആണോ? നമ്മളെ എർത്തിന് കൂടുതൽ പ്രശ്നം വരുന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നത് വർഷങ്ങൾ കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങോട്ടൊരു മൂവ്മെൻ്റൊക്കെ അത് എങ്ങനെയാണ് ബ്രോ കാണേണ്ടത്? മാർസിൽ അങ്ങനെ ഒരു മാർസ് അത് കുറച്ചും കൂടെ എന്താ പറയുക, മാർസിൽ അത് കുറച്ചും കൂടെ ആസ്ട്രോണമി അല്ലെങ്കിൽ കുറച്ചും കൂടി ഈ പറഞ്ഞ കണക്കിന് ബയോളജി അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ആൾക്കാർക്കും കുറച്ചും കൂടി ബെറ്റർ ആൻസർ ചെയ്യാൻ പറ്റുക. കാരണം അവിടെ പോയി സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ അവിടെ നമുക്ക് ജീവിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ബയോളജി അല്ലെങ്കിൽ ആ ഒരു ബോട്ടണി ആ രീതിക്ക് ഐഡിയ ഉള്ള ആൾക്കാർക്കായിരിക്കും കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറയാൻ പറ്റുക. കാരണം അവിടുത്തെ മണ്ണിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ pH അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും ഇത് വർക്കാവുമല്ലോ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ കുറേ ഫുഡൊക്കെ പാക്ക് ചെയ്ത് അവിടെ പോയി കുറച്ച് കഴിയുമ്പോൾ കഴിച്ച് കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിട്ടുപോകും. അപ്പോൾ അത് എനിക്ക് വലിയ ധാരണയില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞ കണക്കിന് മാർസിൽ പോകണേക്കാളും നല്ലത്, ഈ പറഞ്ഞ കണക്കിന് മാർസിൽ പോയി ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യണേക്കാളും നല്ലത് നമുക്ക് ഇവിടെ ഉള്ള സാധനം തന്നെ പ്രിപ്പയർ ചെയ്ത് അതായിരിക്കും നല്ലത്. നമ്മളിവിടെ എത്ര നോക്കിയിട്ടും കാര്യമില്ല, ഈ എർത്ത് നശിച്ചു പോകും എന്നുള്ളൊരു ധാരണയാണ് പറഞ്ഞത്. നമ്മൾ മൾട്ടിപ്ലാനറ്ററി സ്പീഷീസ് ആകണം. അത് മൾട്ടിപ്ലാനറ്ററി സ്പീഷീസ് ആയി കഴിഞ്ഞാൽ നല്ലതാണ്, നമുക്ക് കുറേ കൂടി കൂടുതൽ പ്ലാനറ്റുകളും കുറേ കൂടി ഇതുണ്ടാവും. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ എത്തി അതുപോലെ ഒരു കോളനി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ടെക്നോളജിക്കലി അല്ലെങ്കിൽ എക്കണോമിക്കലി അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. അല്ലെങ്കിൽ അത്രയും എന്താ പറയുക, പിന്നെ ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രാന്താണ്, ഇപ്പോൾ പറയാൻ പറ്റില്ല. ഒരുപാട് സിമിലാരിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ മാർസിലാണ് ഏറ്റവും വലിയ വോൾക്കാനോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരം എർത്തിലാണ്, പക്ഷെ മാർസിലാണ് ഏറ്റവും വലിയ വോൾക്കാനോ. ഏകദേശം 22 കിലോമീറ്റർ ഹൈറ്റും നമ്മളെ മൗണ്ട് എവറസ്റ്റിൻ്റെ 3 ടൈംസ് ബിഗ്ഗർ ആയിട്ടുള്ള വോൾക്കാനോ മാർസിലുണ്ട്. എന്താ ഒളിമ്പസ് മോൺസ്റ്റോ അങ്ങനെ എന്തോ അതിൻ്റെ പേര്. കുറേ സിമിലാരിറ്റീസ് ഉണ്ട് എർത്തുമായിട്ട്. മീൻസ് ഇങ്ങനെ എന്താ പറയുക, ഒരു ലിവിങ് ഓർഗാനിസംസിന് ജീവിക്കാൻ പറ്റും അങ്ങനല്ല, പക്ഷെ കുറേ എന്താ പറയുക ജിയോഗ്രഫിക്കലി കുറേ കമ്പയർ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് മാർസിൽ. അത് ഈ സാധാരണഗതിക്ക് വെച്ചാൽ നമ്മൾ ഹാബിറ്റബിൾ ആയിട്ടുള്ളൊരു സോൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാറിന് ചുറ്റും ഇത്ര ഏരിയയിലുള്ള റീജിയനിൽ നമുക്ക് ഒരു ലൈഫിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക്. അപ്പോൾ അതിന് ഹാബിറ്റബിൾ സോൺ എന്നുള്ള രീതിക്കാണ് പറയുക. കറക്റ്റ് അതാണോ വീടെന്ന് അറിയില്ല, പക്ഷേ ഒരു ഹാബിറ്റബിൾ സോൺ എന്നുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മാർസ് ഈ പറഞ്ഞിടയ്ക്ക് അതിനുള്ളിലുള്ളതാണെന്നാണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഈ മാർസിലേക്ക് പോയി കോളനൈസ് ചെയ്യാം എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഒരു അസംഷൻ ഉള്ളത്. അപ്പോൾ പക്ഷേ അത് എത്രത്തോളം ഫീസിബിൾ ആണെന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ലേക്ക് റിവറൊക്കെ ഉള്ള മാതിരി വെള്ളം ഉണ്ടല്ലോ, അവിടെ ഐസാണ്. അപ്പോൾ അതൊക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ആവശ്യമാണല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അവിടെ എപ്പോഴും കാറ്റാണ് മണലിന്റെ, അതൊരു പ്രശ്നമാണ്. മാർഷ്യൻ എന്ന് പറഞ്ഞിട്ടൊരു പടം, മാർസിൽ കുടുങ്ങിയിട്ട് ഇങ്ങനെ സർവൈവ് ചെയ്യാന്നുള്ളത് അത് ഭയങ്കര നല്ല ഒരു പടമാണ്. ഹരീഷ് ബ്രോയുടെ ഫേവറേറ്റ് സ്പേസ് മൂവി അതല്ലെങ്കിൽ സൈഫി മൂവി ഒക്കെ ഏതാ? എനിക്ക് ഇന്റർസ്റ്റെല്ലാർ ഭയങ്കര ഇഷ്ടമാണ്. ഇന്റർസ്റ്റെല്ലാർ നമ്മൾ ഫസ്റ്റത്തെ മുന്നേ പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ട് ഒരുപാട് റീച്ച് ആ ഒരു ഇന്റർസ്റ്റെല്ലാർ ഇഷ്ടമുള്ള ഒരു. ഇന്റർസ്റ്റെല്ലാർ അല്ലാതെ വേറെ ഏതെങ്കിലും മൂവി
ഇന്റർസ്റ്റെല്ലാർ അല്ലാതെ മാർഷ്യൻ ഇതുപോലെ നല്ലൊരു മൂവിയാണ്. പിന്നെ ഗ്രാവിറ്റി ഉണ്ട്. അത് സൈഫൈ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഫൈ അങ്ങനത്തെ ഇതാണ്. പിന്നെ ഗ്രാവിറ്റി മൂവിയാണോ? ഗ്രാവിറ്റി മൂവിയാണ്. അത് സ്പേസിൽ കുടുങ്ങുന്ന സ്പേസിൽ കുടുങ്ങിയിട്ടുള്ള ഒരു മൂവി. അത് സാന്ദ്ര ബുള്ളക്കാണ്. അതെ, ഗ്രാവിറ്റി ഒരുപാട് ഓസ്കാർ കിട്ടിയ പടമാണ്. അത്യാവശ്യം ഭയങ്കര അത്യാവശ്യം നല്ല പടമാണ്. നല്ലൊരു അടിപൊളി പടമാണ്. അതവിടെ ഈ പറഞ്ഞ അതിൻ്റെ ഐഡിയ ഇത്രേ ഉള്ളൂ. സ്പേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ബാക്ക് ആണല്ലോ. അപ്പോൾ നമുക്ക് നടന്നു പോകണ പോലെ ഒന്നും പറ്റില്ല. ആളപ്പോൾ അവിടെ കുടുങ്ങും. അതാ പിന്നെ ആളവിടെ ഒരു സർവൈവൽ ത്രില്ലർ പോലത്തൊരു സെറ്റപ്പാണത്. അപ്പോൾ ഗ്രാവിറ്റി നല്ലൊരു പടമാണ്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ടൈം ട്രാവലിൽ ഏതെങ്കിലും നല്ല മൂവീസ്? ടൈം ട്രാവൽ ഞാൻ ഇൻ ജനറൽ അങ്ങനെ അധികം കാണലില്ല. എനിക്ക് ടൈം ട്രാവലിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ട്രാവൽ എന്നുള്ള കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ആൾക്കാർ ടൈം ട്രാവൽ സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. മിക്ക സമയത്ത് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ട്രാവൽ ഇപ്പോഴത്തെ നമുക്ക് അറിയുന്ന തിയറീസ് വെച്ച് സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മിക്കതും എന്തെങ്കിലുമൊക്കെ ഒരു ഉടായ്പ വെച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ ആക്കി പോവുമായിരിക്കും ചെയ്യുക. അപ്പോൾ അതേസമയം ഈ പറഞ്ഞ കണക്കിന് സിമ്പിളായിട്ട് ടൈം ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് എനിക്കിഷ്ടം. ഫോർ ഇൻസ്റ്റൻസ് ഒരു അബൌട്ട് ടൈം എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. ആളുടെ നായകനും പേരെനിക്ക് ഓർമ്മയില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. അതിലെന്ന് വെച്ചാൽ നായകന് ഈ പറഞ്ഞ കണക്കിന് ഒരു ക്ലോസ്ഡ് സ്പേസിൽ കയറി ഇരുന്നിട്ട് സിമ്പിളായിട്ട് മനസ്സിലാവില്ല. ആൾക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഒരു ടൈമിലേക്ക് ബാക്കോട്ടേക്ക് പോകാൻ പറ്റും. പിന്നെ ആൾക്ക് അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ലൈഫ്. അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആ ലൈഫ് ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. ടൈം ട്രാവൽ ചെയ്ത് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്ത് പിന്നെ വീണ്ടും പോകുക എന്നുള്ള കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അതിലാൾ അങ്ങനെ സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. ആ ടൈം ട്രാവൽ എന്നുള്ള കൺസെപ്റ്റ് ഒരു വളരെ നൈസായിട്ട്. അതുപോലെ ടൈം ട്രാവലേഴ്സ് വൈഫ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്. അതാണെങ്കിൽ ഇതുപോലെ തന്നെ ഭയങ്കര ഒരു നല്ല വെച്ചാൽ അതിൽ സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നില്ല. കാരണം സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ മിക്ക സമയത്ത് ഞാൻ കണ്ടാണ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസിന്റെ ടൈംസ് ഇങ്ങനെ എടുത്തിട്ട് അത് ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു പുകമറയായിട്ട് പോകും. അല്ലെങ്കിൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഇപ്പം എന്താ നടക്കണമെന്നുള്ളത് വെച്ചാൽ നമ്മൾ ഒരു പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതെന്തോ വലിയ സംഭവമാണ്, അപ്പോൾ ഇത് അങ്ങനെ ആയിരിക്കും നമ്മൾ ഇതാക്കും. ഒരു മൂവി വൈബ് കിട്ടില്ല എന്നുള്ള. അപ്പോൾ എനിക്ക് വെച്ചാൽ അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തി കയറ്റി പോലെ തോന്നും. അതേസമയം സയൻസ് ഓക്കെ ടൈം ട്രാവൽ ചെയ്തൊരു മെഷീൻ ഉണ്ടാക്കി ഓക്കെ എന്നാൽ ശരി ആയിക്കോട്ടെ, കുഴപ്പമുള്ള കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ഡാർക്ക് ഞാൻ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഡാർക്ക് സീരീസ് ഫസ്റ്റ് സീസൺ ഇന്നലെ കഴിഞ്ഞ കിളി പോവല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഡിപ്രസിങ് ആയിട്ടുള്ള അതിന്റെ ഓരോ സ്ഥലങ്ങളും ലൊക്കേഷനൊക്കെ ആ സിനിമയിൽ നമുക്ക് അറിയാതെ ഈ വിന്റർ ഡിപ്രഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. പക്ഷെ അതിൽ 3 ടൈംസ് ആണ്, 3 ടൈമിലാണ്. ഓരോ ഹരീഷ് ബ്രോ പറഞ്ഞ പോലെ ഓരോ ടൈം ട്രാവൽ മൂവിക്കും ഓരോ തിയറിയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. ഇപ്പൊ ഇതിലിതാ ഓരോ 33 വർഷം കൂടുമ്പോഴുള്ള 3 ടൈംസ് അതിൽ പറയുന്ന ടൈം ഇസ് ബട്ട് ആൻ ഇല്യൂഷൻ എന്നല്ല അതിൽ പറയുന്നത്. അങ്ങനത്തെ ഒരു ഡയലോഗ് ഉണ്ട്. കോംപ്ലിക്കേറ്റഡ്. 8 ആൾക്കാർ 9 ആൾക്കാർ അങ്ങനെ കൂടിയിട്ടാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതെ, അതിനൊന്നും അധികം ബഡ്ജറ്റില്ല മൂവിക്കൊന്നും. ഞാൻ അധികം മലയാളത്തിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റൊരു അല്ലേ ഡാർക്ക് മറ്റേ ജർമ്മൻ സീരീസ്. ഞാൻ കുറെ പേരെ ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കണ്ടിട്ട് വെച്ചാൽ ഞാൻ അധികം അങ്ങനെ ഭയങ്കര സീരീസ് അങ്ങനെ കാണലില്ല, അതുകൊണ്ട് കണ്ടിട്ടില്ല. അപ്പൊ അതന്നെ ഒരു പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ അത് അടിപൊളിയാണ്. അത് ഇതുപോലെ തന്നെ അത് ടൈം ട്രാവൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, എന്നാ ടൈം ട്രാവൽ ആണ്, അതിങ്ങനെ ഒരു ലൂപ്പാണ്. അത് ഒരാൾ തന്നെ മലയാളത്തില് ഒരു പടം ഉണ്ട്, ഞാൻ അത് കണ്ടു. അത് ഞാൻ നിങ്ങളങ്ങ് നോക്കിയേ. ഒരു പെൻഡുലം എന്ന് പറഞ്ഞിട്ട് ഒരു പടം, മറ്റേ ഇവന്റെ പടം, മറ്റേ സൂര്യന്റെ അല്ല അത് പക്ഷേ ടൈം ട്രാവൽ അല്ലല്ലോ. അത് സ്വപ്നത്തിന്റെ നമ്മളെ ആസ്ട്രൽ പ്രൊജക്ഷൻ അല്ല, മറ്റേ അതായത് ഡ്രീം നമ്മള് ലൂസിഡ് ഡ്രീമിങ്ങിനെ പറ്റിയിട്ടുള്ള മൂവി ഉണ്ട്. കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട് 90s. അടിപൊളി മൂവിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് മൂവി ഒക്കെ ആയിട്ടുള്ളത് അതാണ് കോണ്ടാക്ട്. ഞാൻ ഉദ്ദേശിച്ച അറൈവലും അടിപൊളിയാണ്. അറൈവല് 2016-17 ആ ടൈമിലോ. പക്ഷെ കോണ്ടാക്ട് ഒരു പ്ലാനറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന പെട്ടെന്ന് 94-95 അങ്ങനെ. ഭാഷ പഠിപ്പിക്കണതാ. അതെ അതന്നെ. അറൈവലിൽ അങ്ങനെ എന്തോ ഒരു കോൺസെപ്റ്റ് ലാംഗ്വേജ് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഹരീഷ് ബ്രോ ഇപ്പൊ PhD കഴിഞ്ഞു. പിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ PhD കഴിഞ്ഞിട്ട് നമുക്ക് പോസ്റ്റ് ഡോക്ക് എന്നുള്ള PhD കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പൊസിഷൻ പോസ്റ്റ് ഡോക്ക് എന്നാണ് പറയാ. ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് PhD കഴിഞ്ഞിട്ട് അതേ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് പോസ്റ്റ് ഡോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കിട്ടാൻ എത്രത്തോളം ചാലഞ്ചിങ് ആണ് ഒരു നാട്ടിലത്തെ ഒരു കുട്ടിക്ക് അപ്ലൈ ചെയ്യുന്നത്? നാട്ടിലത്തെ ഒരു കുട്ടിക്ക് ഇൻ ജനറൽ കുറച്ച് ചലഞ്ചിങ് ആണ്. വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ കണ്ടിടത്തോളം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷേ ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇപ്പോൾ യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും അവിടുത്തെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി കുറച്ച് ക്ലോസ്ഡ് ആണ്. ഇത് എല്ലാവർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് അറിയാം. അതായത് ഇപ്പോൾ എൻ്റെ
പ്രൊഫസറിന് ഇന്ന സ്റ്റുഡൻസ് മാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ ഇങ്ങനെ കുറേ സ്റ്റുഡൻസും ഇന്റേൺഷിപ്പ് ചെയ്ത സ്റ്റുഡൻസും, അപ്പോൾ ഓൾറെഡി അവർക്ക് പരിചയമുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അവർ അപ്ലൈ ചെയ്യുന്ന നേരത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇൻ ജനറൽ പരിചയക്കാരായിരിക്കില്ല കൂടുതൽ എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ പ്രൊഫസർ തീരുമാനിക്കണല്ലേ, പ്രൊഫസറാണ് തീരുമാനിക്കുക ആരെയാണ് എടുക്കാന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ അപ്ലൈ ചെയ്യുന്ന നേരത്ത് നമുക്ക് സെയിം ക്വാളിഫിക്കേഷൻ സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ എന്താ പറയുക സോഷ്യൽ ഇന്ററാക്ഷൻസ് കുറച്ചും കൂടി കൂടുതലായതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി മാത്രം മതി, അതോ വേറെ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യണം ഇവിടെ കിട്ടാൻ? അത് ഇവിടെ കിട്ടാനായിട്ട് മാസ്റ്റേഴ്സ് ആണ് എന്തായാലും വേണ്ടത്. പിന്നെ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഞാനൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ ചെയ്യുന്ന ഫീൽഡിലല്ല. അപ്പോൾ അത് കാരണമുണ്ട് ഞാൻ ഒരു കൊല്ലം ഞാൻ നാട്ടിൽ കോവിഡിൻ്റെ സമയത്ത് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോഴ്സറ എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നിട്ട് ഇങ്ങനെ മെഷീൻ ലേണിംഗ് ഞാൻ അങ്ങനെ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് പിന്നെ അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഇന്റർവ്യൂ ചെയ്തത്. അരീഷ് ബ്രോ, ഈ അനുനാക്കിനെ പറ്റി, അനുനാക്കിയുടെ കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? അയ്യോ, അനുനാക്ക് അറിയില്ല. നിഷിന് അനുനാക്ക് എന്ന് എന്താ പറഞ്ഞോട്ടാ? നിഷിനെ നന്നായിട്ട് അല്ല, ജസ്റ്റ് എന്താ അനുനാക്കി എന്താ പറഞ്ഞോടുക്കേ? നമുക്ക് അടുത്തൊരു എപ്പിസോഡ് ഇരിക്കാം, വൃത്തിക്ക് പറയണതാണ്. എന്താ ബേസിക്കലി ജസ്റ്റ് ഒരു 30 സെക്കൻഡിൽ ഒരു മിനിറ്റിൽ പറഞ്ഞാൽ വൃത്തിയാവും. എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പ്രശ്നം ഇവര് പറഞ്ഞ ഒരു ഏൻഷ്യന്റ് ആസ്ട്രോണോട്ട് തിയറിന് ഇവിടെ ആരൊക്കെ വന്ന് പോയിട്ടുണ്ട്, നമ്മളെ നാട്ടിൽ എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ഇവിടെ വന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കുറെ ഇവിടുത്തെ ബിൽഡിങ്സും സ്ട്രക്ചേഴ്സും പിരമിഡ് നോക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ ഇവിടെ ഒരു ഗുഹ ഒക്കെ ഉണ്ടല്ലോ, തുറന്ന് പാറ തുറന്ന് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ ടെക്നോളജി വെച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും, പല സ്ട്രക്ചേഴ്സ് നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ആ കാലത്ത് ആൾക്കാർക്ക് ഇങ്ങനത്തെ ടെക്നോളജി ഉണ്ടായിരുന്നോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇതിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബീയിങ്സ് വന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഈ പ്രീഷ്യസ് മെറ്റൽസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഗോൾഡ് ശരിക്കും ഭൂമിയിലുള്ളതല്ല, അത് പുറത്ത് വന്നതാണ്. ശരിക്കും ഗോൾഡ് മെറ്റൽ പുറത്തുനിന്ന് വന്നൊരു സംഭവമാണ്. അതേപോലെ പ്രീഷ്യസ് മെറ്റൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഭൂമിക്ക് വന്നതാണ്, ഏലിയൻസ് എന്ന് പറയുന്നത് അനുനാക്കീസ്. എന്നിട്ട് അവരെന്ത് ചെയ്തു, അവർക്ക് ഇവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അത് അടിമകളുമാണല്ലോ ഈ പണിയെടുക്കാനും കൊണ്ടുപോകാനൊക്കെ. അപ്പോൾ അവർ എത്ര ഇയേഴ്സിൻ്റെ ഒരു കണക്കുണ്ട്. അപ്പോൾ ആ കണക്കിലാണ് നുബുരു അങ്ങനെ എന്തോ അവരുടെ പ്ലാന്റ് അല്ലേ, ആ പ്ലാന്റിൻ്റെ പേര്. അപ്പോൾ അവർ ഇത്ര ഇയേഴ്സ് കൂടുമ്പോഴാണ് എർത്തിൻ്റെ അടുത്തുകൂടെ വരിക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവർ എർത്തിൻ്റെ അടുത്തുകൂടെ പോയ സമയത്താണ് അവർ ഇവിടെ വന്നതും ഇതിൽ നിന്ന് കുറേ മെറ്റൽസ് അവരെടുത്തതും. ഇനി അവർക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോഴായിരിക്കും സ്വാഭാവികമായിട്ടും അവരെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ വന്നു പോകുന്നത് ചിലപ്പോൾ സെക്കൻഡുകളോ അല്ലെങ്കിൽ ലൈക്ക് ദ നെക്സ്റ്റ് ഡേ ആയിരിക്കും. പക്ഷെ നമ്മളെ പെർസ്പെക്റ്റീവിൽ അത് ഇയേഴ്സ് ആയിരിക്കും. മനസ്സിലായി? നമ്മളാ പറഞ്ഞ റിലേറ്റിവിറ്റി കൺസെപ്റ്റാണത്. അപ്പോൾ അവർക്ക് ഇയർലി വൺസ് ആയിരിക്കും ചിലപ്പോൾ അവരെന്ത് ചെയ്യുക, നമ്മളെ എർത്തിൻ്റെ അടുത്ത് കൂടെ പാസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മളെ പെർസ്പെക്റ്റീവിൽ അതിന് മേ ബി ബില്യൺസ് ഓഫ് ഇയേഴ്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അനുനാക്കീസാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തതും നമ്മളെ ഈ ഒരു ഹ്യൂമൻ ബോഡി ഈ ഒരു ഡിസൈൻ ചെയ്തത് അവരാണ്. അവരുമായിട്ടുള്ള ബന്ധമാണ് മനുഷ്യനെ അങ്ങനെ ആക്കിയത് എന്നാണ് വിശ്വസിക്കുന്ന ഒരു മെസപ്പൊട്ടോമിയൻ കാലഘട്ടത്തിൽ ആരാധിച്ചിരുന്ന ദൈവങ്ങളൊക്കെ ഇവരുതാണ് എന്നുള്ളതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. കുറെ കേവ്സിലൊക്കെ ഒക്കെ ഉണ്ട്. ഈ ഇങ്ങനെ ഈ അന്നത്തെ കാലത്ത് പേടകത്തിലൊക്കെ വന്ന് ഇറങ്ങി ഇങ്ങനെ ചെയ്യുന്ന. അപ്പോൾ അന്നത്തെ കാലത്തിനെ പറ്റി അത്ര ഇൻഫർമേഷൻസ് ഇല്ല. ലൈക്ക് അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ വെരി വെരി സ്റ്റാർട്ടിങ് ഓഫ് ദ ഹ്യൂമൻ. അപ്പോൾ സിവിലൈസേഷൻ്റെ സമയത്ത് അപ്പോൾ അവർ ചുമർ ചിത്രങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒരു പേടകത്തിൽ പറന്നു വരുന്നതും മനുഷ്യനെക്കാട്ടിലും ഹൈറ്റ് ഉള്ളതും അതേപോലെ വേറെ മുഖ ഷേപ്പിലുള്ള ആൾക്ക് ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചതൊക്കെ കേവ്സ് എന്നും പലയിടത്തും ഇവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിലാണ് ഈ തിയറി ഫോം ചെയ്തിട്ടുള്ളത്. ബുക്കിലുള്ള ഒരു കൺസെപ്റ്റാണ്. വിശദമായിട്ട് ഒരു എപ്പിസോഡ് തന്നെ ഇരിക്കാം. അല്ല, അതിന്റെ എപ്പിസോഡ് നമ്മളൊന്ന് ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങള് കംപ്ലീറ്റ് ഇതിനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അറിഞ്ഞത് ക്യാമറ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. പ്ലാന്റിന്റെ പേര്, അവർ വന്ന പ്ലാന്റിന്റെ പേര്, എത്ര വർഷം, അതിന്റെയൊക്കെ നമ്പേഴ്സ് ഫിഗേഴ്സ് ഒക്കെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു എപ്പിസോഡ് കറക്റ്റ് ഷൂട്ട് ചെയ്ത് ഞാനൊരു ബുക്ക് അവസാനം ഷൂട്ട് ചെയ്ത് നോക്കുമ്പോൾ 5 മിനിറ്റ് എങ്ങാണ്ട് തുടക്കത്തിൽ 5 മിനിറ്റ് വന്നിട്ടുള്ളൂ. ബാക്കി 1.5 മണിക്കൂർ ഒരു സംഭവം ക്യാമറയിൽ പതിഞ്ഞില്ല. നമുക്ക് അനുനാക്കിനെ ചെയ്യാൻ ഏറ്റവും നല്ല ആളാണ് മറ്റേ ബേപ്പൂർ സുൽത്താൻ പറഞ്ഞൊരു ആളുണ്ട്. പുള്ളിക്കാരൻ അതിന്റെ ടാറ്റോ ഒക്കെ അടിച്ചിട്ടുണ്ട് അനുനാക്കിടെ. അതിൽ തോന്നുന്നു അതിൽ വിശ്വസിക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞു. നമുക്കൊരു എപ്പിസോഡ് മര്യാദക്ക് തന്നെ ഇരിക്കാം.
ഹരീഷ് ബ്രോ നിങ്ങൾ ഇത് കാണിച്ചു തന്നിട്ടില്ല, എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റിയതുണ്ടോ ഫോണിൽ? അയ്യോ ഫോണില് അത് കാണാതെ എന്താ പോയിട്ട് ഇത്രയും നേരം സംസാരിച്ചിട്ട് ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയണ്ട ജെയിംസ് വെബിലെടുത്ത്. പിന്നെ അതേപോലെ ഞങ്ങളില്ലേ ഇപ്പോൾ സാധാരണ ഒരാൾക്ക് ടെലിസ്കോപ്പ് മേടിക്കണം എന്ന് വിചാരിക്കുക, ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ടെലിസ്കോപ്പിൽ ഇങ്ങനെ വാച്ച് ചെയ്ത് ഇതൊക്കെ ചെയ്യണേ. ഹോട്ടലിൽ എടുത്തിട്ടുണ്ട്. റൂമിൻ്റെ അടുത്തൊരു ഷോപ്പുണ്ട്. അതന്നെ എനിക്കറിയാം, ആ കണ്ടുകൊണ്ട് ആ ഷോപ്പ്. അപ്പോൾ അതും എനിക്ക് പറഞ്ഞു തരണം. ഒരാൾക്ക് ഇപ്പോൾ ഇതിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ എടാ അടിപൊളിയല്ലേ? ഫിഷിംഗ് കഴിഞ്ഞു, ഇനി എന്ത്? ഇത് വേറെ ഇത് ചെറിയ കളിയല്ലേ നിഷിനെ? ബ്രോ ഈ ടെലസ്കോപ്പ്, നോർമൽ ടെലസ്കോപ്പ് ഉണ്ടല്ലോ, ഇത് എവിടെയെങ്കിലും പർട്ടിക്കുലർ പ്ലേസ് എങ്ങാനുണ്ടോ? ഇത് എന്താ പറയാ, ഗ്രൗണ്ട് ടെലിസ്കോപ്പ്. അത് നമുക്ക് ഗ്രൗണ്ട് ബേസ്ഡ് ടെലിസ്കോപ്സ് ആണെങ്കിൽ നമുക്ക് ഇൻ ജനറൽ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഗാലക്സീസ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്റ്റാറൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഭയങ്കര ഫെയിൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളത് കുറവായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻ ജനറൽ ഡെസേർട്സ് അല്ലെങ്കിൽ ഇപ്പോൾ ചിലി അല്ലെങ്കിൽ അങ്ങനത്തെ അവിടെയൊക്കെയാണ് കൂടുതലും, ഓസ്ട്രേലിയ അതുപോലെ അവിടത്തെ ഡെസേർട്സിലാണ് കൂടുതലും എല്ലാ മേജറായിട്ടുള്ള എല്ലാ സയൻസിൻ്റെ ടെലിസ്കോപ്സ് ഇരിക്കുന്നത്. എൻ്റെ ശരിയാണെങ്കിൽ എല്ലായിടത്തും അല്ലാണ്ടും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് വാർസോയിലുണ്ട് ഒരെണ്ണം ചെറുതുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലുണ്ട് ഇഷ്ടംപോലെ 1, 2, 3 കൊടൈക്കനാലുണ്ട് ലൊക്കേഷൻസ് ഉണ്ട്. ഈവൻ കൊടൈക്കനാൽ പോയിട്ട് നമുക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊടൈക്കനാൽ നൈറ്റ് സ്കൈ പോയി നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മലയുടെ സൈഡിലൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര നൈസാണ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയും വെച്ചാൽ എന്താ പറയുക, എവിടെ വയ്ക്കണമെന്നനുസരിച്ചിരിക്കും നമ്മുടെ എത്രത്തോളം ക്ലാരിറ്റി ഉള്ള ഇമേജ് കിട്ടണമെന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ കണക്കിന് എന്താ പറയുക, നമുക്ക് എന്ത് കാണണം എന്നനുസരിച്ചിരിക്കും. നമുക്ക് ജസ്റ്റ് നല്ല ഇമേജസ് ഒക്കെ കിട്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലൊക്കേഷൻ, നമ്മുടെ അടുത്തുള്ള ലൊക്കേഷൻ തന്നെ മതി. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജ് ഒക്കെ വേണമെന്ന് വെച്ചാൽ മരുഭൂമിയൊക്കെ പോകേണ്ടി വരും. ഒന്ന് വാങ്ങാ പെരുന്നാൾ തലേന്നൊക്കെ മാസം കാണാനൊക്കെ. ഞാൻ സ്കൂളിൽ നിന്ന് ഇതേപോലെ ഈ സോളാർ എക്ലിപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്കൂളിൽ ഇതുപോലെ വളരെ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നപ്പോൾ ഇതേപോലെ ഒരു എന്താ ടെലിസ്കോപ്പ് കൊടുന്ന ഒരു സോളാർ എക്സറൊക്കെ മുറിച്ചുകൊണ്ടായിരുന്ന ആളാണ്. മുറിച്ചുകൊണ്ടായിട്ട് കണ്ണട ഉണ്ടാക്കിയിട്ട് ഞാൻ നോക്കിക്കണ അങ്ങനെ എക്സ്റേ എക്സ്റേ അല്ലേ അതെണ്ണം അതൊക്കെ അവിടെ വെച്ച ആവശ്യമുണ്ടോ നമുക്ക്? ഇപ്പോഴത്തെ എക്സ്റേ ഒന്നും ആ സാധനമല്ല, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഡോക്ടറിനെ കാണിച്ചിട്ടില്ലേ? അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ സംഭവം അല്ല. കാണട്ടെ, എന്തായാലും മതി. അല്ല നമ്മള് ഇപ്പൊ ഈ ഇമേജസ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ഞാൻ കണ്ടുപിടിച്ച ഗാലക്സീസ് ആണിത്. അപ്പൊ അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബ്രോ ഒരു ഗാലക്സി കണ്ടുപിടിക്കുമ്പോഴേ ബ്രോയുടെ ഇഷ്ടമുള്ള പേരിടാൻ പറ്റുമോ? അത് പറ്റില്ല. ഹരീഷ് നോക്കെ അങ്ങനെ ഒരു മിനിറ്റ് ഇതിലിപ്പല്ലേ ഈ CODD എന്ന് എഴുതിയിട്ടില്ലേ? എന്താ CODD എന്ന് പറയുമ്പോ? COD എന്ന് പറഞ്ഞാൽ അതിന്റെ ഐഡിയ ആണ്. നമ്മള് ഈ ഗാലക്സിയുടെ ഒരു പേര് ജസ്റ്റ് ടെമ്പററി ആയിട്ടുള്ള ഒരു പേര് കൊടുത്താണ്. ഇത് ഇവര് കൊടുക്കണ്ടല്ലേ ഈ നമ്പേഴ്സും ഒരു മിനിറ്റ്, ഈ ജെയിംസ് വെബിന്റെ ആൾക്കാർ കൊടുക്കുന്നതാണ് അതിന്റെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് തരുന്ന ആൾക്കാർ തരുന്ന നെയിംസ് ആണ് ഇത് അവർ ഇനിഷ്യലി ഉണ്ടാവുന്ന ആൾക്കാർ തരുന്ന നെയിംസ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രീതിക്ക് ഒരു പേര് തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ട് ഇടാം. പക്ഷെ നമുക്കൊരു ഗാലക്സിക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റാറിനൊക്കെ പേരിടണമെന്ന് വെച്ചാൽ അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഗാലക്സി ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സീസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഓരോ ഗാലക്സിയും പേരിടാന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം എല്ലാ മനുഷ്യന്മാരുടെ പേരിട്ടാലും ചിലപ്പോൾ സ്റ്റാറും ഗാലക്സിയും ബാക്കിയുണ്ടാവും. അത് ഞാൻ ഇപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു, എന്താ കണ്ടോളൂ. അതായത് ഒരു കമ്പനി ചെയ്ത് കൊടുക്കുക സ്റ്റാർസിന് നമ്മളെ പേരിട്ട് എത്ര പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ ഫിറോസ് കുറ്റിപ്പാറ ആരോ ചെയ്തിരുന്നു. അങ്ങനെ ചെയ്യുമ്പോ സ്റ്റാർസിന് അല്ല, അത് സ്റ്റാർസിന് പേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പേരിടാം. ഇപ്പൊ ഇന്ന സ്റ്റാർ അല്ലെങ്കിൽ ഇന്ന ഗാലക്സിനെ ഇങ്ങനെയാണ് വിളിക്കാൻ പോണെന്നുള്ളത്. പക്ഷെ അത് എല്ലാരും സയന്റിഫിക്കലി അല്ല, അത് ഉണ്ട്. മറ്റേ ആരോ അങ്ങനെ ചെയ്തിരുന്നു നമ്മളെ കേരളത്തിലെ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ പേരിട്ടിരുന്നു. ഇതിൽ ഓരോ സിസ്റ്റംസ് ആണ്, പ്ലാനറ്റ്സ് അല്ല, അതും വേറെ ചുറ്റുള്ള എല്ലാം ഗാലക്സീസ് ആണ്. സ്റ്റാർ അല്ല, അതെല്ലാം ഗാലക്സീസ് തന്നെയാണ്. പക്ഷെ സെന്ററിലുള്ള ഗാലക്സിയാണ് നമ്മൾ നോക്കുന്ന മെയിൻ ഗാലക്സി. ബാക്കിയെല്ലാം ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗാലക്സീസ് ആണ്.
ഇപ്പൊ അടുത്ത് അതേപോലെ സ്പേസ് എന്താടാ അല്ല ഞാൻ കാര്യത്തിൽ വെച്ചത് കാരണം എന്താ അറിയോ നമ്മളിപ്പോ ഓരോ ഈ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ അത് കണ്ടുപിടിച്ച ആൾക്കാരെ പേരാണല്ലോ ഇപ്പൊ അതുകൊണ്ട് ചോദിച്ചത് അല്ല മൂപ്പര് പറഞ്ഞെ അല്ല ഗാലക്സിക്ക് ഇൻ ജനറൽ നമുക്ക് പേരിടാൻ പറ്റും, പക്ഷെ ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണം. അതായത് ബാക്കിയുള്ള ഗാലക്സീസിന് ഇതിനെ വേർതിരിച്ച് നിർത്തുന്ന എന്തെങ്കിലും അങ്ങനെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഗാലക്സിക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബ്രോ കണ്ടുപിടിച്ച ഒരു ഗാലക്സി അത്രയും നല്ലൊരു കോൺട്രിബ്യൂഷൻ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ആ കൈൻഡ് ഓഫ് പോപ്പുലാരിറ്റിയും അങ്ങനെയൊക്കെ വരുമ്പോൾ അതായത് ആ ഗാലക്സി ഭയങ്കര എടാ ഞാൻ കാര്യത്തിൽ ചോദിക്കണേ. ഓക്കെ നിർത്തി ശരിക്കും നിർത്തി. ഓക്കെ ഹരീഷ് ബ്രോ, പിന്നെ സ്പേസില് ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പേസില് ഓഷ്യൻ കണ്ടുപിടിച്ചായിട്ട് ഇപ്പൊ റീസെന്റ് ഞാൻ റിപ്പോർട്ട് വായിച്ചിരുന്നത്, അതെങ്ങനെ അത് നിങ്ങൾ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഗാലക്സീസ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ കാണാറുണ്ടോ? അയ്യോ നമുക്ക് അങ്ങനെ ഗാലക്സി എന്ന് പറയുമ്പോൾ കുറെ സ്റ്റാറുകളും ഒരു കളക്ഷൻ ആണ് ഇതുള്ളത്. ഈ സ്റ്റാറുകളുടെ ഉള്ളിൽ തന്നെ സബ് ആയിട്ടുള്ള പ്ലാനറ്റ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഓഷനൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞ പ്ലാനറ്റ്സിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് പക്ഷെ ഇപ്പൊ നേരത്തെ ഫോട്ടോയിൽ കണ്ടല്ലോ, ഈ ഗാലക്സി എന്ന് പറഞ്ഞൊരു വലിയൊരു സ്ട്രക്ചർ മാത്രമേ കാണുള്ളൂ. അതിനുള്ളിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റാർസും അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്ലാനറ്റ്സും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അതിന് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചാൽ നിയർ ബൈ എക്സോ അല്ലെങ്കിൽ പ്ലാനറ്റ്സ് തന്നെ ഈ പറഞ്ഞ കണക്കിന് നിയർ ബൈ എടുക്കണമെങ്കിൽ ഇപ്പൊ JWSTയുടെ ഇമേജ് അങ്ങനത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ള ടെലിസ്കോപ്പ് ഉപയോഗിക്കണം. നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഇമേജ് എടുക്കണത്. തക്കുന് എന്തെങ്കിലും ചോദിക്കണ്ടോ? അല്ല എന്തെങ്കിലും ചിരിക്കണ അറിയട്ടെ ഞാൻ എന്തിനാണ് ഒന്നുമില്ല. ഈ നിശ്യം പറഞ്ഞു സുരേഷ് ഒരു ഇതിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇനി വാരിസ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ആദ്യം ജിനുവിനോട് താങ്ക്സ് പറയാം. ജിനു ഞങ്ങൾക്ക് ഹരീഷ് ബ്രോനെ കണക്ട് ചെയ്തിരുന്ന ജിനു അടിപൊളിയാണ്, പുള്ളിക്കാരൻ അടിപൊളിയായിട്ട്. ഓക്കെ, ഹരീഷ് ബ്രോ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. നമുക്ക് കുറെ കാര്യങ്ങളൊന്നും ചോദിക്കണം, ഒരു എപ്പിസോഡും കൂടി ഇരിക്കേണ്ടി വരില്ല. അതിപ്പോ 2 അല്ല ഞാനിത് എത്രത്തോളം ഞാൻ പറഞ്ഞത് കറക്റ്റായി അല്ലെങ്കിൽ മനസ്സിലായി എനിക്ക് അറിയില്ല. ഞാൻ എത്ര അടിപൊളിയല്ല ഞാൻ പല പല ടോപ്പിക്സ് ടച്ച് ചെയ്തു. മാസ് എന്ന് പറഞ്ഞാൽ അത് ബോട്ടണി ഫീൽഡിൽ ചോദിക്കണം ആൾക്കാരുണ്ട്, അത് കോസ്മോളജിസ്റ്റിന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമല്ല. അത് ഞങ്ങളൊരു ക്യൂരിയോസിറ്റിന്റെ പുറത്ത് ഞങ്ങൾ പൊട്ടത്തരങ്ങൾ കുറെ ചോദിച്ചിട്ടുണ്ടാവും. അത് ബ്രോ എനിക്ക് അറിയുന്ന ഞാനിപ്പോ പറഞ്ഞാൽ എല്ലാം എക്സാക്ട്ലി കറക്റ്റ് ആണെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ഞാൻ എന്റെ ഒരു ഓർമ്മയെന്നാണ് ഈ PhD ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ PhD ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി ഒക്കെ ചെയ്ത സമയത്ത് PhD ഒക്കെ ചെയ്ത ആൾക്കാർക്ക് എല്ലാത്തിനും പറ്റി എല്ലാം നല്ല വിവരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് മനസ്സിലായത് PhD ചെയ്യുന്ന നേരത്ത് നമ്മൾ വളരെ ചെറിയൊരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കിൽ അതിനെപ്പറ്റി കാര്യമായിട്ടിരുന്ന് പഠിക്കുക എന്നുള്ളതായിരിക്കും. അപ്പം അങ്ങനെ പഠിച്ചു പോകുമ്പോൾ കുഴപ്പം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പഠിച്ച കുറേ സാധനങ്ങളൊക്കെ മറന്നു പോകും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ചില നേരത്ത് ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ബേസിക് ആയിട്ടുള്ള ഒരു +2 +1 ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പെട്ടുപോകും. അപ്പോൾ അത് കുറച്ച് സമയം തന്നാൽ പറ്റും. പക്ഷേ ഈ പറഞ്ഞ കണക്കിന് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞ കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റിക്കേണ്ടാവാൻ ചാൻസ് ഉണ്ട്. താങ്ക് യു ബ്രോ. പോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി നമുക്ക് ഇരിക്കാം. തീർച്ചയായും. പുതിയ കാര്യങ്ങളായിട്ട്